السلام عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله وحده لا شريك له. ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. صلى الله على سيدنا محمد وعلى آله وأصحابه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال تعالى: يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. وقال تعالى: يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. صدق الله العظيم. الله سبحانه وتعالى അവൻ്റെ അടിമകളായ നമുക്ക് അവനിലേക്ക് അടുക്കുന്നതിന് വേണ്ടി അനുഗ്രഹമെന്നോണം കനിഞ്ഞരുളിയ ഒരു വിശുദ്ധ മാസം. ഈ മാസത്തിൽ അള്ളാഹുവിനെ ഭയന്ന് അവനെ തഖ്വ ചെയ്ത് അവനിൽ നിന്നും നേടിയെടുക്കേണ്ട അനുഗ്രഹങ്ങളും കൃപാകടാക്ഷവും പരമാവധി പിടിച്ചുപറ്റി അതിനനുസൃതമായ നിലയിൽ ബാക്കിയുള്ള നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങളും പരിവർത്തനങ്ങളും ഉണ്ടാക്കി തീർത്ത് നമുക്ക് നിശ്ചയിച്ച് തന്നിട്ടുള്ള ആയുസ് തീരുമ്പോൾ ഇവിടെ നിന്ന് യാത്രയാകേണ്ട നേരമാകുമ്പോൾ നല്ല അടിമകളെപ്പോലെ സന്തോഷത്തോടുകൂടി പരലോകത്തേക്ക് യാത്ര ചെയ്യാൻ സാധുക്കളായ നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉള്ളിടത്തോളം കാലം നല്ലവരായി ജീവിക്കുക, ചെയ്യുന്നിടത്തോളം അമലുകളൊക്കെ കൃത്യമായും നിഷ്കളങ്കമായും ചെയ്യാൻ ശ്രമിക്കുക. അഹങ്കാരത്തിൽ നിന്നും അനാവശ്യ ചിന്താഗതികളിൽ നിന്നും മറ്റേതെങ്കിലും തരത്തിലുള്ള ദുസ്വഭാവങ്ങളിൽ നിന്നും ദുശ്ശീലങ്ങളിൽ നിന്നും മാറി നിൽക്കാനും സൂക്ഷ്മത പുലർത്താനും ശ്രമിക്കുക. പരിശുദ്ധ റമദാനിൻ്റെ രാപ്പകലുകളിലൂടെ നമുക്ക് പരസ്പരം പറയാനുള്ളത്, നമുക്കൊക്കെ ആത്മാർത്ഥമായി പ്രവർത്തിക്കാനുള്ളത് ഈ കാര്യങ്ങളൊക്കെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി നല്ല അമലുകളിൽ നമ്മുടെ സമയത്തെ പൂർണ്ണമായി വിനിയോഗിക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. പാപകർമ്മങ്ങളിൽ നിന്നും പരിപൂർണമായി വിട്ടുനിൽക്കാൻ അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. വന്നുപോയിട്ടുള്ള എല്ലാ പാപങ്ങളും അല്ലാഹു നമുക്ക് മാപ്പാക്കി തരുമാറാകട്ടെ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പരിശുദ്ധ റമദാൻ അമലുകളുടെ നാളുകളാണ്. അതോടൊപ്പം
ഔസാഫുകളെ വളർത്തിയെടുക്കാനുള്ള അവസരവുമാണ്. നമ്മളിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ചില സൽഗുണങ്ങൾ എൻ്റെ അടിമയിൽ ഉണ്ടായിത്തീരണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ചില സൽസ്വഭാവങ്ങൾ, അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പരിശീലന കളരിയാണ് റമദാൻ എന്ന് പറയുന്നത്. എണ്ണി പറയുമ്പോൾ ഒരുപാടുണ്ടെങ്കിലും ആത്മാർത്ഥമായ ശ്രമത്തിന് നാം മുതിർന്നാൽ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്ന നിലയ്ക്ക് അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും നമുക്ക് വിവരിച്ചു തന്നിട്ടുള്ള സൽഗുണങ്ങൾ, സൽസ്വഭാവം, അത് പ്രസംഗിച്ച് നാളുകൾ തള്ളി നീക്കുന്നതിന് പകരം പ്രാവർത്തിക പദത്തിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ നടത്തണം. അതിനാണ് ഈ മാസത്തെ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റമദാൻ സമാഗതമായപ്പോൾ സഹാബത്തിനോടുള്ള സംസാരത്തിൽ അതിലനുഷ്ഠിക്കേണ്ട പ്രത്യേക കർമ്മങ്ങളെക്കുറിച്ചിട്ട് ബോധ്യപ്പെടുത്തുകയും അതിലുണ്ടാക്കിയെടുക്കേണ്ട സിഫാത്തുകളെ സംബന്ധിച്ചിട്ട് ശ്രദ്ധ പതിപ്പിക്കാൻ ഉപദേശിക്കുകയും ചെയ്തു. ആ ഹദീസിൽ തങ്ങൾ സൂചിപ്പിച്ച ഒരു വാക്യം അല്ലെങ്കിൽ തങ്ങൾ സൂചിപ്പിച്ച ഒരു വിഷയം ഇത് ക്ഷമയുടെ മാസമാണ് എന്നാണ്. ക്ഷമയുടെ മാസമാണ്. ക്ഷമയുടെ മാസമാണ് എന്ന് പറഞ്ഞപ്പോൾ അതിനോട് അനുബന്ധമായി തങ്ങൾ പറഞ്ഞു, ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാണ്. സ്വർഗത്തെ പ്രതിഫലമായി നിശ്ചയിച്ചുകൊണ്ട് പടച്ചവൻ അവൻ്റെ അടിയാറുകളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഉത്തമ ഗുണമാണ് സബർ, ക്ഷമ എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. ക്ഷമയില്ലായ്മയാണ്, അക്ഷമതയാണ് ഇന്നത്തെ സമൂഹത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ അസ്വാരസ്യങ്ങളുടെയും അടിസ്ഥാന ഘടകം. എല്ലാ അസ്വസ്ഥതകളും ഉണ്ടാകുന്നത്, അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്, പരസ്പരം തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകുന്നത് ക്ഷമയില്ലായ്മയിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധ റമദാനിൻ്റെ മുന്നോടിയായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു, ഇത് ക്ഷമയുടെ മാസമാണ്, ക്ഷമ ശീലിക്കേണ്ട മാസമാണ്. ക്ഷമ ശീലിച്ചാൽ എന്ത് കിട്ടുമെന്ന് ആലോചിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലം സ്വർഗമാണ്. ക്ഷമാശീലന്മാരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, ഇന്നല്ലാഹ മഅസ് സാബിരീൻ. അത്തരം ക്ഷമാശീലന്മാരോടൊപ്പമാണ് അള്ളാഹു ഉള്ളത്. അള്ളാഹു ആരോടൊപ്പമാണ് ചേരുക, ആരോടൊപ്പമാണ് കൂടുക? ക്ഷമാശീലന്മാരോടൊപ്പമാണ്. അള്ളാഹുവിൻ്റെ മുഹബ്ബത്ത് നേടിയെടുക്കാൻ, അള്ളാഹുവിൻ്റെ മഅയ്യത്ത് നേടിയെടുക്കാൻ ഒരടിമ തന്നിൽ വളർത്തിയെടുക്കേണ്ട ഉത്തമ ഗുണമാണ് ക്ഷമ എന്ന് ഖുർആൻ പറയുമ്പോൾ ആ ക്ഷമയുടെ പ്രാധാന്യം എത്രത്തോളമാണ്, ക്ഷമയുടെ മഹത്വം എത്രത്തോളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകളും പരിശുദ്ധ ഖുർആനിൻ്റെ ആയാത്തുകളും ഒക്കെ പരിശോധിക്കുമ്പോൾ ആ ഒരു മനോഭാവം നമ്മളിൽ വളർന്നു വന്നാൽ, അങ്ങനെ ഒരു ശീലം നമ്മളിൽ ഉണ്ടായാൽ നമ്മൾ അതിരുകവിഞ്ഞ പ്രവർത്തനങ്ങളിലേക്ക്, എടുത്തുചാട്ടത്തിലേക്ക് ചെന്നെത്തുകയില്ല. അക്ഷമരായിക്കൊണ്ട് ഏതെങ്കിലും അന്ധവിശ്വാസത്തിലോ അനാചാരങ്ങളിലോ ചെന്നുപെടുകയില്ല. അതോടൊപ്പം മാനസികമായി നമുക്ക് ഒരു ആത്മവിശ്വാസം ലഭിക്കുകയും ഒരു താങ്ങും തണലും ലഭിക്കുകയും ചെയ്യുന്നു എന്നുകൂടി നമുക്ക് ബോധ്യപ്പെടുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസുകൾ പരിശോധിച്ചാൽ, ഖുർആനിൻ്റെ ആയാത്തുകൾ പരിശോധിച്ചാൽ, ഞാനിത് പറയാൻ വേണ്ടി വിചാരിച്ചത് സാധാരണ നിങ്ങളോട് പറയാറുള്ളത് പോലെ ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം വിശുദ്ധ ഖുർആൻ പതിവ് പോലെ ഓതുന്നതിനിടയിൽ ഓതി വന്ന സൂറത്തുകൾ, ആ സൂറത്തുകളിലൂടെ അല്ലാഹു തആല നമ്മോട് സംസാരിക്കുകയും പറഞ്ഞു തരികയും ചെയ്ത വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ അറിഞ്ഞോ അറിയാതെയോ മനസ്സുടക്കി നിന്നപ്പോൾ പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളുമായി പല കാര്യങ്ങളിലും സംസാരിക്കുകയും ബന്ധം പുലർത്തുകയും അവരുടെ സങ്കടങ്ങൾ കേൾക്കേണ്ടി വരികയും ചെയ്യുന്നതുമായി അതിനെ ചേർത്ത് വായിച്ചപ്പോൾ ഈ ക്ഷമയുടെ മാസത്തിൽ, റമദാനിൻ്റെ പുണ്യ പകലിൽ പരിശുദ്ധ ഖുർആനിൻ്റെ അനുയായികളായ മുസ്ലിം സമുദായത്തോട് അത്തരം ചില വിഷയങ്ങളൊക്കെ പറയണമെന്ന് ഖുർആൻ എന്നോട് പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം.
ഇന്ന് രാവിലെ ഞാൻ ഓതിയ അധ്യായങ്ങൾ ഓരോന്നും ഓതി വന്നപ്പോൾ അതിലൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളെ പറഞ്ഞു പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയങ്ങൾ. അതിലുപരിയായി എൻ്റെ മനസ്സിൽ ശ്രദ്ധേയമായൊരു വിഷയം, ഞാൻ ഓതിയ ഓരോ അധ്യായവും അതിൻ്റെ അവസാന ആയത്തെത്തി ആ അധ്യായത്തെ അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറയുന്നില്ലേ, തിരശ്ശീല വീഴുമ്പോൾ, കർട്ടൻ താത്തുമ്പോൾ, വളരെ ശ്രദ്ധേയമായ ഒരു വചനത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ സമുദായത്തിൻ്റെ, സമൂഹത്തിൻ്റെ മനസ്സിന് സമാധാനവും ശാന്തിയും പകർന്നുകൊണ്ട് പര്യവസാനിപ്പിക്കും പോലെ തോന്നി. സൂറത്ത് തൗബയാണ് ഞാൻ ഓതിയത്. സൂറത്ത് തൗബയ്ക്ക് ശേഷം സൂറത്ത് യൂനുസ്, സൂറത്ത് ഹൂദ്, സൂറത്ത് യൂസുഫ്. അവിടുന്ന് ഓതി സൂറത്ത് നഹലിലെത്തിയപ്പോഴും നിർത്തുന്നില്ല അള്ളാഹുവിൻ്റെ ഈ ഭാഷണ ശൈലി. സുബ്ഹാനല്ലാഹ്, കാരുണ്യവാനായ പടച്ചവൻ, അവൻ്റെ കരുണയാണല്ലോ ഈ ആദ്യത്തെ 10 ദിവസത്തിൽ നമുക്ക് വേണ്ടി വടിഞ്ഞൊഴുകിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവൻ്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ, അവൻ്റെ കാരുണ്യത്തിലേക്ക് നമ്മളെയൊക്കെ ചേർത്ത് വെക്കുകയും ചെയ്യുമാറാകട്ടെ. സൂറത്ത് തൗബയുടെ അവസാനത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സംബോധനയാണെങ്കിലും അത് സമൂഹത്തോടുള്ള സംബോധനയാണ്. പലജാതി വിഷയങ്ങളിൽ, പലജാതി കാര്യങ്ങളിൽ മനസ്സ് മടുക്കുകയും നിരാശ പൂണ്ടുപോവുകയും ചെയ്യുന്ന മനസ്സിനോട് സംബോധന ചെയ്തുകൊണ്ട് അല്ലാഹു പറയും പോലെയാണ്. ആളുകൾ ആക്ഷേപിക്കുമ്പോൾ, കുറ്റപ്പെടുത്തുമ്പോൾ, ആളുകൾ ചീത്ത പറയുമ്പോൾ, തെറി വിളിക്കുമ്പോൾ, എന്തെങ്കിലുമൊക്കെ ജീവിത പ്രയാസങ്ങളിൽ ചെന്ന് മുട്ടുമ്പോൾ, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ കടബാധ്യതകളിൽ കുടുങ്ങിയ ആളുകൾ, ജീവിതത്തിൻ്റെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പ്രത്യേക മാർഗങ്ങളൊന്നുമില്ലാതെ വെമ്പുന്ന, വ്യഥയുമായി വെപ്രാളപ്പെട്ട് നിൽക്കുന്ന മനസ്സുകൾ, അത്തരം മനസ്സുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആശ്വസിപ്പിച്ചുകൊണ്ടുള്ള ആയാത്തുകളുടെ അവസാനത്തിൽ ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ്, ആളുകളൊക്കെ നമ്മളെ വിട്ടൊഴിഞ്ഞു എന്ന് വിചാരിക്കുക. ഫഇൻ തവല്ലൗ, അവരൊക്കെ പിന്നോട്ട് പോയി എന്ന് പറഞ്ഞാൽ ആളുകളൊന്നും നമുക്ക് ആശ്രയം നൽകുന്നില്ല, ആരിലും നമുക്കൊരു അഭയം തേടാൻ കാണുന്നില്ല, ആരിലും ഒരു അത്താണി ലഭിക്കുന്നില്ല, ആരുമില്ല. അങ്ങനെ ഒരു മാനസികാവസ്ഥ ഉണ്ടായാൽ തന്നെ നീ പതറരുത്, നീ പേടിക്കരുത്. മാനസികമായി നീ നിരാശ പൂണ്ടുപോവുകയോ തളർന്നു പോവുകയോ വേണ്ട. ഫഖുൽ ഹസ്ബിയല്ലാഹ്, ആത്മവിശ്വാസത്തോടുകൂടി നിനക്ക് ഇങ്ങനെ പറയാം, ഫഖുൽ ഹസ്ബിയല്ലാഹ്, എനിക്ക് അല്ലാഹു മതി. അല്ലാഹു ഉണ്ടല്ലോ, ആരുമില്ലെങ്കിലും അല്ലാഹ് ഉണ്ടല്ലോ. പ്രിയമുള്ളവരെ, ആരുമില്ലെങ്കിലും അല്ലാഹു ഉണ്ടല്ലോ എന്നൊരു അടിയുറച്ച വിശ്വാസം നമുക്കുണ്ടായാൽ അതിലൂടെ അനുഭവിക്കാൻ കഴിയുന്ന ആത്മവിശ്വാസത്തിന്റെ ശക്തി ചില്ലറയല്ല. അതെങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നില്ല. അല്ലാഹു നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹ് ലാ ഇലാഹ ഇല്ലാ ഹുവ അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അദീം. ലാ ഇലാഹ ഇല്ലാ ഹു, അവനാണ് ആരാധ്യൻ, അവനല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് പറഞ്ഞാൽ ആരാധ്യനാകാൻ അർഹതയുള്ളവനായ അള്ളാഹുവാണ് എൻ്റെ കൂടെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ എൻ്റെ കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം എനിക്ക് അങ്കലാപ്പിൻ്റെ കാര്യമില്ല, ആശങ്കയുടെ ആവശ്യമില്ല. വഹുവ റബ്ബുൽ അർശിൽ അദീം, അവൻ അർശിന്റെ ഉടയവനാണ്. റബ്ബുൽ അർശിൽ അദീം, അർശിന്റെ ഉടയവനാണ്. അതിനപ്പുറത്തേക്ക് അവൻ്റെ കഴിവും ശക്തിയും കുദ്റത്തും എത്രത്തോളമാണെന്ന് എനിക്ക് പറയാൻ കഴിയുന്നില്ല. അള്ളാഹു, അവനാണ് എൻ്റെ ആരാധ്യൻ, അവനെയാണ് ഞാൻ പരമേൽപ്പിച്ചിരിക്കുന്നത്. ആരുമില്ലെങ്കിലും എല്ലാവരും പിന്തിരിഞ്ഞാലും എനിക്ക് ഹസ്ബി അല്ലാഹു, അള്ളാഹു ഉണ്ട്. അതിനുശേഷം സൂറത്ത് യൂനുസ് ആണ്. യൂനുസിന്റെ വചനങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല, യൂനുസ് നബി അലൈഹിസ്സലാമയുടെ ചരിത്രം തന്നെ നമുക്കറിയാമല്ലോ. ഒരു മനുഷ്യൻ പെട്ടുപോകാൻ സാധ്യതയുള്ള ജീവിത പ്രയാസത്തിന്റെ ഏറ്റവും വലിയ ആഴിക്കടലിൽ അകപ്പെട്ടു പോയ ഒരു അടിമയാണ് യൂനുസ് അലൈഹിസ്സലാം എന്ന ശീർഷകത്തിൽ പടച്ചവൻ സമൂഹത്തിന് പഠിപ്പിക്കുന്നത്. ചരിത്രം പറഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന വിഷയം പറയാൻ കഴിയില്ല, അതുകൊണ്ട് ഞാൻ ചരിത്രമൊന്നും പറയുന്നില്ല. മാത്രമല്ല, യൂനുസ് നബി അലൈഹിസ്സലാമയുടെയും യൂസുഫ് അലൈഹിസ്സലാമയുടെയും അയ്യൂബ് അലൈഹിസ്സലാമയുടെയും സുലൈമാൻ അലൈഹിസ്സലാമയുടെയും ഒക്കെ ചരിത്രം ഞാൻ അറിയുന്നതിനേക്കാൾ ഏറെ ഈ സദസ്സ് അറിയുന്നു എന്നെനിക്ക് ബോധ്യമുണ്ട്. അത്തരം ജീവിത പ്രയാസങ്ങളിൽ കുടുങ്ങിപ്പോയ, അകപ്പെട്ടുപോയ ഒരടിമയെ സംബന്ധിച്ചിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല അത് മാത്രമല്ല, അതല്ലാത്ത മറ്റൊരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് നമ്മളെ പറഞ്ഞു ബോധ്യപ്പെടുത്തിയിട്ട് ആ വിശുദ്ധ അധ്യായത്തെ അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപയോഗപ്പെടുത്തിയത് വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹു വഹുവ ഖൈറുൽ ഹാകിമീൻ. വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹു വഹുവ ഖൈറുൽ ഹാകിമീൻ. വത്തബിഅ മാ യൂഹാ ഇലൈക, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതമാണ്. ജീവിതത്തിൽ മാറി മാറി പല ജാതി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരും, പലതും കണ്ടുമുട്ടേണ്ടി വരും, സുഖവും ദുഃഖവും മാറി മാറി വരും, സന്തോഷവും സങ്കടവും ഒക്കെ മാറി മാറി വരും. അതൊക്കെ സാധാരണയാണ്, അതൊക്കെ പതിവാണ്. പക്ഷേ മുസ്ലിം എന്ന നിലയിൽ, മുഅ്മിൻ എന്ന നിലയിൽ, അടിയുറച്ച സത്യവിശ്വാസി എന്ന നിലയിൽ നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു നയമുണ്ട്, ഒരു ജീവിത ശൈലി. എന്താ ശൈലി? വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹ്. വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ ഹത്താ യഹ്കുമല്ലാഹു വഹുവ ഖൈറുൽ ഹാകിമീൻ. നിങ്ങളിലേക്ക് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധ വാക്യമുണ്ടല്ലോ, ദൈവിക സന്ദേശം, ഈ സുന്ദരമായ ജീവിത ദർശനം, ആ ദർശനത്തിലൂടെ നിങ്ങൾക്ക് പകർന്നു തന്നിട്ടുള്ളതൊക്കെ കൃത്യമായി പഠിക്കാൻ ശ്രമിക്കുക, പകർത്താൻ ശ്രമിക്കുക. നിങ്ങളുടെ ജീവിതം ക്ലിയർ ആണോ എന്ന് നിങ്ങൾ ആലോചിക്കുക. നിങ്ങളുടെ ജീവിതത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ക്ലിയർ ആക്കിക്കൊണ്ട് മുമ്പോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നോ? വത്തബിഅ മാ യൂഹാ ഇലൈക വസ്ബിർ. സ്വാഭാവികമായും ജീവിതമാണ്. ആ റോഡിലൂടെ നടക്കുമ്പോൾ ചിലപ്പോൾ കയറ്റമുണ്ടാകും, ചിലപ്പോൾ ഇറക്കമുണ്ടാകും, ചിലപ്പോൾ കട്ടറുണ്ടാവും, പലതും ഉണ്ടാവും, സാധാരണയാണ്. അതൊന്നും നോക്കണ്ട. വസ്ബിർ, ക്ഷമിച്ചോളുക. ഹത്താ യഹ്കുമല്ലാഹ്, ഹത്താ യഹ്കുമല്ലാഹ്. ഇതൊക്കെ കാണുന്നവനായ ഒരു പടച്ചവനുണ്ടല്ലോ. നിങ്ങളുടെ സുഖത്തെയും ദുഃഖത്തെയും മാറി മാറി അനുഭവിക്കുന്ന അവസ്ഥയിലെ ദുഃഖത്തെയും വേദനയും അനുഭവിക്കുന്നതൊക്കെ പടച്ചവൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവനൊരു വിധി കൊണ്ടുവരും, അവനൊരു തീരുമാനം കൊണ്ടുവരും. എന്നെങ്കിലും ഒരു സമാധാനത്തിന്റെയോ സന്തോഷത്തിന്റെയോ ഒരു വിധി അവൻ കൊണ്ടുവരും. അതുവരെ തൽക്കാലം നിങ്ങൾ വെയിറ്റ് ചെയ്യണം, കാത്തിരിക്കണം, ക്ഷമിക്കണം. ഹത്താ യഹ്കുമല്ലാഹു വഹുവ ഖൈറുൽ ഹാകിമീൻ. വിധി നിർണയത്തിന്റെ കാര്യത്തിൽ തന്ത്രപൂർവ്വം തത്വപൂർണമായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിൽ അള്ളാഹുവിനെ കവച്ചു വെക്കാൻ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല. അള്ളാഹു ഇതൊക്കെ കണ്ടുകൊണ്ടാണ്, അറിഞ്ഞുകൊണ്ടാണ് ഇതൊക്കെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം സൂറത്ത് ഹൂദാണ്. സൂറത്ത് ഹൂദ്, പ്രിയമുള്ള സഹോദരങ്ങളെ, ഓരോ ആയാത്തുകൾ അല്ലെങ്കിൽ ഓരോ അധ്യായങ്ങൾ, ഓരോ വരികൾ നമ്മൾ വായിക്കാൻ ശ്രമിക്കുമ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിയാറുകൾക്ക് മതം പഠിപ്പിക്കുകയല്ല ഖുർആനിലൂടെ. മതം പഠിപ്പിക്കുകയാണ് നമ്മൾ തെറ്റിദ്ധരിക്കരുത്. ഒരുപാട് മതങ്ങളുടെ ലോകത്ത് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഭാരതീയരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, വ്യത്യസ്ത മതങ്ങളും അതിന്റെ ആചാര്യന്മാരും ആചാരാനുഷ്ഠാനങ്ങളും ഒക്കെ കണ്ടുശീലമുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിലൊന്നാണ് വിശുദ്ധ ഖുർആനും വിശുദ്ധ ഇസ്ലാമും എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. യഥാർത്ഥത്തിൽ അള്ളാഹു അത്തരം ഒരു മതത്തെ പഠിപ്പിക്കാനല്ല ഖുർആൻ അവതരിപ്പിച്ചത്, മറിച്ച് നമ്മളുടെ മനസ്സിനെ വായിച്ചുകൊണ്ട് ജീവിതത്തെ പഠിപ്പിക്കാനാണ് പടച്ചവൻ വിശുദ്ധ ഖുർആനിനെ അവതരിപ്പിച്ചത്. നാം ഓരോരുത്തരുടെയും മനസ്സിന്റെ സുഖത്തെയും ദുഃഖത്തെയും സന്തോഷത്തെയും അതിന്റെ വേലിയേറ്റത്തെയും വേലിയിറക്കത്തെയും ഒക്കെ അളന്നു തൂക്കി അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആവശ്യാനുസരണമുള്ള മാർഗദർശനം നൽകുകയാണ്, മാർഗനിർദ്ദേശം നമ്മളുടെ മുമ്പിൽ സമർപ്പിക്കുകയാണ്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. അടുത്ത അധ്യായത്തെ അവസാനിപ്പിക്കുന്ന വചനം ആലോചിക്കൂ. കുറച്ചുകൂടി വിപുലമായ നിലയിൽ പ്രയാസപ്പെടുന്ന, ബുദ്ധിമുട്ടുന്ന, അലഞ്ഞു തിരിയുന്ന, അലക്ഷ്യമായ നിലയിൽ അത്താണി ലഭിക്കാതെ കറങ്ങി നടക്കുന്ന, വേദന തിന്നുന്ന അടിയാറുകൾക്ക് ആശ്വാസത്തിന്റെ ശക്തമായ ഭാഷയിൽ തണല് പകരുകയാണ് പടച്ചവൻ അടുത്ത അധ്യായത്തെ അവസാനിപ്പിക്കുന്ന വചനത്തിൽ. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു രോഗം വന്നപ്പോൾ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബാധ്യതയോ കഷ്ടപ്പാടോ ബുദ്ധിമുട്ടോ വന്നപ്പോൾ അത് അള്ളാഹു അറിയുന്നില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? അള്ളാഹു അറിയുന്നില്ലെന്നാണോ വിചാരം? അവൻ അറിയാതെയാണ് വന്നതെന്നാണോ നിങ്ങളുടെ തെറ്റിദ്ധാരണ? അങ്ങനെ വിചാരിക്കരുത്. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്. ആകാശഭൂമികളുടെ രഹസ്യങ്ങൾ പോലും അവൻ അറിയുന്നു, അവൻ്റേതാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവനാണ് അതൊക്കെ ഉണ്ടാക്കുന്നത്. ആകാശഭൂമികളിലുള്ള രഹസ്യങ്ങളെ പോലും അറിയുന്നവനും ഉണ്ടാക്കുന്നവനുമായ ഈ റബ്ബ് നിങ്ങളുടെ ഈ ചെറിയ ശരീരത്തിൽ, നിങ്ങളുടെ ഈ കൊച്ചു ശരീരത്തിൽ ഉണ്ടാകുന്ന എന്തെങ്കിലും ഒരു മാനസിക പ്രശ്നമോ ആരോഗ്യ പ്രശ്നമോ ശാരീരിക പ്രശ്നമോ ഇതൊന്നും അറിയുന്നില്ല എന്നാണോ നിങ്ങളുടെ തെറ്റിദ്ധാരണ? അങ്ങനെ വിചാരിക്കണ്ട. വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു. ഇതൊക്കെ അവൻ അറിയുന്നു എന്ന് മാത്രമല്ല, ഇതൊക്കെ ആത്യന്തികമായി ആലോചിക്കുമ്പോൾ അതൊക്കെ മടക്കപ്പെടുന്നതും
അവനിലേക്ക് തന്നെയാണ് വൈലൈഹി യുർജഉൽ അംറു കുല്ലുഹു. നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെ സംബന്ധിച്ച് ആലോചിച്ചാൽ, നിങ്ങൾ സ്വന്തമായി കൊണ്ടു നടക്കുന്ന ദുഃഖത്തെക്കുറിച്ചിട്ട് ആലോചിച്ചാൽ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആരോഗ്യ പ്രശ്നത്തെയോ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച് ആലോചിച്ചാലും, ഏതായിരുന്നാലും അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നുകൊണ്ട് വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ വൈലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാം പടച്ചവനിലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. വൈലൈഹി യുർജഉൽ അംറു കുല്ലുഹു. ആ വചനത്തിന്റെ അവസാനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, നിങ്ങൾ പടച്ചവനിൽ ഭരമേൽപ്പിച്ചു കൊള്ളുക. ഫതവക്കൽ അലൈഹി, നിങ്ങൾ പടച്ചവനിൽ ഭരമേൽപ്പിച്ചു കൊള്ളുക. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊന്നും അള്ളാഹു അറിയുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വേദനയോ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സുഖമോ എന്തായിരുന്നാലും അതൊന്നും പടച്ചവൻ അറിയുന്നില്ല എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊക്കെ പടച്ചവൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് അതിന്റെ ക്ലൈമാക്സിലേക്ക് എത്താൻ കാത്തു നിൽക്കുന്ന ഒരു റബ്ബ് നിങ്ങളോടൊപ്പമുണ്ട്. അവനിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് അനുസരണയോടുകൂടി നീങ്ങിയാൽ, ഞാൻ പറയുന്നത് പോലെ തന്നെ നടന്നാൽ ഭാവി നിങ്ങൾക്ക് അനുകൂലമാകും, നാളെ നിങ്ങൾക്കത് അനുഗ്രഹമായി മാറും എന്ന് അള്ളാഹു നമ്മളെ ആശ്വസിപ്പിക്കുകയാണ്. ഇത് സംബോധന ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ഭൂമി ലോകത്ത് ഏറ്റവും കൂടുതൽ പീഡനങ്ങൾക്കും വേദനകൾക്കും നൊമ്പരങ്ങൾക്കും മാനസിക ക്ലേശങ്ങൾക്കും വിധേയരാക്കപ്പെട്ടത് ഞാനാണെന്ന അവകാശവാദം ഉന്നയിച്ച മഹാനുഭവനാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഊദിതു ഫില്ലാഹ് വമാ ഊദിയ അഹദും മിസ്ലി വഉഖിഫ്തു ഫില്ലാഹ് വമാ ഉഖിഫ അഹദും മിസ്ലി. ഈ ഇരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഓരോരോ ദുഃഖങ്ങൾ പറയാനുണ്ടെങ്കിൽ, ഓരോരോ വിഷമങ്ങൾ അവതരിപ്പിക്കാനുണ്ടെങ്കിൽ, അത്തരം അവതരിപ്പിക്കാവുന്ന ദുഃഖങ്ങളുടെയും വിഷമങ്ങളുടെയും ഒക്കെ മുമ്പിൽ എൻ്റെ ദുഃഖത്തെ, എൻ്റെ പ്രയാസത്തെ, എൻ്റെ ബുദ്ധിമുട്ടിനെ അതിനോട് ചേർത്ത് വെച്ച് നിങ്ങൾ നോക്കിയാൽ തീർച്ചയായും നിങ്ങൾക്ക് ബോധ്യപ്പെടും, ഞാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചത്, ഞാനാണ് ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിച്ചത്, ഞാനാണ് ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ചത്. ഇത്രയുമേറെ ദുഃഖങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിച്ച നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംബോധന ചെയ്തുകൊണ്ടാണ് പടച്ചവൻ പറയുന്നത്, നബിയെ പേടിക്കരുത്, പതറരുത്, വിഷമിക്കരുത്, തളരരുത്, നിരാശപ്പെടരുത്. പ്രിയമുള്ളവരെ, അതിനുശേഷം നമ്മൾ ഓതുന്നത് സൂറത്ത് യൂസുഫാണ്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കഥ പറയുന്നത് പോലെ നമ്മളുടെ മനസ്സിനെ ചിത്രീകരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും അതിന്റെ പ്രയാസങ്ങളെയും അല്ലാഹു ചിത്രീകരിക്കുകയാണ്. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിം സമുദായം പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങൾ പറയുന്നുണ്ട്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു തആല കഥ പറഞ്ഞുകൊണ്ട് ആളുകൾക്ക് അതിന്റെ മർമ്മത്തിലൂടെ ചില പാഠങ്ങൾ പഠിപ്പിച്ചുവെങ്കിലും അബദ്ധവശാൽ മുസ്ലിം സമുദായം അതൊന്നും അറിയുകയും പഠിക്കുകയും ചെയ്യുന്നതിന് പകരം വേറെ എങ്ങോട്ടൊക്കെയോ പോവുകയാണ് ചെയ്തത്, വേറെ എവിടൊക്കെയോ കറങ്ങി നടക്കുകയാണ് ചെയ്തത്. അസ്ഹാബുൽ കഹ്ഫിന്റെ എണ്ണത്തിൽ തർക്കവിതർക്കങ്ങളിൽ സമയം പാഴാക്കിയ സമുദായത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ സൂറത്ത് യൂസുഫിനെ കുറിച്ചിട്ട് നമ്മൾ പറയുമ്പോഴും അത് പഠിക്കാനും അത് പറയാനും അത് കഥാപ്രസംഗമാക്കി മാറ്റാനും വെമ്പൽ കൊള്ളുന്ന സമുദായത്തെയും സമുദായ നേതൃത്വത്തെയും സംബന്ധിച്ച് പറയുമ്പോഴും അറിയേണ്ടതൊന്നും അറിയാൻ അവസരം ഒരുക്കി കൊടുത്തില്ല ഈ സമുദായത്തിന്. സൂറത്ത് യൂസുഫിന്റെ കഥകൾ ഒരു പക്ഷേ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായി കഥാപ്രസംഗ രൂപത്തിൽ പറയാൻ സമുദായത്തിന് ആളുകളുണ്ട്. അത് കേട്ട് തഴമ്പിച്ച നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂറത്ത് യൂസുഫിന്റെ ഇതിവൃത്തം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം, അല്ലേ? ആ കഥയുടെ പ്രമേയം എന്താണെന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ ഈ സമുദായം അറിഞ്ഞ സൂറത്ത് യൂസുഫ് അല്ല വാസ്തവത്തിൽ അള്ളാഹു സമൂഹത്തെ കേൾപ്പിക്കാൻ ഉദ്ദേശിച്ചത്. നമ്മളെന്താ സാധാരണ പറയാറുള്ളത് സൂറത്ത് യൂസുഫിനെ കുറിച്ച് പറയുമ്പം? യൂസുഫ് അലൈഹിസ്സലാം എന്ന ഭൂമി കണ്ടതിൽ ഏറ്റവും വലിയ സൗന്ദര്യവാനായ ഒരു പുരുഷൻ, അദ്ദേഹം എത്തിപ്പെട്ട മിസ്രിലെ രാജകൊട്ടാരത്തിലെ അന്തപുരത്തിലെ രാജ്ഞിയായി വാണരുളിയിരുന്ന സലേഖയുമായി, അല്ലെങ്കിൽ സലേഖയുടെ മനസ്സിൽ യൂസുഫുമായി ഉണ്ടായ ഒരു പ്രണയബന്ധത്തിന്റെ പ്രേമകഥയുടെ ഇതിവൃത്തത്തോടു കൂടിയാണ് പലപ്പോഴും സൂറത്ത് യൂസുഫ് എന്ന സുന്ദരമായ അധ്യായത്തെ സമുദായത്തെ കേൾപ്പിച്ചിട്ടുള്ളത് സമുദായത്തെ നേതൃത്വം. അതുകൊണ്ട് അത്തരം ദുരുദ്ദേശങ്ങളോടുകൂടി ഒന്നും അല്ല നമ്മൾ ഈ കാര്യങ്ങൾ പറയുന്നത്, ചില വസ്തുതകൾ ബോധ്യപ്പെടാനും മനസ്സിലാകാനും വേണ്ടി മാത്രമാണ്. വാസ്തവത്തിൽ സൂറത്ത് യൂസുഫ് എന്താണ്? പ്രിയമുള്ളവരെ, മാനസിക സംഘർഷം ഏറ്റവും വലിയൊരു പ്രശ്നമായി കൊണ്ടു നടക്കുന്ന ആധുനികന്റെ മുമ്പിൽ ടെൻഷൻ എന്ന് പറയുന്ന മരുന്ന് കണ്ടുപിടിച്ചിട്ടില്ലാത്ത വ്യാധിയെ ഒരു വലിയ പ്രയാസമായി കൊണ്ടു നടക്കുന്ന ആധുനികന്റെ മുമ്പിൽ ഒരുപാട് പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിർവാഹമില്ലാതെ നട്ടം തിരിയുന്ന പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പരിശുദ്ധനായ പടച്ചവൻ സൂറത്ത് യൂസുഫിലൂടെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്ന സുന്ദരമായ പ്രമേയങ്ങൾ അതിന്റെ അർത്ഥതലത്തിൽ തന്നെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഈ സമുദായം ഖൈറ ഉമ്മത്ത് എന്ന് പറയുന്നതിന്റെ അർത്ഥം ശരിയായ നിലയിൽ നമുക്ക് ആസ്വദിക്കാൻ കഴിയുമായിരുന്നു. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ് എന്നല്ലേ പറയുന്നത്?
ജനങ്ങൾ ഓരോരോ കാലഘട്ടങ്ങളിലും പെട്ടുപോകുന്ന പ്രതിസന്ധികളിൽ നട്ടം തിരിയുമ്പോൾ അവരുടെ മുമ്പിൽ ആത്മാഭിമാനത്തോടു കൂടി എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവരെ നേരായ വഴിയിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ട് നിയോഗിച്ചിരിക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ഉത്തമ സമുദായമാണ് നിങ്ങളെന്നാ ഖുർആൻ പറയുന്നത്, അല്ലേ? ജനങ്ങൾക്ക് വേണ്ടി ഓരോരോ കാലഘട്ടത്തിലും അതാത് കാലഘട്ടത്തിന്റെ സന്തതികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും അവർ നട്ടം തിരിയുമ്പോൾ ഉഖ്രിജത്തുൽ ലിന്നാസ്, അവർക്ക് വേണ്ടി അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്ന അവതാരമാണ് നിങ്ങൾ. അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളെ സംബന്ധിച്ച് പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിച്ചു കൊടുക്കേണ്ടത് നിങ്ങളാണ്. അഥവാ ഇന്ന് സുബഹി നമസ്കാരത്തിന് ശേഷം പതിവ് പോലെ ഖുർആൻ ഓതിയപ്പോൾ ഇത്രയും ചിന്ത എന്റെ മനസ്സിൽ വന്നെങ്കിൽ ഈ ഇരിക്കുന്ന നമ്മളൊക്കെ ഒത്തൊരുമിച്ചുകൊണ്ട് ആ വിശുദ്ധ വാക്യങ്ങളെ മുമ്പിൽ വെച്ചിട്ട് നമ്മളുടെ ബുദ്ധിയും ചിന്തയും അറിവും ആത്മാർത്ഥതയും ഇഖ്ലാസും തഖ്വയും അതിനകത്ത് ചെലുത്തിക്കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ സമൂഹം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ പൂർണ്ണ പരിഹാരമാവും. അതാണ് ഇസ്ലാമിൽ എല്ലാ പരിഹാരം ഉണ്ടെന്ന് പറയുന്നത്, ഖുർആൻ എല്ലാത്തിനും പരിഹാരമാണെന്ന് പറയുന്നത്. അള്ളാഹു മനസ്സിലാക്കാൻ എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് തരുമാറാകട്ടെ. സൂറത്ത് യൂസുഫിന്റെ മൊത്തത്തിലുള്ള പ്രമേയത്തെ പരിശോധിക്കാൻ ശ്രമിച്ചാൽ പ്രിയമുള്ളവരെ, അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ശീലിപ്പിക്കുന്നത് 3 തരത്തിലുള്ള സബറാണ്, ക്ഷമയാണ്. ചുരുക്കി പറയുകയാണ്, നേരമില്ലാത്തതുകൊണ്ട്. ആ ക്ഷമയെ അവലംബിക്കുക, ആ ക്ഷമയെ ശീലിക്കുക, ക്ഷമയെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, ക്ഷമയിലൂടെ കാര്യങ്ങളൊക്കെ വേണ്ടതുപോലെ ബോധ്യപ്പെട്ടുകൊണ്ട് മുമ്പോട്ട് നീങ്ങാനുള്ള ഒരു ശീലം മനുഷ്യരിൽ ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെയായാൽ ജീവിത പ്രയാസങ്ങളെ തരണം ചെയ്യുമ്പോൾ, ജീവിതത്തിൽ മാറി മാറി വരുന്ന സുഖദുഃഖങ്ങളെ അഭിമുഖീകരിക്കുമ്പോൾ പതറിപ്പോകാതെ മനുഷ്യകാലുകളെ പിടിച്ചു നിർത്താൻ സാധിക്കും എന്നാണ് പടച്ചവൻ ഈ അധ്യായത്തിലൂടെ സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സന്തതികൾ, അദ്ദേഹത്തിന് 11 മക്കളുണ്ടായിരുന്നു. 11 മക്കളിൽ ഒരു മകൻ. ആ മകനോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ്, മുഹബ്ബത്താണ്. അത് സാധാരണയാണ്. ചില മക്കളോട് അറിയാതെ മനസ്സിന്റെ ഉള്ളിൽ സ്നേഹം വന്നു പോകും. ആ മകനോട് സ്നേഹം വർദ്ധിക്കുന്നതിന് ഒരു പക്ഷേ നോക്കി നിൽക്കുന്നവർക്ക് കണ്ടാൽ തിരിയാത്ത നിലയിൽ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കാരണവുമുണ്ടായിരുന്നു. ഭാവിയിൽ പ്രവാചകനായി വരാൻ പോകുന്ന സൗന്ദര്യവാനായ മഹാനായ യൂസുഫ് അലൈഹിസ്സലാമയാണത്. വാപ്പയുടെ മനസ്സിൽ അങ്ങനെ ഒരു അമിത സ്നേഹം വന്നതിന്റെ പേരിൽ മനുഷ്യ സഹജമായി നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നമാണല്ലോ, ഒരാളോട് ആർക്കെങ്കിലും എന്തെങ്കിലും അടുപ്പം തോന്നിയാൽ ബാക്കിയുള്ളവരുടെ മനസ്സിൽ അസൂയ ഉണ്ടാവുക. ഞാനതാ പറഞ്ഞത്, ഒരു വ്യക്തിയുടെ ജീവിതത്തെയും കുടുംബ ജീവിതത്തെയും സമൂഹത്തിന്റെ പ്രശ്നത്തെയും ഒക്കെ വ്യക്തമായ നിലയിൽ സമഗ്രമായ രൂപത്തിൽ ഈ വിശുദ്ധ അധ്യായത്തിന്റെ ഉള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അടക്കം ചെയ്തിട്ടുണ്ട്. അതിനെ സമൂഹത്തിന് സമർപ്പിക്കുകയാണ് പടച്ചവൻ ചെയ്യുന്നത്. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. നമ്മളൊക്കെ അറിയുന്നത് പോലെ ഒരു മകനോടുള്ള സ്നേഹത്തിൽ വാപ്പയോടുള്ള ആ സ്നേഹത്തെ സംബന്ധിച്ച് അസൂയ പൂണ്ടപ്പോൾ സ്വന്തം സഹോദരങ്ങൾ ഈ സഹോദരനെ കൊണ്ടുപോയി പൊട്ടക്കിണറ്റിൽ ഇടാൻ തീരുമാനിക്കുന്നു, കൊലപ്പെടുത്താൻ തീരുമാനിക്കുന്നു. സ്വന്തം സഹോദരങ്ങൾ, കൂടപ്പറപ്പുകൾ ഒരു സഹോദരനോട് ചെയ്യുന്ന ക്രൂരകൃത്യത്തെ സാധാരണ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കാണുന്നതാണല്ലോ, നമ്മുടെ കുടുംബങ്ങളിലൊക്കെ കണ്ടുവരുന്നതാണ്. ആ അവസ്ഥാവിശേഷത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മുമ്പിൽ ആവരണം ചെയ്തുകൊണ്ട് പറഞ്ഞു പഠിപ്പിക്കുകയാണ്, കേൾപ്പിച്ചു തരികയാണ്. അതിലുള്ള പൊരുളുകളും അതിലുള്ള തത്വങ്ങളൊന്നും പറയില്ല, കാരണം അത് പറയാൻ ഇന്നത്തെ നമ്മുടെ വിഷയവുമായി ബന്ധമില്ലാത്തത് കൊണ്ട് സമയമില്ല. ചുരുക്കി പറഞ്ഞാൽ, ഒരു പിതാവിനെ സംബന്ധിച്ചിടത്തോളം തന്റെ പ്രിയപ്പെട്ട ഒരു പുത്രൻ തനിക്ക് നഷ്ടമാകുമ്പോഴുണ്ടാകുന്ന ദുഃഖം, ഒരു പ്രിയപ്പെട്ട പുത്രൻ തനിക്ക് നഷ്ടമാകുമ്പോഴുള്ള ദുഃഖം, അത് സാധാരണഗതിയിൽ പടച്ചവന്റെ തീരുമാനപ്രകാരം സ്വാഭാവിക മരണമാണെങ്കിൽ അത് അള്ളാഹുവിന്റെ വിധിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് സമാധാനപ്പെടാം. അങ്ങനത്തെ ഒരു സ്വാഭാവിക മരണവുമല്ല, പിന്നെയോ ക്രൂരമായ നിലയിൽ സ്വന്തം സഹോദരങ്ങളുടെ കൈകളെ കൊണ്ട് കൃത്രിമമായ നിലയിൽ മരണത്തിന് വിധേയനാക്കപ്പെടുന്നു. അതും കൂടെ അറിയുമ്പോൾ ആ വാപ്പാടെ മനസ്സിന് കുറച്ചും കൂടെ വിഷമം, കുറച്ചും കൂടെ ബുദ്ധിമുട്ട്. വാപ്പാക്ക് അറിയാം ഇത് മക്കള് പറയുന്നതൊക്കെ കളവാണ്. സൂറത്ത് യൂസുഫിന്റെ അർത്ഥം നിങ്ങൾക്കറിയുമല്ലോ. وجاءوا أباهم عشاء يبكون قالوا يا أبانا إنا ذهبنا نستبق وتركنا يوسف عند متاعنا فأكله الذئب وما أنت بمؤمن لنا ولو كنا صادقين. ഒരു സന്ധ്യ നേരത്ത് വാപ്പയുടെ അടുക്കിലേക്ക് മടങ്ങി വന്നു മക്കള്. യൂസുഫ് എന്ന ഈ പ്രിയപ്പെട്ട പുത്രനെ വിശ്വസിച്ചേൽപ്പിച്ച ഞങ്ങൾ കൂട്ടിക്കൊണ്ട് മടക്കിക്കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് പോയതാണ്. പക്ഷെ അവര് കള്ളക്കരച്ചിലും പ്രകടിപ്പിച്ചുകൊണ്ട് വാപ്പയുടെ മുമ്പിൽ എത്തിയിട്ട് പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഞങ്ങളുടെ സാധനങ്ങളുടെ അടുക്കൽ കാവൽക്കാരനായി ഇവനെ നിർത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയതേയുള്ളൂ. പെട്ടെന്ന് അതാ ഒരു ചെന്നായി വന്ന് അവനെ പിടിച്ചു കൊന്നു. തങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആട്ടിൻപറ്റത്തിൽ നിന്നും ഒരെണ്ണത്തിനെ അറക്കുകയും അലാ ഖമീസിഹി ബിദമിൻ കദിബ്, വാപ്പയുടെ അടുക്കലേക്ക് വന്ന ഈ മക്കള് യൂസുഫിന്റെ വസ്ത്രത്തെ ഊരി
തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഒരു ആടിനെ അറുത്ത് അതിന്റെ ചോര യൂസുഫിന്റെ വസ്ത്രത്തിൽ പുരട്ടിക്കൊണ്ടുവന്നു. ഇതൊക്കെ കാണുന്ന, ഇതൊക്കെ അറിയുന്ന, മനസ്സിലാകുന്ന, ബോധ്യപ്പെടുന്ന ഒരു പിതാവ് ഇതെങ്ങനെ സഹിക്കും? ഒരു പിതാവ് എങ്ങനെ സഹിക്കും? പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തിനാണ് ഇത്രയും വിശാലമായി ഒരു കഥ പറയുന്നത്? ഇരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട പല സഹോദരി സഹോദരന്മാരുടെയും ദുഃഖങ്ങൾ അറിഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അവർക്ക് ഈ തരത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളുടെ തിരോധാനത്തിൽ അല്ലെങ്കിൽ വേർപാടിലുണ്ടായ ദുഃഖം, വേർപാടിലുണ്ടായ അകാലത്തിൽ സംഭവിച്ച മരണം, അപകട മരണം, ആക്സിഡന്റുകൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം വിഷമങ്ങളിൽ നിന്നൊക്കെ നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അത്തരം പ്രയാസങ്ങളിൽ നിന്നൊക്കെ അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ പ്രതീക്ഷയോടുകൂടി നമ്മുടെ മക്കളെയോ നമ്മുടെ ഉറ്റവരെയോ ബന്ധുമിത്രാദികളെയോ ഒക്കെ പ്രഭാതത്തിൽ യാത്രയാക്കുന്ന നേരത്ത് സന്തോഷത്തോടുകൂടിയാണ് പിരിഞ്ഞത്. വൈകുന്നേരമാകുമ്പോൾ അതേ സന്തോഷവുമായി ജീവിതത്തിൽ എന്തെങ്കിലും സമ്പാദിക്കാൻ വേണ്ടി തിരിച്ചുപോയ ഈ കണവൻ മടങ്ങി വരും എന്നാണ് വിശ്വസിച്ചത്. പക്ഷേ മടങ്ങി വന്നപ്പോൾ യൂസുഫ് അലൈഹിസ്സലാമയുടെ മക്കൾ കൊണ്ടുവന്നതുപോലെ ആ മനുഷ്യന്റെ ജീവനുള്ള ശരീരത്തിന് പകരം ആ മനുഷ്യന്റെ ശരീരത്തിൽ അങ്ങുമിങ്ങുമായി പൊട്ടിപ്പൊളിയുകയും കുറെ ചില്ലും കഷ്ണവും ഒക്കെ കൊണ്ടുകയറുകയും ചെയ്ത, ചോര പുരണ്ട ഒരു വസ്ത്രത്തിൽ പൊതിഞ്ഞ, ആക്സിഡന്റിൽ മരിച്ച തന്റെ പ്രിയപ്പെട്ടവനാണ് വരുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എത്ര വിഷമമുണ്ടാവും? ഇന്നത് സാധാരണയാണല്ലോ. ആ ദുരന്തത്തിൽ മനസ്സ് നീറി നിൽക്കുന്ന മനസ്സുകൾക്ക് അല്ലാഹു തആല ആശ്വാസം പകരാനാണ് ഈ വിശുദ്ധ വാക്യത്തിലൂടെ ആ സംഭവത്തെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു കേൾപ്പിക്കുന്നത്. അല്ലാതെ ഒരു കഥ പറയാൻ വേണ്ടിയിട്ടല്ല. കഥ പറയാനാണെങ്കിൽ ഖുർആൻ ഷരീഫിന്റെ ശൈലി മാറണമായിരുന്നു. കഥയുടെ രൂപത്തിലല്ല ഖുർആൻ സംസാരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞല്ലോ, വിശദീകരിക്കാൻ തുടങ്ങിയാൽ ഓരോന്നും പറഞ്ഞു അങ്ങ് പോകേണ്ടി വരും. അല്ലാഹു തആല നല്ല നിലയിൽ നല്ല കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അമൽ ചെയ്യാനുള്ള തൗഫീഖ് തരുമാറാകട്ടെ. മഹാനായ യാക്കൂബ് അലൈഹിസ്സലാം എന്ന പിതാവിന്റെ മനസ്സിൽ ഒരു മകന്റെ വേർപാട് തീർത്ത ദുഃഖം തീരാത്തതാണ്, എത്ര വലുതാണ്. അതിനുശേഷം നമ്മൾ ചരിത്രത്തിൽ സൂറത്ത് യൂസുഫിൽ തന്നെ വായിച്ചിട്ടുള്ളതുപോലെ കുറച്ച് നാളുകൾക്ക് ശേഷം മറ്റൊരു പുത്രനുണ്ടായിരുന്നു, ബിന്യാമീൻ എന്ന പേരിൽ. ആ പുത്രനെയാണ് പിന്നീട് അദ്ദേഹം കൂടുതൽ സ്നേഹിച്ചത്. തന്റെ മക്കള് തന്ത്രപൂർവ്വം വാപ്പയിൽ നിന്നും ആ ബിന്യാമീനെയും കൂട്ടിക്കൊണ്ട് യാത്ര പോയി. ചരിത്രത്തിൽ നമ്മൾ വായിച്ചതുപോലെ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം യൂസുഫ് എന്ന ഇന്നത്തെ ഭരണാധികാരിയുടെ സന്നിധാനത്തിൽ തന്റെ ആ രണ്ടാമത്തെ മകനും പിടിക്കപ്പെട്ടു. 2 മക്കൾ നഷ്ടപ്പെട്ട ഒരു വാപ്പ, 2 മക്കൾ നഷ്ടപ്പെടുന്ന ഒരു വാപ്പയുടെ മനസ്സിന്റെ ദുഃഖം എത്രത്തോളമാണ്. ആ ദുഃഖത്തിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തുകൊണ്ട് സമൂഹത്തിന് മാതൃക പകർന്ന ക്ഷമാശീലനായ യാക്കൂബ് എന്ന മഹാനുഭവനെ പരിചയപ്പെടുത്തുകയാണ് അല്ലാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ തിരോധാനത്തിന് ശേഷം, ബിന്യാമീന്റെ തിരോധാനത്തിന് ശേഷം ബാക്കി എല്ലാവരും അവരുടെ മനസ്സിൽ നിന്നും ആ ചിന്തകളൊക്കെ മാറ്റി, ബാക്കിയുള്ളവരൊക്കെ ആ ചിന്തയിൽ നിന്നും വിട്ടകന്നു. അങ്ങനെയാണല്ലോ, നമ്മുടെ വീട്ടിലൊരു മരണം സംഭവിച്ചാൽ എല്ലാവരും കരയും. ആദ്യത്തെ ദിവസം ഒരുമിച്ച് കൂടുന്ന ആളുകളൊക്കെ സങ്കടം പ്രകടിപ്പിക്കും, സഹതാപം രേഖപ്പെടുത്തും. ഏകദേശം മയ്യത്ത് കുളിപ്പിക്കേണ്ട നേരമാകുമ്പോൾ ഏറ്റവും അടുത്ത ബന്ധുക്കളൊക്കെ ബോധക്ഷയരായി കിടക്കുകയാണ്. അവരെ ഒന്ന് പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പോലും പ്രയാസമാണ്. പക്ഷേ നാട്ടുകാരായി കടന്നു വരുന്ന പ്രമുഖരായ അല്ലെങ്കിൽ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ അവര് കരച്ചിലും വിഷമമൊന്നും ഇല്ലാതെ കാര്യകർത്തൃത്വത്തോടുകൂടിയ കർത്തവ്യ നിർവഹണം നടത്തുന്നവരായി എഴുന്നേറ്റ് നിൽക്കും. അവർക്ക് കരച്ചിലും ദുഃഖവും വിഷമവും ഒക്കെ കുറച്ച് മാറും. കാരണം എന്താ? അങ്ങനെയാണ് സാധാരണ പതിവ്. എന്നാൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ, ഏറ്റവും അടുത്ത ആളുകളുടെ ദുഃഖം സാധാരണഗതിയിൽ 2 ദിവസം 3 ദിവസമൊക്കെ നീണ്ടു നിൽക്കും. എന്നാൽ പ്രിയമുള്ളവരെ, സ്നേഹനിധിയായ നിലയിൽ ജീവിതത്തിന്റെ നല്ല നാളുകളൊക്കെ തമ്മിൽ പങ്കിട്ടുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്ന ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള വേർപാടാണെങ്കിലോ, നല്ല സ്നേഹം വെച്ചു വിളമ്പിയ മനസ്സിന്റെ ഉടമയായ പെണ്ണാണെങ്കിൽ, ഭാര്യയാണെങ്കിൽ, ആ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം 40 കഴിഞ്ഞാലും 4 മാസം കഴിഞ്ഞാലും പിന്നെയും 10 ദിവസം വിട്ടുപോയാലും മനസ്സിന്റെ ഉള്ളിൽ നിന്നും ആ ദുഃഖം വിട്ടുമാറുകയില്ല, സ്നേഹം സത്യമായിരുന്നുവെങ്കിൽ. ഇതുപോലെ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി, കുറെ കാലമായില്ലേ യൂസുഫ് പോയിട്ട്, കുറെ കാലമായില്ലേ മകൻ നഷ്ടപ്പെട്ടിട്ട്, ഇനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇനിയും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇനി ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് എന്താ കാര്യം? ഇനി ഇങ്ങനെ കരഞ്ഞിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, പോയത് പോയി, ഇനി എന്ത് ചെയ്യാനാണ് എന്ന ആളുകൾ അദ്ദേഹത്തോട് ഉപദേശിക്കാൻ ശ്രമിച്ചു. ആളുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തം മക്കൾ തന്നെ. ഖാല ബൽ സവ്വലത് ലകും അൻഫുസുകും അംറാ ഫസബറുൻ ജമീൽ അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ ഇന്നഹു ഹുവൽ അലീമുൽ ഹകീം. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയ ചില വൃത്തികേടുകൾക്കനുസരിച്ച് നിങ്ങൾ പ്രവർത്തിച്ചു, അതിന്റെ ദുരന്ത ഫലം ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഒരു കാര്യത്തെ സംബന്ധിച്ച് പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ്. അസല്ലാഹു അൻ യഅതിയനി ബിഹിം ജമീഅ, എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മക്കളെ ഒക്കെ അല്ലാഹു തആല എനിക്ക് മടക്കിക്കൊണ്ട് തരും എന്ന് എനിക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷ ഞാൻ കൈവെടിയുന്നില്ല.
ഈ അവസ്ഥ ബോധ്യപ്പെടാത്ത മക്കള് വാപ്പയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു പറഞ്ഞു, ഖാലൂ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ് ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. ഖാലൂ തല്ലാഹി തഫ്തഉ തദ്കുറു യൂസുഫ്. വാപ്പാ, ഇതെന്തായി കാണുന്നത്? തദ്കുറു യൂസുഫ് ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. കാലം എത്രയായി? മകൻ 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 യൂസുഫ് യൂസുഫ് എന്ന് പറഞ്ഞ് 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 നിങ്ങളുടെ ആയുസ് പാഴായി. ഇപ്പൊ കാണുന്നില്ലേ? ഹത്താ തകൂന ഹറദൻ ഔ തകൂന മിനൽ ഹാലികീൻ. അലിഞ്ഞലിഞ്ഞലിഞ്ഞലിഞ്ഞ് ഇല്ലാണ്ടായ പോലെയായി, ഉരുകി 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 തീർന്നത് പോലെയായി. ബാപ്പാ, ഇനിയും യൂസുഫ് യൂസുഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? യൂസുഫ് യൂസുഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? ഇനിയും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് എന്താ കാര്യം? പറഞ്ഞുകൊണ്ടിരുന്നിട്ട് യാതൊരു കാര്യവുമില്ല എന്ന അർത്ഥത്തിൽ മക്കൾ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്താനും നിരാശപ്പെടുത്താനും ശ്രമിച്ചപ്പോൾ മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ വചനം, قال إنما أشكو بثي وحزني إلى الله وأعلم من الله ما لا تعلمون. قال إنما أشكو بثي وحزني إلى الله. നിങ്ങൾക്കങ്ങനെ പലതും പറയാം, നിങ്ങൾക്കങ്ങനെ ഇട്ടിട്ട് പോവുകയും ചെയ്യാം, പക്ഷേ എനിക്കത് സാധിക്കൂലല്ലോ. ഇന്നമാ അഷ്കു ബത്തി വഹുസ്നി ഇലല്ലാഹ്. ഞാൻ എൻ്റെ മനസ്സിൻ്റെ ദുഃഖത്തെയും എൻ്റെ വേദനയെയും നൊമ്പരത്തെയും അള്ളാഹുവിനോട് മാത്രം ആവലാതിയായി ബോധിപ്പിക്കുന്നു. അവനോടല്ലാതെ വേറെ ആരോടാ ഞാൻ എൻ്റെ ദുഃഖം പറയുക? ആരോടും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, ആരോടും പറഞ്ഞിട്ട് യാതൊരു പ്രയോജനവുമില്ല. അവനോട് മാത്രം എൻ്റെ ദുഃഖത്തെയും എൻ്റെ വിഷമത്തെയും ആവലാതിയായി ഞാൻ ബോധ്യപ്പെടുത്തുകയാണ്. യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ ബനി യദ്ഹബൂ ഫതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാഹ് ഇന്നഹു ലാ യയഅസു മിൻ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. യാ ബനിയ, എൻ്റെ പൊന്നുമക്കളെ, ഇദ്ഹബൂ ഇദ്ഹബൂ, ഒന്നും കൂടെ ഒന്ന് പോയി നോക്ക്. വതഹസ്സസൂ മിൻ യൂസുഫ വഅഖീഹി വലാ തയഅസൂ മിൻ റൗഹില്ലാഹ്. ഇത്രയും പ്രാവശ്യം നിങ്ങൾ പോയി അന്വേഷിച്ചു, പരതി എന്നൊക്കെ അല്ലേ പറയുന്നത്? കൊല്ലം എത്രയായി എന്നറിയുമോ? കൊല്ലം ഒരുപാടായി. എന്നാലും മക്കളെ ഒന്നും കൂടെ പോയി നോക്ക്, ഒന്ന് അന്വേഷിച്ചു നോക്ക്. ഒരു പക്ഷേ എൻ്റെ റബ്ബ് എൻ്റെ മക്കളെ മടക്കിത്തരും. നിങ്ങൾ ഒരു കാരണവശാലും നിരാശപ്പെടണ്ട, ഒരു കാരണവശാലും നിരാശപ്പെടണ്ട. നിരാശപ്പെടുന്നത് വിശ്വാസികളായ നമുക്ക് പറ്റിയതല്ല. ലാ യഅസു മിർ റൗഹില്ലാഹി ഇല്ലൽ ഖൗമുൽ കാഫിറൂൻ. പ്രിയമുള്ളവരെ, ഇത് എനിക്കും നിങ്ങൾക്കുമുള്ള ഏറ്റവും വലിയ ഒരു സതുപദേശമാണ്. ഇന്ന് വേദന അനുഭവിക്കുകയും പ്രയാസപ്പെടുകയും ദുഃഖങ്ങൾക്ക് അടിമപ്പെടുകയും ഏതെങ്കിലും തരത്തിലുള്ള ജീവിത പ്രയാസങ്ങളിൽ കടന്ന് നട്ടം തിരിയുകയും ചെയ്യുന്ന മുഴുവൻ മുസ്ലിമീങ്ങൾക്കും വിശ്വാസികൾക്കുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്ന ഒരു ആശ്വാസത്തിന്റെ സന്ദേശമാണിത്, ശബ്ദമാണിത്. നിരാശപ്പെടണ്ട, ഒന്നും കൂടി ശ്രമിക്കൂ, ഒന്നും കൂടി ദുആ ചെയ്യൂ, ഇനിയും ദുആ ചെയ്തുകൊണ്ടേയിരിക്കുക, ഇനിയും പടച്ചവനോട് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ഖേദത്തെ അറിയും, നമ്മളുടെ വിഷമത്തെ അറിയും, അവൻ നമ്മളെ സഹായിക്കും. നിരാശപ്പെടണ്ട, നിരാശപ്പെടണ്ട. ഇത് കേട്ടപ്പോൾ നമ്മൾ ഖുർആൻ സൂറത്ത് യൂസുഫ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആ വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ടുള്ള യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഈ ശബ്ദങ്ങളൊക്കെ കേട്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ ഫലമ്മ ഫസലത്തിൽ ഈറു ഖാല അബൂഹും, ഫലമ്മ ഫസലത്തിൽ ഈറു എന്ന് പറയുന്നില്ലേ, ആ യാത്രാ സംഘങ്ങളോ അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിട്ടുപിരിഞ്ഞപ്പോൾ ഏറ്റവും ഉറ്റവരായി അറിയപ്പെട്ടിരുന്ന ആളുകളൊക്കെ അരികിൽ കൂടിക്കൊണ്ട് യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയോട് പറഞ്ഞു, നിങ്ങൾ ഇനിയും ഈ മനസ്സിൽ നിന്നും മാറിക്കൂടെ? അതിൽ തന്നെ ദുഃഖിച്ചുകൊണ്ട് വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞുകൂടുന്നത് എത്ര പ്രയാസകരമാണ്. ഇനിയെങ്കിലും നിങ്ങൾക്കൊന്ന് ഉണർന്നുകൂടെ? നമ്മളെ സാധാരണ ചില ആളുകളൊക്കെ ഉപദേശിക്കുന്നത് പോലെ ഉപദേശിക്കാൻ ശ്രമിച്ചു. അപ്പോഴും മഹാനായ യാക്കൂബ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, നിങ്ങൾക്കറിയാത്ത ചില കാര്യങ്ങൾ എനിക്കറിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടാത്ത ചില വിഷയങ്ങൾ പടച്ചവൻ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. അല്ലാഹു തആല വിചാരിച്ചാൽ ഇന്നത്തെ ഈ ദുഃഖം മാറും, നാളെ ഇതിന് പകരമായി സന്തോഷമുണ്ടാകും. അങ്ങനെ ഒരു സന്തോഷമുണ്ടാകാൻ ഇടയില്ല എന്ന ആളുകൾ വിശ്വസിച്ചിരിക്കുന്ന നേരത്ത് പോലും ആ വിശ്വാസത്തിലേക്ക് ചെന്നെത്താനാണ് യാക്കൂബ് എന്ന പ്രവാചക ശ്രേഷ്ഠർ അലൈഹിസ്സലാത്തു വസ്സലാം ആശിക്കുന്നത്. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനങ്ങളിലൂടെ നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്, നമുക്കുമുണ്ട് പ്രയാസങ്ങൾ, നമുക്കുമുണ്ട് ബുദ്ധിമുട്ടുകൾ, പലജാതി പ്രയാസങ്ങൾ, പലജാതി ബുദ്ധിമുട്ടുകൾ. പക്ഷെ ആ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടാകുമ്പോഴും നമ്മൾ നിരാശപ്പെടേണ്ട. ഇന്നല്ലെങ്കിൽ നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അതിനൊരു പര്യാവസാനം ഉണ്ടാക്കി തരും. നേരത്തെ ഓതിയ വിശുദ്ധ വാക്യങ്ങളിലൊക്കെ നമ്മളെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല പറഞ്ഞതും അത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ يا أيها الذين آمنوا استعينوا بالصبر والصلاة إن الله مع الصابرين. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനോട് സഹായം തേടണം. എങ്ങനെ തേടണം? ക്ഷമ കൊണ്ടും നമസ്കാരം കൊണ്ടും അള്ളാഹുവിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കണം. ആ അള്ളാഹു തആല നിങ്ങളെ സഹായിക്കും. അത്തരം ക്ഷമാശീലന്മാരോടൊപ്പമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉള്ളത്. ആ കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട.
യാ അയ്യുഹല്ലദീന ആമനു സ്ബിറു വസാബിറു വറാബിതു വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. ഇത് സൂറത്ത് ആല ഇമ്രാനിന്റെ അവസാനത്തെ വാക്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ഇസ്ബിറു, നിങ്ങൾ ക്ഷമ അവലംബിക്കുക, വസാബിറു വസാബിറു, ക്ഷമയിൽ ഒന്നുകൂടി ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ക്ഷമിക്കുക എന്ന് മാത്രമല്ല, ക്ഷമയിൽ ഒന്നുകൂടി ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. വറാബിതു, നിങ്ങൾ കെട്ടി ഒരുങ്ങി തയ്യാറെടുത്ത് നിന്നുകൊള്ളുക. വത്തഖുല്ലാഹ്, അല്ലാഹുവിനെ തഖ്വ ചെയ്യുകയും ചെയ്യുക. ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങളുടെ മാർഗത്തിൽ ഈ പറയുന്ന അവസ്ഥയിലൊക്കെ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. നിങ്ങൾ പാഴായി പോവുകയില്ല. സൂറത്ത് യൂസുഫിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിക്കുന്ന ഒരു ക്ഷമ ഇതാണ്. ഈ ക്ഷമയിൽ അടിയുറച്ചു നിന്ന മഹാനായ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ വിശ്വാസത്തെ അല്ലാഹു തആല പാഴാക്കിയില്ല. നമ്മളൊക്കെ അറിയുന്നത് പോലെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം മൂന്നാമത്തെ പ്രാവശ്യം വാപ്പയുടെ നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് മക്കള് മിസ്റിലേക്ക് പോയി. മിസ്റിൽ ഇന്ന് ഒരു ഭരണാധികാരി ക്ഷാമം ബാധിച്ച നാട്ടുകാർക്ക് സഹായം നൽകുന്നു, റേഷൻ നൽകുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടുന്ന് സഹായം ചോദിക്കാൻ വേണ്ടി പോയതാണ്. സഹായം ചോദിക്കാൻ വേണ്ടി മൂന്നാമത്തെ പ്രാവശ്യം മിസ്റിലേക്ക് മടങ്ങിപ്പോയി. ഇതിന്റെ ഇടയിൽ ഒരുപാട് കഥകളുണ്ട്. നിങ്ങൾ ഉറങ്ങിയത് കൊണ്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റാണ്ടായി പോയത്. ഞാൻ കുറെ പറഞ്ഞിരുന്നു അല്ലേ? ഉറങ്ങിയവർക്കൊന്നും കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? ഉറങ്ങിയത് കൊണ്ടാണ് ഇതൊന്നും കേൾക്കാൻ പറ്റാണ്ടായി പോയത്. നമ്മൾ മഹാനായ യാഖൂബ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ഒരു മകനെ കിണറ്റിൽ മറിച്ചിട്ട് മറ്റു സഹോദരങ്ങൾ കൊലപ്പെടുത്തിയ ചരിത്രവും അതിനുശേഷമുള്ള ചില്ലറ കാര്യങ്ങളൊക്കെ പറഞ്ഞുള്ളൂ. അതിന്റെ ഇടയിൽ നമ്മൾ ഉറങ്ങിയത് കൊണ്ട് കേൾക്കാണ്ടായി പോയ ഒരുപാട് സംഭവ വികാസങ്ങൾ ഉണ്ടായി. എന്തായിരുന്നു സംഭവ വികാസങ്ങൾ എന്ന് കൂടുതൽ വിശദീകരിക്കാൻ നേരമില്ലാത്തത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം ഈ കിണറ്റിൽ തള്ളിയിട്ട് കൊല ചെയ്യപ്പെട്ടു എന്ന് വിചാരിച്ച ആ കൊച്ചുകുട്ടി അള്ളാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ വളർന്നു വലിയ മനുഷ്യനായി എന്ന് പറയുമ്പോൾ ഇന്ന് ഒരു മഹാപ്രസ്ഥാനത്തിന്റെ അധിപനായി നിലകൊള്ളുകയാണ്. ഒരു സാമ്രാജ്യത്തിന്റെ ഭരണാധികാരിയുടെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് നടത്തുകയാണ്. യാഖൂബ് അലൈഹിസ്സലാമയുടെ മറ്റു മക്കളൊക്കെ വിചാരിച്ചത് ഞങ്ങളുടെ സഹോദരന്റെ ശല്യം എന്നേക്കും അവസാനിച്ചു, അവനെ ഇതാ ഞങ്ങൾ കിണറ്റിൽ തള്ളിയിട്ടു കൊലപ്പെടുത്തി എന്നാണ്. പക്ഷെ കൊലപ്പെടുത്തിയെന്ന് നിങ്ങൾ വിചാരിച്ച ആ മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊലപ്പെടുത്താൻ അനുവദിച്ചില്ല. മാത്രമല്ല, പൊട്ടക്കിണറ്റിൽ നിന്നും ആ മനുഷ്യനെ പിടിച്ചുപോയി ഉയർത്തി മിസ്ർ എന്ന് പറയുന്ന ഈജിപ്തിന്റെ ഭരണാധികാരിയായി ആ പീഠത്തിൽ കൊണ്ടുപോയി അല്ലാഹു ഇരുത്തുകയും ചെയ്തു. ഞാൻ സാധാരണ മാനസികമായ പ്രയാസങ്ങളും ദുഃഖങ്ങളും ഒക്കെ അലട്ടുന്ന സഹോദരങ്ങൾ സമീപിച്ചുകൊണ്ട് പ്രയാസങ്ങൾ പലതും പറയുമ്പോൾ ഈ സംഭവം പറയാറുണ്ട്. പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ ഹിക്മത്ത് ഒരുപക്ഷെ നമുക്കറിയില്ല. എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് അള്ളാഹു ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ നീക്കിക്കൊണ്ടു പോകുന്നത് എന്ന് നമുക്കറിയില്ല. കുതിബ അലൈക്കുമുൽ ഖിതാലു വഹുവ കുർഹുൽ ലക്കും അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. നിങ്ങളുടെ മേൽ നിയമമാക്കപ്പെട്ടിരിക്കുന്ന ഖിതാലിനെ സംബന്ധിച്ചിട്ട് പടച്ചവൻ പറഞ്ഞപ്പോൾ ഒരു തത്വം നിങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തു. അസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ അസാ അൻ തക്റഹു ശൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ശൈഅൻ വഹുവ ശർറുൽ ലക്കും. നിങ്ങൾക്ക് വേണ്ടി ഇഷ്ടപ്പെടുന്ന ചില കാര്യങ്ങൾ അത് പടച്ചവന്റെ ഇൽമിൽ നിങ്ങൾക്ക് ദോഷമായിരിക്കും, അത് നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്ക് വേണ്ടി വെറുക്കുന്ന ചില കാര്യങ്ങൾ അത് പടച്ചവന്റെ ഇൽമിൽ നിങ്ങൾക്കത് അനുഗ്രഹമായിരിക്കും. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അതൊക്കെ അറിയുന്നവൻ അല്ലാഹു മാത്രമാണ്. നിങ്ങൾക്കറിയില്ലല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നത്, നിങ്ങൾക്കറിയില്ല. നമുക്ക് എന്തിനെക്കുറിച്ച് മാത്രമേ വിവരമുള്ളൂ? വർത്തമാനകാല അനുഭവങ്ങളെക്കുറിച്ച് മാത്രമേ വിവരമുള്ളൂ. ഭൂതകാല അനുഭവത്തെ സംബന്ധിച്ചിട്ട് മാത്രമേ നമുക്ക് വിവരമുള്ളൂ. ഭാവിയെക്കുറിച്ച് അറിയാൻ പടച്ചവനല്ലാതെ വേറെ ആർക്കും സാധിക്കുകയുമില്ല. ഭാവിയെക്കുറിച്ച് അറിയാൻ അല്ലാഹുവിനല്ലാതെ മറ്റാർക്കും സാധ്യമേ അല്ല. അതുകൊണ്ട് വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ, നാളെ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് പടച്ചവനല്ലേ അറിയൂ. പ്രിയമുള്ളവരെ, മഹാനായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം എന്ന കൊച്ചു ബാലനെ സ്വന്തം സഹോദരങ്ങൾ നിർദ്ദയം ഒരു പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിടുന്ന കാഴ്ച കാണുന്നു എന്ന് വിചാരിക്കുക. കാഴ്ച കാണുന്നുവെന്ന് സങ്കല്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ്? സഹതാപമാണല്ലേ. ഓ, കഷ്ടമായി പോയി, കണ്ണിൽ ചോരയില്ലാത്ത ഈ സഹോദരങ്ങൾ, ആ കുഞ്ഞിന്റെ കാര്യം എത്ര ഖേദകരമാണ്, ആ കുഞ്ഞിന്റെ കാര്യം എത്ര സങ്കടകരമാണ് എന്നൊരു സഹതാപത്തിന്റെ ശബ്ദമാണ് നമ്മൾ പുറപ്പെടുവിക്കുന്നതെങ്കിൽ പ്രിയമുള്ളവരെ, ഒരു കാര്യം മനസ്സിലാക്കണം. മേലെ നോക്കിയിരിക്കുന്ന പടച്ചവൻ ഒരു പക്ഷേ നമ്മളുടെ ആ സഹതാപത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ ഒരു പുഞ്ചിരി തൂകുന്നുണ്ടാവും. നിനക്കെന്ത് തിരിഞ്ഞു? ഞാൻ എന്തിനാ യൂസുഫിനെ കിണറ്റിൽ തള്ളിയിടുന്നതെന്നറിയോ? ഞാൻ എന്തിനാ യൂസുഫിനെ കിണറ്റിൽ തള്ളിയിടാൻ തീരുമാനിച്ചതെന്നറിയുമോ? അറിയില്ല പടച്ചവനെ. എന്തിനാണെന്ന് വെച്ചാൽ മിസ്റിലെ രാജാവാക്കാൻ വേണ്ടിയാണ് ഞാൻ കിണറ്റിൽ തള്ളിയിടുന്നത്. എന്തിനാ ഞാൻ കിണറ്റിൽ തള്ളിയിടുന്നത്?
മിസ്രിലെ രാജാവാക്കാൻ വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, എത്ര രസകരമായ പടച്ചവന്റെ പഠിപ്പിക്കലാണിത്. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ, പടച്ചവനെ ഞങ്ങൾ പഞ്ചായത്ത് ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പാർലമെന്റ് ഇലക്ഷൻ കണ്ടിട്ടുണ്ട്, ഞങ്ങൾ പ്രധാനമന്ത്രിയുടെയും പ്രസിഡന്റിന്റെയും തെരഞ്ഞെടുപ്പ് കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ അറിവിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ആലോചിക്കുമ്പോൾ ഒരാളെ നാട്ടിലെ ഞങ്ങളുടെ ഇവിടുത്തെ സിസ്റ്റം അനുസരിച്ച് ആദ്യം അയാൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കണം, പിന്നെ പഞ്ചായത്തിൽ മത്സരിക്കണം, പഞ്ചായത്തിൽ നിന്ന് അസംബ്ലിയിലേക്ക് പോകണം, അസംബ്ലിയിൽ നിന്ന് പിന്നെ പാർലമെന്റിൽ മത്സരിക്കണം. അങ്ങനെ കുറെ കാലം മത്സരിച്ച് എവിടെല്ലാം മത്സരിക്കണം? പോളിംഗ് ബൂത്തിൽ മത്സരിക്കണം, സ്വന്തം കക്ഷികളോട് മത്സരിക്കണം, നാട്ടുകാരോട് മത്സരിക്കണം, പണക്കിഴികളോടും പണക്കെട്ടുകളോടും പണച്ചാക്കുകളോടും മത്സരിക്കണം. അങ്ങനെയൊക്കെ മത്സരിച്ചാണ് പ്രധാനമന്ത്രി കസേരയിൽ എത്തുന്നത്. നിന്റെ തെരഞ്ഞെടുപ്പ് എന്താ പടച്ചവനെ? ഇങ്ങനെ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ ആദ്യമായി കിണറ്റിൽ വീഴണമെന്നാണല്ലോ നീ പറയുന്നത്, അല്ലേ? പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കണമെങ്കിൽ ആദ്യമായി കിണറ്റിൽ തള്ളിയിടപ്പെടണം എന്ന് പറയുക. അള്ളാഹുവിന്റെ ഹിക്മത്ത് എത്ര നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞല്ലോ, സൂറത്ത് യൂസുഫ് സമൂഹത്തെ പഠിപ്പിക്കേണ്ടത് ഈ ഒരു അർത്ഥതലങ്ങളിലൂടെയാണ്. അള്ളാഹു നിശ്ചയിക്കുന്നത് നമുക്കറിയില്ല. വല്ലാഹു യഅലമു വഅൻതും ലാ തഅലമൂൻ. അള്ളാഹു അറിയുന്നു, നിങ്ങൾക്കറിയില്ല. അള്ളാഹു അറിയുന്നു, നിങ്ങൾക്കറിയില്ല. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെയും ഖിളർ അലൈഹി സ്വലാമയുടെയും സംഭാഷണത്തെ നമുക്ക് പറഞ്ഞു തന്നില്ലേ? സംഭാഷണത്തെ നമുക്ക് പറഞ്ഞു. അവർ തമ്മിൽ കണ്ടുമുട്ടി കുറച്ചു ദൂരം യാത്ര ചെയ്യുകയും ആ യാത്രയിലുണ്ടായ ചില അനുഭവങ്ങളെ അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരികയും ചെയ്യും. അതും നമ്മൾ കഥ പറയുന്നത് പോലെ പറയലാണ് പതിവ്, കഥ പറയുന്നത് പോലെ കേൾക്കണാണ് പതിവ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ തർക്കം എന്താണെന്നറിയാം? ഇന്നലെ നമ്മൾ പറഞ്ഞതുപോലെ ഖിളർ നബി ജീവിച്ചിരിപ്പില്ല എന്നാണ്, അല്ലേ? നമ്മുടെ തർക്കം അതിലാണ്. ഖിളർ നബി എവിടെയാണ് ഉള്ളത്? അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഡ്രസ്സ് കിട്ടാൻ വല്ല മാർഗം ഉണ്ടോ എന്നാണ് നമ്മുടെ ചിന്ത. നമ്മൾ ആലോചിച്ച് നോക്കും. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ചില തത്വങ്ങളും ചില ചിന്താശകലങ്ങളും മാത്രമാണ്. അള്ളാഹു മനസ്സിലാക്കി തരുമാറാകട്ടെ. മഹാനായ ഖിളർ അലൈഹി സലാമയും മൂസ അലൈഹി സലാമയും തമ്മിലുള്ള കണ്ടുമുട്ടലും ആ കണ്ടുമുട്ടലിൽ നടന്ന ചില സംഭവ വികാസങ്ങളുമൊക്കെ സൂറത്തുൽ കഹ്ഫിന്റെ വരികളിലൂടെ പടച്ചവൻ നമുക്ക് വിശദീകരിച്ചിരുന്നത് എന്തിനാണ്? ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ ഖാല ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ. എല്ലാ വെള്ളിയാഴ്ചയും ഓതിശീലമുള്ള ഈ വചനങ്ങൾ ഒരുപക്ഷെ ഞാൻ ഓതുമ്പോൾ തന്നെ നിങ്ങൾക്കും ഓർമ്മ വരുന്നുണ്ടാകാം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം നബിയാണ്. പടച്ചവന്റെ നിർദ്ദേശപ്രകാരം ഒരു ദൂരെയുള്ള പ്രദേശത്തേക്ക് പോകുന്നു, ഒരാളെ കണ്ടെത്തുന്നു, വിജനമായ സ്ഥലത്തിരിക്കുന്ന ആ മനുഷ്യനെ കണ്ടെത്തുന്നു. കണ്ടെത്തിയതിനു ശേഷം മൂസ അലൈഹി സ്വലാം ചോദിക്കുന്നു, ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. നിങ്ങൾക്ക് പടച്ചവൻ പ്രത്യേകമായി പഠിപ്പിച്ചു തന്നിരിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലോ, ചില രഹസ്യങ്ങൾ, അതൊക്കെ എനിക്കും കൂടെ പഠിപ്പിച്ചു തരാൻ വേണ്ടി ഞാനും നിങ്ങളൊപ്പം കൂടട്ടെ എന്ന് ചോദിക്കുന്നു മൂസ അലൈഹി സ്വലാത്തു വസ്സലാം. മൂസ അലൈഹി സ്വലാമയുടെ ഈ ചോദ്യത്തിന് മറുപടിയായി മഹാനായ ഖിളർ അലൈഹി സ്വലാം പറയുന്നു, ഇല്ല, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇന്നക ലൻ തസ്തതിഅ മഅയ സബ്റാ, നിനക്ക് എന്നെ ഒന്നിച്ചിട്ട് ക്ഷമയോടുകൂടി കൂടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം എന്താ? നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ രാജാവാക്കാൻ വേണ്ടി ആരെയെങ്കിലും തീരുമാനിച്ചാൽ ആദ്യമായി അവന്റെ കഴുത്തെ പിടിച്ച് ഞാൻ കിണറ്റിലിടും. അന്നേരം നീ എന്നോട് ചോദിക്കും, ഇതെന്ത് പണിയെടുക്കുന്നത്, അല്ലേ? അതുകൊണ്ട് നിനക്ക് എന്നോട് കൂടാൻ പറ്റൂല. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആലോചിച്ചു പോയി. ഞാൻ പറഞ്ഞല്ലോ, ഇന്നത്തെ രാവിലത്തെ ഖുർആനോദലിൽ നിന്നാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചത്. ഞാൻ ആലോചിച്ചു പോയി. അലാ ഉല്ലിംത ഖാല ലഹു മൂസ ഹൽ അത്തബിഉക അലാ അൻ തുഅല്ലിമനി മിമ്മാ ഉല്ലിംത റുഷ്ദാ. നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്ന അഥവാ പടച്ചവന്റെ സന്നിധിയിൽ നിന്നും അല്പം മാത്രമായി നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഇൽമിന്റെ രഹസ്യ അറകളിലേക്ക് കടന്നു ചെല്ലാനുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനും കൂടെ കൂടിക്കോട്ടെ. ഒരടിമയ്ക്ക് പടച്ചവൻ കൊടുത്തിരിക്കുന്ന ഒരറിവിന്റെ പേരിൽ അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ ഹിക്മത്ത് പോലും ബാക്കിയുള്ള അടിമകൾക്ക് ബോധ്യപ്പെടൂല എന്ന് പറയുമ്പോൾ ഈ ലോകത്തെ മുഴുവൻ പടച്ചു പോറ്റി പരിപാലിക്കുന്നവനായ റബ്ബ്, അല്ലേ? നിങ്ങൾക്ക് മുഴുവനായി പടച്ചവൻ തന്നിരിക്കുന്ന ഇൽമ് വളരെ തുച്ഛമായതാണെന്ന് പടച്ചവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ ഇൽമിന്റെ ഉടയവനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് തന്നാൽ, പ്രയാസം തന്നാൽ, വിഷമം തന്നാൽ നമ്മൾ വിചാരിക്കേണ്ട അത് നമ്മളെ നശിപ്പിക്കാൻ വേണ്ടിയാണെന്ന് വിചാരിക്കേണ്ട. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ഹിക്മത്ത് അല്ലാഹു കാണുന്നുണ്ടാകാം. നമ്മൾ പതറരുത്, നമ്മൾ ഉറച്ചു നിൽക്കണം. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിർബന്ധത്തിന് വഴങ്ങി ഖിളർ അലൈഹി സ്വലാം അദ്ദേഹത്തിനെ കൂട്ടത്തിൽ കൂട്ടി കുറച്ചു ദൂരം അങ്ങോട്ട് പോയപ്പോൾ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ഹത്താ ഇദാ റകിബാ ഫിസ് സഫീനതി. അവർ രണ്ടുപേരും ആദ്യമായി യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പലിൽ കയറി. കപ്പലിൽ കയറിയപ്പോൾ സാധാരണ അങ്ങനെയാണല്ലോ, പോകുന്ന ഒരു കപ്പൽ കൈകാട്ടി നിർത്തി ഞങ്ങളും കൂടെ കയറട്ടെ എന്ന് ചോദിച്ചു. അവർ സന്തോഷത്തോടു കൂടി ഒരു ലിഫ്റ്റ് കൊടുത്തതാണ്. കയറിയിരുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി കയറ്റിയിരുത്തി കുറച്ചു ദൂരം അങ്ങോട്ട് പോകേണ്ട താമസം ഖിളർ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധം എടുത്തുകൊണ്ട് കപ്പലിന്റെ ഓരോ മൂലയ്ക്ക് ഇങ്ങനെ തട്ടിമുട്ടി പൊട്ടിക്കാൻ തുടങ്ങി. ഇത് കണ്ടപ്പോൾ മൂസ അലൈഹി സ്വലാമിക്ക് ദേഷ്യം വന്നു. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം കൈക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എന്തായി കാട്ടുന്നത്? നമ്മൾ നടക്കാനും അല്ലെങ്കിൽ യാത്ര ചെയ്യാനും വഴിയില്ലാതെ നിൽക്കുന്ന സമയത്ത് കൈകാട്ടി ഒരു ലിഫ്റ്റ് ചോദിച്ച് കയറിയിരുന്നിട്ട് അവരോട് നമ്മളിങ്ങനെ നന്ദികേട് കാണിക്കാൻ പാടുണ്ടോ? പാടില്ലല്ലോ.
ഉടനെ ഖിളർ അലൈഹിസ്സലാം പറഞ്ഞു, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഞാൻ നീയും തമ്മിൽ യോജിക്കാൻ സാധ്യതയില്ല, അതുകൊണ്ട് നമുക്ക് പിരിയാം, ഒന്നിച്ച് മുമ്പോട്ട് പോകുക പ്രയാസമാണ്. പ്രിയമുള്ളവരെ, ഞാൻ സംഭവം പറയാൻ ഉദ്ദേശിക്കുകയല്ല. മഹാന്മാരായ ആ നബിമാര് മുമ്പോട്ട് നടന്നു നീങ്ങി പിന്നീട് സംഭവിച്ച സംഭവങ്ങളൊക്കെ നമ്മൾക്ക് ഖുർആൻ പറഞ്ഞു പഠിപ്പിക്കുന്നത്, മനസ്സിലാക്കി തരുന്നത്. അവരൊരു നാട്ടിൽ പോയി. ആ നാട്ടുകാരോട് ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങൾ ഇങ്ങനെ ആരാൻ്റെ കപ്പലിനകത്ത് കയറി ഇവിടെ എത്തിയതാണ്, ഇവിടെ ഞങ്ങൾക്ക് പരിചയക്കാരൊന്നുമില്ല, നിങ്ങൾ ഞങ്ങൾക്ക് എന്തെങ്കിലും സഹായം തരണം, നാട്ടിൽ ഞങ്ങളെ അതിഥിയായി സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവർ സ്വീകരിച്ചില്ല. പോടോ എന്ന് പറഞ്ഞു, പുറത്തേക്ക് പോകും. ആട്ടിപ്പുറത്താക്കിയ ഈ നാട്ടുകാരോട് ഖിളർ അലൈഹിസ്സലാം എന്താ ചെയ്തത്? നടന്നു പോകുന്ന, വിഷമിച്ച് പ്രയാസപ്പെട്ട് വെള്ളം പോലും കൊടുക്കാതെ തിരിച്ചയക്കുന്ന ആ നാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു മതിൽ വീഴാൻ പോകുന്നു, ഒരു കടങ്ങ് പൊളിയാൻ പോകുന്നു. ഇത് കണ്ടപാട് മൂസാ നബീനെ നിർത്തിയിട്ട് പറയും, വാ നമുക്ക് വേഗം പണിയെടുത്തിട്ട് ഈ മതിൽ നന്നാക്കാം, അല്ലേ, ഈ കടങ്ങ് നന്നാക്കാം. അപ്പൊ മൂസാ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു, ഇത് തന്നെയാണ് ഭ്രാന്ത് എന്ന് നമ്മൾ പറയുന്നത്. ഉപകാരം ചെയ്ത മനുഷ്യരുടെ ആ കപ്പൽ പൊളിച്ചു, ഒരു തുള്ളി വെള്ളം പോലും തരാണ്ട് നമ്മളെ ആട്ടിപ്പായിക്കുന്ന ഈ നാട്ടുകാരുടെ പൊളിയാൻ പോകുന്ന മതിൽ ഉണ്ടാക്കി കൊടുക്കാൻ പോകുന്നു, അല്ലേ, ഉണ്ടാക്കി കൊടുക്കാൻ പോകും. പ്രിയമുള്ളവരെ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ചില വിഷയങ്ങളുണ്ട്. മഹാനായ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് മനസ്സിലാകാത്ത ചില ഹിക്മത്തുകൾ. ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇത്തരം പൊളിച്ചിലുകൾ, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പൊളിച്ചിലുണ്ടല്ലോ, ഒരുപാട് മാനസിക തകർച്ചകളുണ്ട്, മാനസിക സംഘർഷങ്ങളുണ്ട്. ഇത്തരം സംഘർഷങ്ങളൊക്കെ പുറത്തുനിന്ന് കാണുന്ന എനിക്കും നിങ്ങൾക്കും ഉണ്ടാകുന്ന വികാരം സഹതാപമാണ് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് ഉണ്ടായതുപോലെ. എന്നാൽ ഖിളർ എന്ന മഹാനുഭവന് ആ വിഷയത്തിൽ അള്ളാഹു കൊടുത്ത ഇൽമിന്റെ അടിസ്ഥാനത്തിൽ വരാൻ പോകുന്ന ഭാവിയെ കുറിച്ചിട്ട് അല്പജ്ഞാനമുള്ളത് കൊണ്ട് അദ്ദേഹം ആ അറിവോടുകൂടിയാണ് അതൊക്കെ ചെയ്യുന്നത്. എന്നാൽ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ഭൂമിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അവന്റെ അധികാര വലയത്തിൽ അവൻ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, ആ രംഗത്ത് നമുക്ക് ചിലപ്പോൾ സഹതാപം തോന്നിയാലും സഹതാപം തോന്നേണ്ട കാര്യമൊന്നുമില്ല. അതിന്റെ പിന്നിൽ അള്ളാഹു എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മൂന്നാമത്തെ സംഭവത്തിൽ മഹാന്മാരായി രണ്ടാളുകൾ നടന്നു പോകുന്ന വഴിയിൽ രണ്ട് കൊച്ചുകുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കൊച്ചുകുട്ടികളെ കാണേണ്ട താമസം ഖിളർ ഓടിപ്പോയി ആ രണ്ട് കൊച്ചുകുട്ടികളെയും പിടിച്ചു, അവരുടെ കഴുത്ത് ഞെരിച്ചു പിടിച്ചു ഒടിച്ചു കളഞ്ഞു, കൊലപ്പെടുത്തി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ എൻ്റെ പ്രിയമുള്ളവരെ. ഞാൻ നിങ്ങൾ പഠിക്കേണ്ടത്, നമ്മൾ പറയാറില്ലേ, പടച്ചവനെ എത്ര നല്ല കുടുംബമായിരുന്നു, എത്ര നല്ല ചെറുപ്പക്കാരനായിരുന്നു, ആർക്കും ഒരു ഉപദ്രവമില്ല, ആർക്കും ഒരു വിഷമവും ഇല്ല, ആർക്കും ഒരു പ്രയാസം ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ഇത്ര ട്രാജഡി ഉണ്ടായത് നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ഞാൻ ഉദാഹരണം പറയാത്ത എന്താ അറിയോ, ഒരു പക്ഷേ എന്നോട് അത്തരം മാനസിക വിഷമങ്ങൾ ഒറ്റയ്ക്കിരുന്ന് സ്വകാര്യമായി പങ്കുവെച്ച ഒരുപാട് സഹോദരങ്ങളുടെ കണ്ണുനീരിന് ഞാനും സാക്ഷിയായിട്ടുണ്ട്, ഞാനും പങ്കാളിയായിട്ടുണ്ട്. ഒരു പക്ഷേ ഞാൻ അതൊക്കെ ആവർത്തിച്ചാൽ ചിലപ്പോൾ എൻ്റെ ഏതെങ്കിലും സഹോദരങ്ങളുടെ മനസ്സിന് ബുദ്ധിമുട്ടുണ്ടാകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൂക്ഷിക്കുന്നത്. പലർക്കും എന്നെക്കുറിച്ച് അങ്ങനെ ഒരു പരാതിയുണ്ട്, പക്ഷേ അതെൻ്റെ ഒരു ബലഹീനതയാണ്. ഞാനത് സദസ്സിൽ പറയുമ്പോൾ ആരുടെയെങ്കിലും മനസ്സിന് നൊമ്പരമുണ്ടാകുമോ എന്ന ഭയപ്പാടുള്ളത് കൊണ്ട് ഞാൻ അനുഭവങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. എത്രയോ സഹോദരങ്ങൾ, എത്രയോ സഹോദരിമാര് അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടാകാവുന്ന ദുഃഖങ്ങളെ കുറിച്ചിട്ട് അവർക്ക് മാനസിക വിഷമമാണ്, നമുക്കതറിയുമ്പോൾ താങ്ങാൻ കഴിയുന്നില്ല. നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത് മൂസ അലൈഹിസ്സലാമയുടെ സാന്നിധ്യത്തിൽ ഖിളർ ചെയ്ത ഈ കർമ്മത്തെക്കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. രണ്ട് കൊച്ചുകുട്ടികൾ അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിച്ച് മുറുക്കി കൊലപ്പെടുത്തുന്നത് കണ്ടിട്ട് മേലോട്ട് നോക്കുക. മൂസ അലൈഹിസ്സലാമയോട് പറഞ്ഞു, ഇനി ഞാനും നീയും ഒന്നിച്ചു പോകുന്ന പ്രശ്നമേ ഇല്ല, നമ്മൾ തമ്മിൽ പിരിയുന്ന സമയത്ത് ഒരു ചില കാര്യങ്ങൾ നിനക്ക് ഞാൻ ബോധ്യപ്പെടുത്തി തരാം. എന്തിനാണ് ഞാൻ ആ കപ്പൽ പൊളിച്ചതെന്ന് നിനക്കറിയാവോ? فكانت لمساكين يعملون في البحر فأردت أن أعيبها وكان وراءهم ملك يأخذ كل سفينة غصبا. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ എല്ലാ വെള്ളിയാഴ്ച ദിവസവും ഈ ഖുർആനിന്റെ അധ്യായത്തെ ഓതണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി കൽപ്പിച്ചിരിക്കുന്നത് വെറുതെ അല്ല. ഈ സംഭവങ്ങളൊക്കെ നല്ല നിലയിൽ ഓർമ്മയോടെ വായിക്കാൻ കഴിയുന്ന സമുദായം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും വായിക്കുമെങ്കിൽ പിന്നെ മനസ്സുകൊണ്ട് നിരാശപ്പെടൂലല്ലോ, ജീവിത പ്രയാസത്തിൽ താളം തെറ്റിപ്പോവുകയില്ലല്ലോ, അന്ധവിശ്വാസങ്ങളിലേക്കും അനാചാരങ്ങളിലേക്കും പോയി എത്തുകയില്ലല്ലോ. ഈ സമുദായത്തെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടാണ് അള്ളാഹു താല ഇതൊക്കെ നമ്മളെ കൊണ്ട് ഓദിക്കുന്നത്, പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ബോധ്യപ്പെടുത്തി തരുമാറാകട്ടെ. ഞാൻ ആ കപ്പൽ പൊളിച്ചപ്പോൾ നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നിയെങ്കിൽ ഈ കപ്പൽ പൊളിച്ചത് അവരോടുള്ള ഉപകാരം എന്ന നിലയിലാണ്. ഈ കപ്പൽ ഞാൻ പൊളിക്കുന്നത് അവരോടുള്ള ഉപകാരം എന്ന നിലയിലാണ്. അവർക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല, ഈ ബഹറിലൂടെ സഞ്ചരിക്കുന്ന കപ്പല് കാത്തുനിന്ന് പിടിച്ചെടുക്കുവാനും അതിനെ അപഹരിക്കുവാനും ആളുകൾ കാത്തു നിൽക്കുന്നു. ഒരു രാജാവുണ്ട് കുറച്ചപ്പുറത്ത്, അയാൾ കാത്തു നിൽക്കുകയാണ് ഈ കപ്പലിനെ കാണാൻ വേണ്ടി. കണ്ടുമുട്ടിയാൽ ഉടനെ അയാൾ ഈ കപ്പൽ പിടിച്ചെടുക്കും. കപ്പൽ പിടിച്ചെടുക്കുന്നതിന് മുമ്പ് അയാളുടെ ഉത്തരവാദപ്പെട്ട ആളുകൾ കപ്പലിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു പരീക്ഷണം നടത്തും. ഇതിന് ഐബ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും, കുറവോ കുറ്റോ എന്തെങ്കിലും ഉണ്ടോ. എന്തെങ്കിലും കുറവുകൾ ഉള്ളതാണെങ്കിൽ പോടാ, അത് നമുക്ക് വേണ്ടാന്ന് പറയും, എടുത്തോണ്ട് പോ,
അല്ലേ? നമുക്ക് വേണ്ട, രാജാവിന് നല്ല കപ്പലുകൾ മാത്രം മതി. ഈ കാര്യം ഞാൻ അറിഞ്ഞപ്പോൾ ഈ സാധുക്കളായ നമ്മളെ സഹായിച്ച ആളുകളുടെ കപ്പൽ രക്ഷപ്പെടട്ടെ. കപ്പൽ രക്ഷപ്പെടുമല്ലോ, രക്ഷപ്പെടുന്ന കപ്പലിൽ ചെറിയ എന്തെങ്കിലും ഒരു തുളയോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഡാമേജോ ഉണ്ടെങ്കിൽ അത് പിന്നെ നന്നാക്കാലോ. അതാണ് ഞാൻ വിചാരിച്ചത്. മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു ആലം. ഉറങ്ങുന്നവർക്ക് മനസ്സിലാവുമോ? ഉറങ്ങാത്തവർക്ക് തന്നെ ബോധ്യപ്പെടാത്ത വിഷയങ്ങളാണ്. ഇത്രയും കാലമായി ഖുർആൻ ഓതിയിട്ട് നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല. ഇനിയും മനസ്സിലാകാതെ പോയാൽ എത്ര വലിയ നിരാശയാണ്. അല്ലാഹു തആല നമുക്കൊക്കെ മനസ്സിലാക്കി തരുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെക്കുറിച്ചും പ്രയാസങ്ങളെക്കുറിച്ചിട്ടും അടുത്ത് ആലോചിക്കുമ്പോൾ ഈ ഒരു അർത്ഥത്തിൽ ആലോചിക്കാൻ ശ്രമിക്കുക. കഴിഞ്ഞ ദിവസം ജീവിതത്തിൽ വലിയ ദുഃഖം പേറിക്കൊണ്ടൊരു വലിയ പ്രശ്നത്തെ സംബന്ധിച്ച് മധ്യസ്ഥനാകണമെന്ന് നിർബന്ധിക്കാൻ വേണ്ടി എൻ്റെ അടുക്കൽ വന്നുകൊണ്ടൊരു സഹോദരൻ കുറേ കരയും പറയുകയും ചെയ്ത് അയാളോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ ഞാനും കരയലാണ്. വേറെ മാർഗമൊന്നുമില്ലല്ലോ, ഞാനും കരയാം. പക്ഷെ അദ്ദേഹം എന്നെയും സമാധാനിപ്പിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ തിരിച്ചിങ്ങോട്ട് പറഞ്ഞു. അതിലെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ പടച്ചവൻ നമ്മളെ പരീക്ഷിക്കുന്നതായിരിക്കും അല്ലേ ഉസ്താദേ? അതെ, പരീക്ഷിക്കുന്നതായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ ഇതെല്ലാം കുണത്തിനായിരിക്കും നമുക്ക് തരുകയല്ലേ? അതെ, കുണത്തിനായിരിക്കും തരുന്നത്. നമ്മൾ അറിയില്ലല്ലോ നാളെ എന്താ. അതെ, നമ്മൾ അറിയില്ല നാളെ എന്താ സംഭവിക്കുന്നത്. സുബ്ഹാനല്ലാഹ്. പ്രിയമുള്ളവരെ, വാസ്തവത്തിൽ വിശുദ്ധ ഖുർആനിൽ ഒരു ചെറിയ അധ്യായമുണ്ടല്ലോ, വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ്. ചില ആളുകൾ ഒഴികെ. ആരാ ചില ആളുകൾ? അവർ ഇല്ലല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി, ഈമാനുള്ളവരും അമലെ സാലിഹാത്ത് ചെയ്യുന്നവരുമാണ്. ഈമാനുള്ളവരും അമലെ സാലിഹാത്തും ചെയ്യുന്നവർ മാത്രമല്ല, വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്രി, സബ്ർ കൊണ്ടും അതുപോലെ ഹക്ക് കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും വസിയത്ത് ചെയ്യുകയും ചെയ്യുന്നവരാണ്. ഈ പറയുന്ന ആളുകൾ ഒഴിച്ച് ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടമാണ്. ശരിയാ, ബാക്കിയുള്ളവർക്കൊക്കെ നഷ്ടക്കച്ചവട. ഇന്ന് ലോകമെമ്പാട് മനുഷ്യർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വലിയൊരു ക്രൈസിസ് ഉണ്ടല്ലോ, സാമ്പത്തിക മാന്ദ്യം. അതൊക്കെ നമ്മൾ മറക്കാൻ തുടങ്ങി. പുതിയ അണുക്കൾ വന്നപ്പോഴത്തേക്ക് മറ്റേ നമ്മളങ്ങ് മറന്നു. മനുഷ്യന്റെ അവസ്ഥ നോക്കിയല്ലേ? പേടിപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന കുറെ അണുക്കൾ രംഗപ്രവേശനം ചെയ്തപ്പോഴേക്കും സാമ്പത്തിക മാന്ദ്യം നമ്മൾ മറന്നു തുടങ്ങി. പുതിയ മാന്ദ്യം വരാൻ തുടങ്ങി. ഇങ്ങനെ മനുഷ്യൻ മാറി മാറി ഓരോരോ മാന്ദ്യങ്ങൾക്ക് വിധേയരാക്കപ്പെടുകയാണ്. ലോകമെമ്പാടും അടക്കി ഭരിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന കോടീശ്വര പ്രമുഖന്മാരിൽ ചിലർക്ക് സാമ്പത്തിക മാന്ദ്യം എന്ന് പറയുന്ന ഒരു മാനസിക തകർച്ച ഉണ്ടായപ്പോൾ നമ്മളൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ വായിച്ചറിഞ്ഞതുപോലെ 96,000 കോടി ഡോളറിന്റെ ആസ്തിയുള്ള അമേരിക്കയിലെ വമ്പൻ സമ്പന്നനായ ഒരു മനുഷ്യൻ, അയാൾക്ക് മാനസികമായി തകർച്ചയുണ്ടായി. പിടിച്ചു നിൽക്കാൻ പിടിക്കയറുകളൊന്നുമില്ല. ഇങ്ങനെ പറഞ്ഞു കൊടുക്കാൻ ഖുർആനിന്റെ ആയത്തുമില്ല. ആ ആയത്തുകളെ പറഞ്ഞ് പരസ്പരം വസിയത്ത് ചെയ്യാൻ മുഅ്മിനീങ്ങൾ എന്ന ബന്ധവുമില്ല. അങ്ങനെ ആയപ്പോൾ എന്ത് സംഭവിച്ചു? 96,000 കോടി ഡോളറിന്റെ ആസ്തിയുള്ള അമേരിക്കക്കാരനായ ഒരു ബുദ്ധിജീവിക്ക് സാമ്പത്തിക മാന്ദ്യത്തിന്റെ അടിയേറ്റപ്പോൾ, ആ ക്രൈസിസിൽ അദ്ദേഹം കുടുങ്ങിയപ്പോൾ ആരോരും അറിയാതെ ഓടിപ്പോയി അമേരിക്കയിൽ വേഗത്തിൽ ഓടുന്ന ട്രെയിനിന്റെ അടിയിൽ തലവെച്ചു സ്വന്തം ആത്മഹത്യ ചെയ്തു. അല്ലേ? നമ്മൾ കേട്ടില്ലേ? എന്താ കാരണം? ആ മനുഷ്യൻ ആത്മഹത്യ ചെയ്യുന്നതിന് പകരം പരിശുദ്ധനായ പടച്ചവന്റെ വചനങ്ങളിലേക്ക് മടങ്ങാൻ, അല്ലെങ്കിൽ പള്ളിയിലേക്ക് വരാൻ, മുഅ്മിനീങ്ങളായ സഹോദരങ്ങളുമായി സമയം ചെലവഴിക്കാൻ, എന്നിട്ട് വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ എന്ന് നമ്മൾ പണ്ടേ ഓതി കേൾക്കുന്ന ആ ഒരു അമൽ ചെയ്യാൻ തയ്യാറായിരുന്നെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അദ്ദേഹം എന്നോട് പറയുന്നു, കരയുന്നു, ഞാനും കരയുന്നു, തിരിച്ച് അദ്ദേഹം സമാധാനം പറയുന്നു, ഞാൻ എന്ന് പറയുന്നു. പരസ്പരം അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇറങ്ങിയ ആ മനുഷ്യന്റെ മനസ്സിൽ എന്തോ ഒരു ഭാരമിറക്കി വെച്ചതുപോലെ, അല്ലേ? ഇങ്ങനെ ഭാരമിറക്കി വെക്കാനുള്ള ഒരു ഈമാനിന്റെ തട്ടകം നമുക്ക് ലഭിച്ചിട്ടില്ല. ഇങ്ങനെ ഭാരമിറക്കി വെക്കാനുള്ള ഈമാനിയായ ബന്ധത്തിൽ പരസ്പരം കോർത്തിണക്കാനുള്ള സ്നേഹബന്ധം നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നഷ്ടപ്പെടുമ്പോഴാണ് ലോകമെമ്പാടും നമ്മൾ കേൾക്കുന്നത് പോലെയുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നത്. അമേരിക്കയിൽ ജോലി നഷ്ടപ്പെട്ടു പോയ ഒട്ടനവധി ആളുകൾ ആത്മഹത്യ ചെയ്തു എന്ന് നമ്മൾ കേട്ടു. ബ്രിട്ടനിലും അങ്ങനെ ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ടതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു. ഏറ്റവും കൂടുതൽ ബാധിച്ചത് കേരളീയരായ നമ്മളെയാണ്. അതിലേറെ മലബാറുകാരായ മാപ്പിളമാരെയാണ്, മുസ്ലിമീങ്ങളെയാണ്. പടച്ചവന്റെ അനുഗ്രഹത്താൽ കുറച്ചെങ്കിലും ഇങ്ങനെ കൂടിയിരിക്കാനും പടച്ചവനെ കുറിച്ച് പറയാനും കഴിയുന്നത് കൊണ്ട് നമ്മളുടെ സമുദായത്തിൽ ആത്മഹത്യ കുറയുകയാണ്. ഇതില്ലാത്ത സമുദായം അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. സാമ്പത്തിക മാന്ദ്യത്തിന്റെ പേരിൽ ജോലി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ സ്വന്തം കൊച്ചു കുഞ്ഞുങ്ങളെ നിരത്തി നിർത്തിക്കൊണ്ട് 6 മക്കളുടെ നേരെ നിറയൊഴിച്ച ഒരു മനുഷ്യൻ, അമേരിക്കക്കാരനാണ്, അഭ്യസ്തവിദ്യനാണ്, വലിയ സമ്പന്നനാണ്, വലിയ ജോലി ചെയ്യുന്ന മനുഷ്യനാണ്. പക്ഷേ ജോലി നഷ്ടപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇങ്ങനെ പിടിച്ചു നിൽക്കാനുള്ള ഒരു വിശുദ്ധ വാക്യത്തിന്റെ അഭാവത്തിൽ, ഈമാനിന്റെയും അമലെ സ്വാലിഹാത്തിന്റെയും തഖ്വയുടെയും അഭാവത്തിൽ, പരസ്പരമുള്ള വസിയത്തിന്റെ അഭാവത്തിൽ
സ്വന്തം മക്കളെ നിറയൊഴിച്ചു കൊലപ്പെടുത്തി, ഭാര്യയെയും കൊലപ്പെടുത്തി, എന്നിട്ടോ സ്വന്തം തലയിലേക്ക് ആ റിവോൾവർ ഉപയോഗിച്ചുകൊണ്ട് സ്വയം ആത്മഹത്യ ചെയ്തു. അതിനു മുമ്പ് ക്രൂരമായ ഈ കൃത്യങ്ങളൊക്കെ ഒരു CD-യിൽ പകർത്തി ലോകമെമ്പാടുമുള്ള ആളുകൾക്ക് കാണാൻ വേണ്ടി അദ്ദേഹം ഇന്റർനെറ്റിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ലോകം, അല്ലേ? ഇതാണ് ലോകം. ആധുനിക ലോകം, പുരോഗമിച്ച നൂറ്റാണ്ടെന്നൊക്കെ പറയുന്ന ലോകം ഇതാണ്. ഇവിടെയാണ് വതവാസൗ ബിൽ ഹഖി വതവാസൗ ബിസ് സബ്ർ എന്ന ആ പഴഞ്ചൻ മിമ്പറിന്റെ ശബ്ദത്തെ വിശുദ്ധ ഖുർആനിന്റെ വരികളിലൂടെ സമൂഹ മധ്യത്തിൽ ഒരു സമസ്യ പോലെ സമർപ്പിക്കേണ്ട കാലം അള്ളാഹു എനിക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. വന്നിരിക്കുന്ന ഈ മനുഷ്യൻ ഓരോ ബുദ്ധിമുട്ടുകളെ കുറിച്ച് പറയുന്നു, പ്രയാസങ്ങളെ കുറിച്ച് പറയുന്നു. അത് കേട്ട് നമ്മളും മനുഷ്യ മനസ്സിന്റെ ഉടമയാണ്, നമ്മളും തളരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ സംസാരത്തിൽ കുറച്ച് സമയം മുഴുകുമ്പോൾ ഒരു ഈമാനിന്റെ പവർ നമ്മൾ അറിയാതെ നമുക്ക് ലഭ്യമാകുന്നു. ഒരു ആത്മവിശ്വാസം ഉണ്ടാകുന്നു, ഒരു ആശ്വാസം ഉണ്ടാകുന്നു, ഒരു സമാധാനം ഉണ്ടാകും. അദ്ദേഹം പറഞ്ഞു എത്രത്തോളം പറഞ്ഞെന്നറിയോ? അയാൾ സ്വയം പറയുകയാണ്, പണ്ടൊരാള് ആക്സിഡന്റിൽ പെട്ടു, അയാളുടെ കാല് നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ കാല് നഷ്ടപ്പെട്ടു. ഹോസ്പിറ്റലിൽ കടന്നപ്പോൾ അയാൾക്ക് വലിയ വേദനയും വിഷമമൊക്കെ ഉണ്ടായി, നിരാശയുണ്ടായി. ഞാൻ എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ടുകൊണ്ട് കഴിഞ്ഞുകൂടുകയായിരുന്നല്ലോ. എനിക്ക് പണ്ടേ ദാരിദ്ര്യമാണ്, പ്രയാസമാണ്, ബുദ്ധിമുട്ടാണ്. കഠിനാധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടിയിട്ട് ഓടി നടന്നിരുന്ന 2 കാലിൽ 1 കാലും കൂടെ പടച്ചവനങ്ങ് എടുത്തല്ലോ, എന്ത് ചെയ്യാനാണ് എന്ന് നിരാശപ്പെട്ടു. നാട്ടുകാരൊക്കെ സഹായിച്ച് ചികിത്സയ്ക്ക് ശേഷം ആ കൃത്രിമ കാല് വെച്ച് പിടിപ്പിക്കാനുള്ള ഏർപ്പാടായി. മരത്തിന്റെ കാല് വെച്ചു. ആ സഹോദരൻ പറഞ്ഞാണ്. എന്തിനാണെന്നറിയോ? ഇനി ഇതിനകത്ത് കഥയിൽ ചോദ്യമില്ലെന്ന് പറഞ്ഞതുപോലെ പ്രത്യേക ചോദ്യമൊന്നും ആരും ഉന്നയിക്കരുത്. അതുകൊണ്ടാണ് സഹോദരൻ പറഞ്ഞതാണ് എന്ന് ഞാൻ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. മരത്തിന്റെ കാല് വെച്ച് പിടിപ്പിച്ചു. ആ മരത്തിന്റെ കാല് വെച്ച് പിടിപ്പിച്ചിട്ട് വിഷമിച്ച് നടക്കുന്ന ഈ മനുഷ്യൻ കുറെ നാളുകൾക്ക് ശേഷം ഒരു ജലയാത്ര നടത്തി. കപ്പലിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കാറ്റടിച്ചു, കപ്പൽ മുങ്ങി, ആളുകളൊക്കെ വെള്ളത്തിലായി. വെള്ളത്തിൽ നീന്തറിയാതെ കഷ്ടപ്പെടുന്ന ഈ മനുഷ്യൻ ഒരു രക്ഷയുമില്ലാതെ ഒരു രക്ഷയുടെ കയറ് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഒരു പലക കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ, വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന ഒരു മരക്കഷ്ണം കിട്ടിയിരുന്നെങ്കിൽ എന്ന് ആശിച്ചുകൊണ്ട് തന്റെ ജീവൻ അവസാനിക്കാൻ പോകുന്ന അവസാന നിമിഷത്തിൽ ഒരു ഗതിയുമില്ലാതെ മേലോട്ട് നോക്കിക്കൊണ്ട് പടച്ചവനെ എന്ന് വിളിച്ചപ്പോൾ അയാളുടെ മനസ്സിൽ പെട്ടെന്നൊരു തോന്നലുണ്ടായി, ഞാൻ മരക്കഷ്ണത്തിന് വേണ്ടി ദൂരം പോകുന്ന എന്തിനാ? എന്റെ കാല് തന്നെ മരക്കഷ്ണമല്ലേ? അത് വലിച്ചൂരി അയാൾ ആ മരക്കഷ്ണത്തിൽ പിടിച്ച് കരയിലെത്തി എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ തലയാട്ടി. അൽഹംദുലില്ലാ, കഥ എന്തായിരുന്നാലും അതിൽ കാര്യമുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് പകരം ഒരു മനുഷ്യന്റെ മനസ്സിന് സമാധാനം പകരാൻ, ആശ്വാസം പകരാൻ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളിൽ, താൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകളിൽ ചെറിയ തോതിലെങ്കിലും ഒരു ആശ്വാസത്തെ പങ്കിട്ടെടുക്കുവാനുള്ള ഒരു വിഭവമായി ഇതിനെ ഉപയോഗപ്പെടുത്താം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ ഒരു അവസ്ഥയാണ് ഈ സമുദായത്തിൽ ഉണ്ടാകണമെന്ന് ആശിച്ചത്. നബി തങ്ങളുടെ മുമ്പിൽ ആളുകൾ വന്ന് ദുഃഖങ്ങൾ പറയുമായിരുന്നു. ആ ദുഃഖങ്ങൾ കേട്ടുകൊണ്ട് തങ്ങൾ പൊട്ടിക്കരയുമായിരുന്നു. ചില ഹദീസുകളിൽ കാണാം, ദുഃഖങ്ങൾ പറഞ്ഞു തീരുമ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങൾ കണ്ടു, തങ്ങളുടെ മുഖം ചുവന്നു തുടുത്തു, തങ്ങളുടെ കണ്ണുകൾ ഇങ്ങനെ ചാലിട്ടൊഴുകി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നിലയിൽ തങ്ങളുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദുഃഖം പറയുന്ന ആളിന്റെ കൈക്ക് പിടിച്ചുകൊണ്ട് തങ്ങൾ പറയുന്നു, അയ്ദ് അലയ്യ മറത്തൻ സാനിയ, ഒന്നും കൂടെ നീ മടക്കി പറയാമോ എന്ന് ചോദിക്കും. ഒന്നും കൂടെ മടക്കി പറയാമോ? പ്രിയമുള്ളവരെ, ഒന്നും കൂടെ മടക്കി പറയാമോ എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മടക്കി പറയും. തങ്ങൾ പിന്നെയും അത് കേൾക്കും. കരഞ്ഞ് തങ്ങൾ ആ കരച്ചിലിൽ കൂടിയെങ്കിലും ആ മനുഷ്യനോട് സഹതാപത്തിൽ പങ്കാളിയാകാൻ ശ്രമിക്കും. വീണ്ടും എന്റെ മേൽ അത് മടക്കി പറയുക എന്ന് ആവർത്തിക്കും. ചില ഹദീസുകളുടെ ചരിത്ര വരികളിൽ വായിക്കാൻ കഴിയും, 3-4 പ്രാവശ്യം ആ മനുഷ്യന്റെ ദുഃഖഭാരത്തെ ആവർത്തിച്ച് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾക്കും. കേട്ട് കഴിയുമ്പോഴേക്കും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുറെ കണ്ണുനീരിറ്റിച്ചിട്ടുണ്ടാകും. ആ മനുഷ്യൻ എന്തോ ഒരു ആശ്വാസം കിട്ടിയതുപോലെ, എന്തോ ഒരു ആശ്വാസം. സൈക്കോളജി പഠിച്ച ആരെങ്കിലും ഈ സദസ്സിലുണ്ടെങ്കിൽ ഏറ്റവും വലിയ ആശ്വാസം പകരാൻ കഴിയുന്നത് ദുഃഖം പേറി വരുന്ന നമ്മളുടെ മുമ്പിലിരിക്കുന്ന ക്ലയന്റിന്റെ ഉള്ളിൽ ഒതിപ്പിക്കുന്ന ദുഃഖങ്ങളൊക്കെ നമ്മൾ കേൾക്കാനുണ്ട് എന്നൊരു ആശ്വാസം അവന് കൊടുത്താൽ അത് തന്നെ ഏറ്റവും വലിയ സമാധാനമാണെന്ന് ആധുനിക സയൻസ് പറയുന്നു, അല്ലേ? നമ്മളുടെ മുമ്പിൽ വന്നിരിക്കുന്ന ദുഃഖത്തിന്റെ ഭാണ്ഡക്കെട്ടും പേറി വരുന്ന ഈ മനുഷ്യന്റെ ഈ ഭാണ്ഡക്കെട്ട് എവിടെയാണെന്ന് ഇറക്കി വെക്കുക എന്നതാണ് അവന്റെ ഏറ്റവും വലിയ പ്രശ്നം. ആ ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് സ്ഥലം അന്വേഷിക്കുമ്പോൾ തന്റെ മുമ്പിലിരിക്കുന്ന ഉസ്താദ് ഇതൊക്കെ കേൾക്കുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ കേൾക്കുന്നുണ്ട്. ഒന്നല്ല, ഒരുപാട് പ്രാവശ്യം ഇത് കേട്ടു എന്നറിയുമ്പോൾ നമുക്ക് മനസ്സിന് നല്ല സമാധാനമായി, നല്ല സന്തോഷമായി. വാസ്തവത്തിൽ വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ എന്ന് പറയുന്നതിന്റെ തത്വം എത്രത്തോളം പ്രസക്തമാണ്. പരസ്പരം തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്താൽ, പരസ്പരം ഹക്ക് കൊണ്ട് വസിയത്ത് ചെയ്താൽ, അതുപോലെ പരസ്പരം സബ്ർ കൊണ്ട് വസിയത്ത് ചെയ്താൽ അതിലൂടെ നമുക്ക് ക്രമീകരിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ ശീതീകരിക്കാൻ കഴിയുന്ന, ലഘൂകരിക്കാൻ കഴിയുന്ന മനസ്സിന്റെ നൊമ്പരങ്ങൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുന്നത്. വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ, വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ.
മറ്റൊരർത്ഥത്തിൽ നമ്മൾ ആലോചിച്ചാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളോട് ഈ നിലയിൽ പെരുമാറുന്നത് അവരോടുള്ള ദേഷ്യം കൊണ്ടല്ല, അവരോടുള്ള കോപം കൊണ്ടല്ല. അല്ലാഹു തആല ഈ ജനങ്ങളെ ഏതെങ്കിലും നിലയിൽ പരിശോധിക്കുകയോ പരീക്ഷിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നേരത്തെ പറഞ്ഞതുപോലെ എന്തെങ്കിലും ഒരു ഖൈറിനെ അല്ലാഹു തആല കണ്ടിട്ടുണ്ടാകും. എല്ലാം ഖൈറിന് വേണ്ടിയാണ്, യാതൊരു സംശയവും വേണ്ട. ഒരു പക്ഷേ നമ്മളുടെ ഈ ഭൗതിക ലോക ജീവിതത്തിൽ തന്നെ അതിന്റെ ഫലത്തെ നമുക്ക് കാണാൻ കഴിയും. അതല്ലെങ്കിൽ നാളെ പരലോകത്തെത്തുമ്പോൾ നമുക്കതിന്റെ അനുഗ്രഹങ്ങളെ നേരിട്ട് കാണാൻ കഴിയും. മുഅ്മിനീങ്ങളാണ് നമ്മളെങ്കിൽ, അടിയുറച്ച വിശ്വാസികളാണ് നമ്മളെങ്കിൽ, നമുക്ക് നൽകപ്പെട്ടുകൊണ്ടിരിക്കുന്ന പരീക്ഷണങ്ങളിലൊക്കെ പടച്ചവനെ മറക്കാതെ അവന്റെ മാർഗം വിടാതെ ഉറച്ചു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യുമെങ്കിൽ തീർച്ചയായും وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. ഇവിടെ 3 കാര്യങ്ങൾ പടച്ചവൻ പറയുന്നുണ്ട്, അത് ശ്രദ്ധിച്ചോളണം. وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ. ഒന്നാമത്തേത്, അല്ലാഹുവിനെ നന്നായി തഖ്വ ചെയ്യുന്നവനാണെങ്കിൽ, തഖ്വ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഏത് പ്രതിസന്ധിയിലാണെങ്കിലും ഏത് പ്രശ്നങ്ങളിലാണെങ്കിലും يَجْعَل لَّهُ مَخْرَجًا, ഒരു പോംവഴി പടച്ചവൻ ഉണ്ടാക്കി കൊടുക്കും. നിങ്ങൾക്കറിയില്ല എപ്പോഴാണ് ഉണ്ടാക്കുന്നതെന്ന്, കുറച്ച് കാത്തിക്കണം. എപ്പോഴാണ് ഉണ്ടാക്കുക എന്ന് പറയാൻ കഴിയില്ല, അതിന് കുറച്ച് കാത്തിക്കേണ്ടി വരും. അവർ ഊഹിക്കുക പോലും ചെയ്യാത്ത രൂപത്തിൽ ആ പ്രശ്നത്തിന്റെ പരിഹാരത്തെ പടച്ചവൻ കൊണ്ടുവരും. കിണറ്റിൽ വീണവനെ രാജാവാക്കി മാറ്റുന്നു എന്നതാണ് പടച്ചവന്റെ തർത്തീബ്. അത് നമുക്കറിയില്ലല്ലോ, അത് നമ്മൾ അറിയാത്ത മാർഗമാണ്, തർത്തീബാണ്. രണ്ടാമത്തേത്, وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ. وَمَن يَتَوَكَّلْ عَلَى اللَّهِ, ആരെങ്കിലും അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബുഹു, അവൻ മതി, അവൻ മതി, വേറെ ആരുടെ സഹായം വേണ്ട. നമ്മൾ വേറെ ആരെങ്കിലുമാണ് വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ പൊളിച്ചലുകൾക്കോ പാളിച്ചകൾക്കോ സാധ്യതയുണ്ട്. പക്ഷേ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്നത് പടച്ചവനെയാണ്. ഒമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു. എന്നാൽ പിന്നെ ആശങ്കപ്പെടുവൊന്നും വേണ്ട. ആ അള്ളാഹുവിനെ ആരെങ്കിലും വരമേൽപ്പിച്ചാൽ അവൻ തന്നെ മതി. ഇന്നല്ലാഹ ബാലിഗു അംരി, അവൻ ഏറ്റെടുത്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായി കണിശമായ നിലയിൽ പൂർത്തീകരിക്കാനുള്ള പ്രാപ്തി അവനുണ്ട്. അതുകൊണ്ട് നിരാശപ്പെടേണ്ട, നിങ്ങൾ ആശങ്കപ്പെടുവൊന്നും വേണ്ട. 2 കാര്യം. മൂന്നാമത്തേത്, അത് നമ്മൾ അറിയേണ്ട ഒരു വസ്തുതയാണ്. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. സംഗതി തഖ്വയോടുകൂടി ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് എന്തായാലും മാർഗം കാട്ടിക്കൊടുക്കും പടച്ചവൻ. തവക്കുൽ ചെയ്യുന്ന വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങളെ നിരാശപ്പെടുത്തുകയില്ല, കൈയൊഴിയുകയില്ല. എന്നാൽ ഒരു കാര്യം അറിയേണ്ടത്, മനസ്സിലാക്കേണ്ടത്, ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. എല്ലാ കാര്യങ്ങൾക്കും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയമാകണം. അല്ലാതെ നമ്മൾ നിശ്ചയിച്ച സമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ വരണമെന്ന് വാശി പിടിക്കുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. നമ്മൾ പറഞ്ഞ സമയത്ത് നമ്മൾ പറയുന്നത് പോലെ പരിഹാരം വരണമെന്ന് പറയുമ്പോഴാണ് നമുക്ക് നിരാശ ഉണ്ടാകുന്നത്. അത് വേണ്ട. ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദ്റ. എല്ലാത്തിനും അള്ളാഹു ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഒരു സന്ദർഭം, ഒരു തോത്, ഒരളവ് അതിന് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. ആ സമയത്ത് വന്നോളും. അത് നമുക്കറിയില്ലല്ലോ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ വേദന കൊണ്ട് പൊളയുന്ന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവർ ഓടി വന്നുകൊണ്ട് വേദനയോടെ പറയുന്നു, അല്ലാ തസ്തൻസുറുനാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, കാണുന്നില്ലേ നബിയെ, എന്റെ പുറകിലോട്ട് നോക്കിയേ, ആളുകൾ ഞാൻ വിശ്വസിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ തീക്കനൽ കൂട്ടി അതിന്റെ മേലെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചു വലിച്ചു നബിയെ. തീക്കനലിന്റെ മേലെ എന്തിന്റെ പേരിലാണ്? ഞാൻ നാട്ടുകാർക്ക് ഒരു ദ്രോഹവും ചെയ്തില്ല, രാജ്യരക്ഷയ്ക്ക് വിപരീതമായ പ്രവർത്തനങ്ങളോ ദ്രോഹങ്ങളോ ഒന്നും ചെയ്തില്ല. എന്തിനാണ് നബി എന്നെ ഇങ്ങനെ ചെയ്യുന്നത്? കണ്ടില്ലേ, എന്റെ പിന്നിൽ നിന്നും രക്തവും ചലവും ഒലിച്ചിറങ്ങുന്നു. ആ രക്തവും ചലവും കാരണമായി കൂട്ടപ്പെട്ട അഗ്നി അണഞ്ഞു പോകുന്നു. അതിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഗന്ധം നോക്കിയില്ലേ നബിയെ, ചുട്ടരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി ദുആ ചെയ്തൂടെ? അല്ലാ തസ്തൻസുറുനാ യാ റസൂലല്ലാഹ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നു. കഅബയുടെ തണലിൽ തങ്ങൾ ഉച്ചനേരത്തെ വിശ്രമിക്കുമ്പോഴാണ് ഈ ഖബ്ബാബ് ഓടി വരുന്നത് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റിരുന്നു. പ്രിയമുള്ളവരെ, വേദനിക്കുന്ന മനസ്സുമായി അതിലേറെ നൊമ്പരപ്പെടുന്ന മേനിയുമായി കടന്നു വരുന്ന ഒരു അനുയായിയുടെ മുമ്പിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ആശ്വാസത്തിന്റെ ശബ്ദം നമ്മൾ ചരിത്രവരികളിൽ വായിച്ചിട്ടില്ലേ? ഖബ്ബാബേ, ക്ഷമിക്ക്, സഹിക്ക്, താമസിയാതെ ഒരു കാലഘട്ടം വരും. ഇന്ന് വിശ്വസിച്ചു എന്ന കാരണത്തിന്റെ പേരിൽ അഗ്നികുണ്ഡത്തിലിട്ട് വലിച്ചെറിക്കപ്പെടുന്ന ഞാനും നീയും അല്ലെങ്കിൽ നമ്മളൊക്കെ നാളെ ഈ നാട്ടിന്റെ നേതാക്കന്മാരായി മാറും, ജേതാക്കന്മാരായി മാറും. നമ്മുടെ കയ്യിൽ ഭരണം വരും, അതിന്റെ ചെങ്കോല് വരും. പക്ഷെ കാത്തിരിക്കണം.
കാത്തിരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നബിയെ. സഹാബാക്കളായ മഹാന്മാർ, നിങ്ങൾ അറിയുമോ, മഹാനായ ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു അവர்கள் മദീന ജീവിതത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസാന കാലഘട്ടത്തിലും തങ്ങൾക്ക് ശേഷവും ഫുതൂഹാത്തുകളുടെ കാലം വന്നു, വിജയത്തിന്റെ കാലം വന്നു, മുസ്ലിം സമുദായത്തിന് സമ്പത്തുകൾ കുമിഞ്ഞുകൂടി, അധികാരങ്ങൾ വിസ്തൃതമാകാൻ തുടങ്ങി. ആ സന്ദർഭത്തിൽ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവர்கள் ആകാശത്തേക്ക് നോക്കിക്കൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു, പടച്ചവനെ, ഞങ്ങൾ ദുനിയാവിൽ അല്പസ്വല്പം നിനക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തതിന്റെ പ്രതിഫലം ഇവിടെ വെച്ച് തന്നെ നീ ഞങ്ങൾക്ക് തന്നു തീർക്കുകയാണോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയുമായിരുന്നു. ഞങ്ങൾ ചെയ്ത ത്യാഗത്തിന്റെ പ്രതിഫലം ഇവിടുന്ന് തന്നെ നീ ഞങ്ങൾക്ക് തരികയാണോ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരയും. അന്ന് കഅബയുടെ പരിസരത്ത് വന്ന് പൊട്ടിക്കരഞ്ഞ ഖബ്ബാബിന്റെ കണ്ണുനീര് തൊട്ടു നോക്കിയാൽ ആ ദുഃഖം വായിച്ചെടുക്കാൻ കഴിയുന്ന സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വേദനിക്കുന്നതിനെതിരിൽ ഞങ്ങൾക്ക് വേണ്ടി എന്തേ ദുആയിരക്കാത്തത് എന്ന ശബ്ദമായിരുന്നു ഇന്ന് മദീനയുടെ അന്തരീക്ഷത്തിൽ സമ്പത്ത് കുമിഞ്ഞുകൂടിയ സാമ്രാജ്യത്തിന്റെ അധിപന്മാരായി കഴിയുന്ന ഈ സഹാബത്തിന്റെ ശബ്ദത്തിൽ ഖബ്ബാബിന്റെ പൊട്ടിക്കരച്ചിൽ അന്വേഷിക്കാൻ ശ്രമിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഖബ്ബാബ് പേടിക്കുന്നത് റളിയല്ലാഹു അൻഹു ഞങ്ങൾ ചെയ്ത ചെറിയ ത്യാഗത്തിന് ഇവിടെ തന്നെ കൂലി തരുവോ പടച്ചവനെ എന്ന് പറഞ്ഞുകൊണ്ട് കരയുകയാണ്. മനുഷ്യ ജീവിതത്തിൽ മാറി മാറി വരുന്ന സുഖത്തിന്റെയും ദുഃഖത്തിന്റെയും മുഖമാണ് ഈ സംഭവങ്ങളിലൂടെ പടച്ചവൻ നമുക്ക് പഠിപ്പിക്കുന്നത്. ഒരു കാരണവശാലും നമ്മളെ അല്ലാഹു തആല പ്രയാസപ്പെടുത്താനോ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ നമ്മളെ വേണ്ടാത്തത് കൊണ്ടോ നമ്മളെ തഴഞ്ഞത് കൊണ്ടോ അല്ല നമ്മൾ വിശ്വാസികളാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ തരുന്നത്. നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ്, നമ്മളോട് മുഹബ്ബത്തുള്ളത് കൊണ്ടാണ്. ലൈലയെയും മജ്നൂനെയും സംബന്ധിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഒരുപാട് കേട്ടിട്ടുണ്ട്. ലൈലയുടെയും മജ്നൂനിന്റെയും കഥയിൽ നമുക്ക് വായിക്കാൻ കഴിയുന്ന ഒരു സംഭവമുണ്ട്. ലൈല ആ നാട്ടിലെ രാജാവിന്റെ പുത്രിയാണ്, മജ്നൂനോ ഒരു ചുമട്ടുതൊഴിലാളിയുടെ മകനുമാണ്. തമ്മിൽ ഒരു കാരണവശാലും കുഫു വെക്കാത്തത് കൊണ്ടാണ് വിവാഹം നടത്തി കൊടുക്കാത്തത് എന്നാണ് കഥയിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്. സാമ്പത്തികമായി വിഷമവും പ്രയാസവും അനുഭവിക്കുന്ന ഗ്രാമീണരോടൊപ്പം മജ്നൂൻ എന്ന ആ ചെറുപ്പക്കാരനും ലൈലയുടെ വീട്ടിൽ നിന്നും അന്തഃപുരത്തിൽ നിന്നും കൊട്ടാര വളപ്പിൽ നിന്നും അവർക്ക് വേണ്ടി വിതരണം ചെയ്യപ്പെടുന്ന കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാത്രം, കുമ്പിള് പോലെ പാത്രവുമായി ക്യൂ നിൽക്കുന്നത് പതിവായിരുന്നു. ലൈലയുടെ വീട്ടിൽ നിന്നും നാട്ടുകാർക്ക് കഞ്ഞി വിതരണം ചെയ്യുന്നു. ആ കഞ്ഞി വാങ്ങാൻ വേണ്ടിയിട്ട് നാട്ടുകാരൊക്കെ വന്ന് കാത്തു നിൽക്കുന്നത് പോലെ അവരിൽ ഒരാളായി മജ്നൂനും വന്ന് കാത്തു നിൽക്കുകയാണ്. രാവിലെ മുതൽ തുടങ്ങിയ ഈ ക്യൂ നട്ടുച്ച നേരമായിട്ടും തീരുന്നില്ല. അത്രയും നീണ്ട നിരയാണ്. നടന്ന് കഞ്ഞി ഒഴിച്ചു കൊടുക്കുന്ന ആളിന്റെ തൊട്ടടുത്തെത്തി തന്റെ കയ്യിലുണ്ടായിരുന്ന പാത്രം ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് കഞ്ഞി വാങ്ങാൻ നോക്കിയപ്പോൾ ഏതോ ഒരു അജ്ഞാത കരം വന്നുകൊണ്ട് ആ കഞ്ഞിപ്പാത്രത്തെ തട്ടി താഴെ ഇട്ടു. സാധുക്കളല്ലേ, പാവങ്ങളല്ലേ, എരപ്പന്മാരായി കൈകാട്ടികളായി ഞങ്ങളുടെ മുമ്പിൽ വന്നു നിൽക്കുന്നവരോട് ഞങ്ങൾ എന്തും ചെയ്യും. അന്നും ഇന്നുമൊക്കെ ധൂർത്തന്മാരായ പൊങ്ങച്ചക്കാരായ രാജാക്കന്മാരുടെ സാധാരണ ശൈലിയാണ്. ആ നിലയിലായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് പാവം മജ്നൂൻ താഴെ വീണ പാത്രമെടുത്തു പുറകിലേക്ക് പോയി. കാരണം നമ്മൾ ക്യൂ നിൽക്കുന്ന സമയത്ത് എന്തെങ്കിലും കാരണവശാൽ നമ്മളൊന്ന് തെറ്റിപ്പോയാൽ പിന്നെ ആ തൊട്ടു പുറകിലുള്ള ആള് ആ രംഗത്തേക്ക് വരും. പിന്നെ നമ്മൾ അങ്ങോട്ട് ഞൊഴഞ്ഞു കയറാൻ സമ്മതിക്കൂല. പിന്നെ നമ്മൾ ഏറ്റവും ബാക്കിൽ പോയി നിൽക്കണം. അയാൾ ഏറ്റവും ബാക്കിൽ പോയി കുറെ സമയം കാത്തുനിന്ന് മുമ്പിലെത്തി തന്റെ ഊഴമായപ്പോൾ വീണ്ടും അതാ ആ പാത്രം തട്ടിയെറിയുന്നു. താഴെ വീണു, വിഷമിച്ചു, കരയാൻ തുടങ്ങി, പ്രയാസപ്പെട്ടു. പല പ്രാവശ്യം ഇങ്ങനെ ആയപ്പോൾ അവസാനം തന്റെ മനസ്സ് പതറി, നൊമ്പരപ്പെട്ടു, വെന്ത് നീറി, പൊട്ടിക്കരഞ്ഞുകൊണ്ട് ലൈല, നിന്റെ പടിവാതിലിൽ വന്നുകൊണ്ട്, നിന്റെ വീട്ടിൽ വന്നുകൊണ്ട് ഈ നിലയിൽ സാധുക്കളോടൊപ്പം ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി, കഞ്ഞിക്ക് വേണ്ടി കൈകാട്ടിയിട്ട് നിന്റെ ആളുകൾ എന്റെ കൈ ഇങ്ങനെ തെറിപ്പിക്കുകയല്ലേ, എന്നെ വീണ്ടും വീണ്ടും നിരാശപ്പെടുത്തുകയല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞപ്പോൾ അങ്ങകലെ ഒളിച്ചിരുന്ന ലൈല അവൾ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് പറഞ്ഞു, നിനക്ക് തെറ്റി, മറ്റാരുമല്ല നിന്റെ കയ്യിലെ ഈ പാത്രത്തെ തള്ളിയിട്ടത്, അത് ഞാനായിരുന്നു. എന്തുകൊണ്ടാണ് ഞാൻ തള്ളിയിട്ടതെന്ന് വെച്ചാൽ, നിനക്ക് കഞ്ഞി കിട്ടട്ടെ കിട്ടാതിരിക്കട്ടെ, നീ കഞ്ഞി കുടിക്കട്ടെ കുടിക്കാതിരിക്കട്ടെ, അതല്ല എന്റെ പ്രശ്നം. നീ ഈ ക്യൂവിൽ അവിടം മുതൽ ഇവിടം വരെ നിൽക്കുന്നത് ഞാൻ സ്നേഹത്തോടുകൂടി പ്രേമത്തിന്റെ കണ്ണുകൊണ്ട് നോക്കി നിൽക്കുകയായിരുന്നു. നീ ഇവിടെ എത്തി കഞ്ഞിയും വാങ്ങി വീട്ടിലേക്ക് മടങ്ങിപ്പോയാൽ പിന്നെ നിന്നെ കാണാൻ കിട്ടൂലല്ലോ. അതുകൊണ്ട് ഇവിടെ എത്തിയപ്പോൾ നിന്റെ കയ്യിലെ പാത്രം ഞാൻ തട്ടിയിട്ടു. ഇനിയും നീ ക്യൂ നിന്നുകൊണ്ട് വരട്ടെ, നിന്നെ എനിക്ക് ഇനിയും കാണണം. പ്രിയമുള്ളവരെ, പറയുന്നത് മജ്നൂനിന്റെയോ ലൈലയുടെ വാക്കാണെങ്കിലും അടിമകളായ നമ്മൾ നമ്മുടെ രക്ഷിതാവിനെ സംബന്ധിച്ച് അടുത്തറിയാൻ ശ്രമിക്കുമ്പോൾ, രോഗികളായ നമ്മൾ പടച്ചവന്റെ മുമ്പിൽ വന്നിട്ട് ഉസ്താദെ ദുആ രക്കണേ എന്ന് പറയുമ്പോൾ, ഉസ്താദ് അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ രോഗത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോൾ എത്ര നോമ്പായി നമ്മൾ ഇങ്ങനെ ദുആ ചെയ്യുന്നു, എന്താ പടച്ചവൻ എന്നെ സഹായിക്കാത്തത്? എത്ര നാളായി നമ്മളിങ്ങനെ ദുആ ചെയ്യിപ്പിക്കുന്നു, എന്താ പടച്ചവൻ എന്നെ സഹായിക്കാത്തത്? എന്താ എന്റെ കടബാധ്യത തീരാത്തത്? എന്റെ കാര്യങ്ങൾ നടക്കാത്തത്? എന്റെ രോഗങ്ങൾ ശിഫാകാത്തത് എന്ന് ആലോചിക്കുമ്പോൾ ഓരോ സത്യവിശ്വാസിയും അറിയണം, ലൈലയുടെയും മജ്നൂനിന്റെയും മനസ്സ് പോലെ നമ്മളുടെ സ്നേഹനിധിയായ റബ്ബ് അവന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് വിലപിക്കുന്ന, അവനോട് വേദന നിരത്തുന്ന ഈ അടിമകളുടെ ശബ്ദം കാണാൻ, ആ അടിമകളുടെ കണ്ണുനീര് കാണാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് വിശുദ്ധ ഖുർആനും ഹദീസും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നത്. അതിനാണ് നിങ്ങളെ ഞാൻ പരിശോധിക്കുന്നത്, അതിനാണ് ഞാൻ നിങ്ങളെ പരീക്ഷിക്കുന്നത്.
എൻ്റെ സുഹൃത്തുക്കളിൽ പലരും പല മധ്യസ്ഥനും വേണ്ടി വന്ന കൂട്ടത്തിൽ ഒരു മധ്യസ്ഥമുണ്ട്. ഒരു കുടുംബത്തിൽ കുറച്ച് മക്കളുണ്ട്. ആ മക്കളുടെ കൂട്ടത്തിലെ മൂത്തതിനെയും ഇളയതിനെയും ആൺകുട്ടികൾക്കൊക്കെ വേറെ വേറെ വീട് വെക്കാൻ ഉപ്പ സൗകര്യപ്പെടുത്തി കൊടുത്തു. മൂത്തതിനും ഇളയതിനും ഒക്കെ വേറെ വീട് വെക്കാൻ. അവർ സമ്പന്നന്മാരാണ്, അതിന് ശേഷിയുണ്ട്. അപ്പൊ ഇന്നത്തെ പുതിയ ചോയ്സ് അനുസരിച്ചിട്ട്, പുതിയ മോഡൽ അനുസരിച്ചിട്ട് ചേട്ടനും അനിയനും ഒക്കെ വേറെ വീട് വെച്ച് മാറി. ഞാനാണെങ്കിൽ ഇങ്ങനെ ഒരു മൊയന്ത് പോലെ ഈ പഴയ വീട്ടിൽ തന്നെ നിൽക്കണമെന്ന് ഉമ്മാക്കും പാപ്പാക്കും നിർബന്ധം. ഇത് പഴയ മോഡൽ, പഴയ വീടല്ലേ. സാധാരണ എനിക്കത് പ്രയാസമില്ലെങ്കിൽ പോലും എൻ്റെ ഭാര്യയുടെ ഭാഗത്ത് വല്ലാത്ത സമ്മർദ്ദം. എന്താ പിന്നെ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ഒരു മഫനായിട്ട് ഇവിടെ തന്നെ കൂടുന്നു? എന്താ ഇങ്ങനെ കൂടുന്നു? നിങ്ങൾക്കൊന്ന് മാറിക്കൂടെ? ഇതിൽ മധ്യസ്ഥം പറയാൻ വേണ്ടിയിട്ട് പ്രിയമുള്ളവരെ, എല്ലാത്തിലും മധ്യസ്ഥനാവുക എന്നുള്ള ഒരു വേഷം കെട്ടലാണല്ലോ നമ്മുടെ ജോലി. അതിനുവേണ്ടി നമ്മൾ പോയി. വാസ്തവത്തിൽ അന്ന് എനിക്ക് ബോധ്യപ്പെട്ട പിതാവിൻ്റെയും മാതാവിൻ്റെയും സ്നേഹബന്ധം, വാത്സല്യം, അവരോട് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ സാധാരണ കരഞ്ഞു ശീലമില്ലാത്ത ആ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് മുതിർന്നു വീണ കണ്ണുനീരിന്റെ സ്നേഹബാഷ്പം അത് ഞാൻ ഇന്നും ആസ്വദിക്കുന്നു. അവര് വാസ്തവത്തിൽ മറ്റു മക്കളെക്കാൾ ഏറെ ഇവൻ ഞങ്ങൾ ഒന്നിച്ച് നിന്നാൽ ഞങ്ങൾക്കൊരു ആശ്വാസം ഉണ്ടാവും. അവനോടുള്ള ഞങ്ങളുടെ സ്നേഹം, അവന് ഞങ്ങളോടുള്ള സ്നേഹം. അല്ലാതെ ഇവനോട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു തൃപ്തിക്കുറവോ അല്ലെങ്കിൽ ഒരു സ്നേഹക്കുറവോ അല്ല. ഞങ്ങളെ വയസ്സുകാലത്ത് നോക്കണമെങ്കിൽ ഇവൻ തന്നെ വേണം. അവനോടുള്ള ഞങ്ങളുടെ സ്നേഹം, ഞങ്ങൾക്ക് അവനോടും അവൻ ഇങ്ങോട്ടുമുള്ള സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അല്ലെങ്കിൽ അവനും വേണമെങ്കിൽ ഇങ്ങനെ ഒരു പുരയെടുത്ത് കൊടുക്കാൻ നമുക്ക് സൗകര്യമില്ലാഞ്ഞിട്ടൊന്നുമല്ല. ഇത് പക്ഷേ ഈ മകൻ അറിയുന്നില്ല. മകൻ അറിയാത്തത് കൊണ്ട്, ഒരു പക്ഷേ മകൻ അറിഞ്ഞാലും മകന്റെ ഓക്കറിയില്ല. അങ്ങനെ പറയുന്നതാണ് നല്ലത്. അവിടെയാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാകുന്നത്. മകന്റെ ഓക്കറിയില്ല. മകന്റെ ഓൾക്ക് അറിയാത്തത് കൊണ്ടാണ് ആ കുടുംബത്തിൽ ഇങ്ങനെ ഒരു മധ്യസ്ഥം ആവശ്യമായി വന്നത്. യഥാർത്ഥത്തിൽ അതൊരു പ്രശ്നമല്ല, അത് സ്നേഹാധിക്യത്തിന്റെ പ്രകടനമാണ്. ഇത് തന്നെയാണ് ജീവിതത്തിൽ മാറി മാറി വരുന്ന പ്രയാസങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ ഭാഗത്തുണ്ടാകുന്ന പരീക്ഷണം. അതുകൊണ്ട് ഖുർആനിന്റെ ആയാത്തുകളിലൂടെ നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തന്നതുപോലെ വതവക്കൽ അലൽ ഹയ്യിൽ ലദീ ലാ യമൂതു വസബ്ബിഹ് ബിഹംദിഹി, നിങ്ങൾ പടച്ചവനിൽ പരമേൽപ്പിച്ചു കൊള്ളുക. അവൻ ഓർമ്മയോടുകൂടിയുള്ളവനാണ്, ജീവിച്ചിരിക്കുന്നവനാണ്, അവനൊരു ശക്തിക്കുറവുമില്ല. ഇതൊന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കാൻ വേണ്ട, ഒക്കെ അറിയുന്നുണ്ട്. നിങ്ങൾക്ക് സാധാരണ മനുഷ്യന്റെ മനസ്സ് എന്ന നിലയിൽ എന്തെങ്കിലും നിരാശ പൂണ്ട അവസ്ഥാവിശേഷങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ നിങ്ങൾ അറിയണം, നിങ്ങൾ ബോധ്യപ്പെടണം. ഒരു മഹാനായ മനുഷ്യന്റെ മുമ്പിൽ ഒരാൾ വന്നുകൊണ്ട് ജീവിത പ്രയാസങ്ങളെ സംബന്ധിച്ച് ആവലാതി പറഞ്ഞു. ജീവിത പ്രയാസത്തെ സംബന്ധിച്ച് ആവലാതി പറഞ്ഞു. ഒരുപാട് ദുഃഖങ്ങൾ, പലജാതി ദുഃഖങ്ങൾ, ഒരുപാട് ദുഃഖങ്ങൾ, പലജാതി ദുഃഖങ്ങൾ പരാതിയായ രൂപത്തിൽ പറഞ്ഞു തീർത്തപ്പോൾ ആ മഹാനവറുകൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ ഉള്ളിൽ പോയി ഒരു പിടി ഉപ്പ് വാരി ആ ഉപ്പ് ഈ മനുഷ്യന്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇതാ ആ കാണുന്ന ചെറിയ പാത്രത്തിൽ വെള്ളമുണ്ട്, ഒരു കഞ്ഞിപ്പാത്രത്തിൽ വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ ഈ ഉപ്പ് നീ കലക്കുക എന്ന് പറഞ്ഞു. അയാൾ ഓടിപ്പോയി ആ ഉപ്പ് കലക്കിയതിന് ശേഷം അതൊന്ന് തൊട്ട് രുചിച്ചു നോക്കിയേ, കുടിച്ചു നോക്കിയേ, കുടിക്കാൻ കഴിയുന്നില്ല, രുചിക്കാൻ കഴിയുന്നില്ല, ഭയങ്കരമായ ഉപ്പ്. അദ്ദേഹം വീണ്ടും ഉള്ളിൽ പോയി മറ്റൊരു പിടി ഉപ്പ് വാരി ആ ഉപ്പ് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, സഹോദര, അങ്ങ് അകലെ കാണുന്ന ആ കുളത്തിൽ ഈ ഉപ്പൊന്ന് കലക്കി നോക്ക്. വലിയൊരു കുളമുണ്ടായിരുന്നു വളപ്പിൽ, ആ കുളത്തിൽ ഈ ഉപ്പ് കലക്കി നോക്കി. ഇനി ആ ഉപ്പൊന്ന് അല്ലെങ്കിൽ ആ വെള്ളം ഒന്ന് കുടിച്ചു നോക്കിയേ. വെള്ളം കുടിച്ചു, ഒരു പ്രയാസവും ഇല്ല. ഈ കലക്കിയ ഉപ്പ് വെള്ളത്തിൽ ലയിച്ചിട്ടേയില്ല, വെള്ളം അറിഞ്ഞിട്ടേയില്ല. ഇത് രണ്ടുമായി ഇനി എന്താ പറയാൻ പോകുന്നതെന്ന് കാത്തു നിൽക്കുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് ആ മഹാൻ പറഞ്ഞു, ഞാന് നിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു. നിനക്ക് ഞാൻ ആദ്യം തന്നത് ഒരു പിടി ഉപ്പാണ്, രണ്ടാമത് തന്നതും അതേ അളവിലെ ഒരു പിടി ഉപ്പാണ്. നീ ആദ്യത്തെ ഉപ്പ് ചെറിയ പാത്രത്തിലെ വെള്ളത്തിൽ കലക്കിയപ്പോൾ ആ ഉപ്പും അതുമായി താങ്ങാൻ കഴിയുന്നില്ല, താരതമ്യം ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥ പുലർത്താൻ കഴിയുന്നില്ല. ഉപ്പും വെള്ളവും ഏകദേശം ഒരുപോലെയായി. അത് നിനക്ക് ഉപയോഗിക്കാൻ കഴിയില്ല, താങ്ങാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല. അതേ സമയത്ത് അതേ ഉപ്പ് തന്നെ കുറച്ചുകൂടി വിശാലമായ ഒരു കുളത്തിൽ കലക്കിയപ്പോൾ ആ ഉപ്പ് ഒന്നുമല്ലാതെയായി അലിഞ്ഞുപോയി. ഇതുപോലെയാണ് ദുഃഖം മനുഷ്യരുടെ ജീവിതത്തിലൊക്കെ സാധാരണയാണ്. എല്ലാ മനുഷ്യർക്കും ദുഃഖമുണ്ട്. ആ ദുഃഖത്തെ അള്ളാഹു നൽകുന്നതാണ്, പടച്ചവൻ നൽകുന്നതാണ് ഒരു പിടി ഉപ്പ് പോലെ. പക്ഷേ ഏറ്റെടുക്കുന്ന ആളുകൾ ചിലപ്പോൾ ആ ദുഃഖത്തെ വിശാലമായ തവക്കുലിന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നു, വിസ്തൃതമായ തവക്കുലിന്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുന്നു. അപ്പോഴാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകത്ത് ഒരു മനുഷ്യനും പീഡിപ്പിച്ചിട്ടില്ലാത്തതുപോലെ ഞാൻ പീഡിപ്പിക്കപ്പെട്ടു എങ്കിൽ പോലും ഞാൻ പതറിയില്ല, പാളിയില്ല, അതൊക്കെ സഹിച്ചു ക്ഷമിച്ചു. എന്നാൽ ചില ആളുകൾ മനസ്സ് കുടുസായി, ഈമാനിയായ രംഗത്ത്, തവക്കുലിന്റെയും തഖ്വയുടെയും രംഗത്ത് മനസ്സ് കുടുസാവുകയും ചെറിയ മനസ്സിന്റെ ഉടമകളായി മാറുകയും ചെയ്യുമ്പോൾ ആ ചെറിയ മനസ്സിൽ ഈ ദുഃഖങ്ങൾ വന്ന് കലരുമ്പോൾ ആ ചെറിയ മനസ്സ് മുഴുവൻ മലീമസമാകും, അസ്വസ്ഥമാകും. അതാണ് വാസ്തവത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ദുഃഖമുണ്ടാകുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മുടെ ദിക്ർ കൊണ്ട്, ദുആ കൊണ്ട്, തവക്കൽ കൊണ്ട്, തഖ്വ കൊണ്ട്, സർവോപരി നേരത്തെ പറഞ്ഞ പരസ്പരമുള്ള തഖ്വയുടെയും സബറിന്റെയും ഹക്കിന്റെയും വസിയത്ത് കൊണ്ട്
ആ ദുഃഖത്തിന്റെ ഉപ്പ് രസത്തെ നമ്മുടെ വിശാലമായ മനസ്സാകുന്ന കടലിൽ കലക്കിയിട്ട് ഇല്ലായ്മ ചെയ്തുകൊണ്ട് പടച്ചവനിൽ തവക്കുൽ ചെയ്ത് കാത്തിരിക്കാൻ ശ്രമിക്കുക. അതാണ് ഒരു മുസൽമാന്റെ ബാധ്യത, അതാണ് ഒരു സത്യവിശ്വാസിയുടെ ബാധ്യത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഈ മനസ്സ് എളുപ്പമാകാൻ വേണ്ടിയിട്ട് നമുക്കൊരു തത്വം പഠിപ്പിച്ചു. എന്താ തത്വം? നമുക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ നമ്മളെക്കാൾ ഏറെ ബുദ്ധിമുട്ടുന്ന, നമ്മളെ താഴ്ന്ന ആളുകളിലേക്ക് നോക്കണമെന്ന് പഠിപ്പിച്ചു. ഉൻദുറു ഇലാ മൻ അസ്ഫല മിൻകും ഫി ദുനിയാക്കും ഔ കമാ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ഭൗതികമായ വിഷയത്തിൽ എന്തെങ്കിലും സുഖമോ ദുഃഖമോ എന്തോ ആകട്ടെ, എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടായാൽ നിങ്ങളെക്കാൾ താഴെ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഒരു ചെറിയ പനിയാണ്, പനി പിടിച്ചു, അത് ഭീതിപ്പനിയായി പോയി എന്ന വെപ്രാളം ഉണ്ടായപ്പോൾ നമ്മളിങ്ങനെ വെപ്രാളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നട്ടോട്ട് ഓടുകയാണ്. നട്ടോട്ട് ഓടുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഖുത്ബയിൽ പറഞ്ഞതുപോലെ ആ സഹോദരനെ നമ്മൾ സമീപിച്ചിട്ട് പറയണം, ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, പേടിക്കാനൊന്നുമില്ലാന്ന്. ആരാ പറയുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ലാ ബഅസ്, ഇത് പേടിക്കാനുള്ള കാര്യമൊന്നുമില്ല, തഹൂർ, ഇത് ശുചീകരിക്കാൻ വേണ്ടിയിട്ട് പടച്ചവൻ നിശ്ചയിച്ചു തന്നിരിക്കുന്ന ഒരു സംഗതിയല്ലേ. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഒരു സാധനമാണിത്, അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട എന്ന് പറയുമ്പോൾ ആ മനുഷ്യൻ ശരിയാണല്ലേ, ഇതൊരു പനിയല്ലേ. പനി എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാട്ടിൽ പരിചയമുള്ള ശൈലിയിൽ പറഞ്ഞാൽ മരുന്ന് കുടിച്ചാൽ 7 ദിവസം കൊണ്ട് മാറും, മരുന്ന് കുടിച്ചില്ലെങ്കിൽ ഒരാഴ്ച കൊണ്ട് മാറും, അല്ലേ? അത്ര നിസ്സാരമാണിത്. പിന്നെ എന്തിനാ പേടിക്കുന്നത്? 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖായ താഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സമുദായത്തെ അല്ലെങ്കിൽ സമൂഹത്തെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ മതം പഠിപ്പിക്കുകയല്ല, ജീവിതം പഠിപ്പിച്ചപ്പോൾ രോഗം കൊണ്ട് വലയുന്ന ആളുകളുടെ സമീപത്തെത്തിക്കൊണ്ട് അവനെ പേടിപ്പിക്കുന്നതിന് പകരം അവനെ ആശ്വസിപ്പിക്കാൻ പഠിപ്പിച്ചു, സമാധാനിപ്പിക്കാൻ പഠിപ്പിച്ചു. ലാ ബഅസ തഹൂറുൻ ഇൻഷാ അല്ലാഹ്, ഇത് പ്രയാസമൊന്നുമില്ല, പേടിക്കാനൊന്നുമില്ല, ഇത് നിങ്ങളെ ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് പടച്ചവൻ തന്നതാണ് എന്ന് അവനെ ആശ്വസിപ്പിച്ചാൽ അവന്റെ പകുതി പനി പോകും. ഒരു കാര്യം കൂടെ ഞാൻ ഇടയിൽ പറഞ്ഞേക്കാം. എൻ്റെ ശബ്ദം കേൾക്കുന്ന ഡോക്ടർമാരുണ്ടല്ലോ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ 1400 ചില്ലറ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദുആയുടെ രൂപത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിരിക്കുന്നത് കേവലം ഒരു ദുആ മാത്രമല്ല. നേരത്തെ പറഞ്ഞതുപോലെ ഗൈബുസ് സമാവാതി വൽ അർദ് ഒക്കെ അറിയുന്നവനായ രാജാതിരാജനായ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം സമൂഹത്തിന് ആവശ്യമായ ചികിത്സാ വാചകങ്ങളും വാക്യങ്ങളും പഠിപ്പിക്കുന്നത് പോലെയാണ്. പനി എന്ന് പറഞ്ഞാൽ ഇന്ന് സമൂഹം നമ്മളെ പേടിപ്പിക്കുന്നത് പോലെ പേടിക്കാനുള്ള വസ്തുക്കളൊന്നും അതിലില്ല. H1N1 എന്ന് പറയുന്ന വൈറസ് ആണല്ലോ ഇന്ന് നമ്മളെ ഏറ്റവും കൂടുതൽ പേടിപ്പിക്കുന്നത്. H1N1 ശാസ്ത്ര ഭാഷയിൽ പറഞ്ഞാൽ, ശാസ്ത്രത്തിന്റെ നിഗമനം അനുസരിച്ച് തന്നെ പറഞ്ഞാൽ, H1N1 എന്ന് പറയുന്ന ഈ വൈറസിന്റെ പ്രത്യേകത, ഒരു മനുഷ്യന്റെ ശരീരത്തിൽ സ്വമേധയാ കടന്നുകൂടുന്ന ഈ വൈറസ് സ്വമേധയാ തന്നെ പിൻവലിയുന്നതാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ മരുന്നൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. സ്വമേധയാ പിൻവലിയുമെന്ന് മാത്രമല്ല, കാലാകാലത്തേക്ക് അവന്റെ ശരീരത്തിന് പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ് ഈ അണുവിനെ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് ആധുനിക ശാസ്ത്രം പറയുന്നു, വൈദ്യശാസ്ത്രം പറയുന്നു. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞപ്പോൾ നമുക്കതൊരു മുസ്ലിയാർ പറയുന്ന ദുആയായി തോന്നി. ആധുനിക ശാസ്ത്രം പറയുമ്പോൾ അതെന്തോ ഒരു ഗവേഷണത്തിൽ കിട്ടിയ സിദ്ധാന്തമായി തോന്നി എന്ന് മാത്രം. ലാ ബഅസ് തഹൂർ, ഇതൊരു കുഴപ്പമുള്ള കാര്യമൊന്നുമല്ല, പേടിക്കാനൊന്നുമില്ല. വൈറസ് ബാധ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധിയാക്കാനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും വേണ്ടി പടച്ചവൻ തന്നിരിക്കുന്നതാണ്. ഇൻഷാ അല്ലാഹ് അങ്ങനെ തന്നെ ആവും, പേടിക്കണ്ട. പിന്നെ എപ്പോഴാണ് പേടിക്കേണ്ടി വരുന്നത്? അതുകൂടി ശാസ്ത്രം പറഞ്ഞത് നമ്മൾ ചേർത്ത് പറഞ്ഞില്ലെങ്കിൽ കുറ്റമായി പോവും. അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ലോകത്ത് അറിയപ്പെട്ട വൈദ്യശാസ്ത്രന്മാരുടെ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് 1700-ലധികം ആളുകൾ ഈ പറയുന്ന പുതിയ പനി മുഖേന മരിച്ചു പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. 1700 അതിലധികം ആളുകൾ. ഈ മരിച്ചുപോയ ആളുകളുടെ കൂട്ടത്തിലെ ഭൂരിപക്ഷത്തെയും പരിശോധിച്ചാൽ അവരുടെ ജീവിതത്തിൽ വന്നുപോയിട്ടുള്ള താളപ്പഴയുടെയും ക്രമമില്ലായ്മയുടെയും പേരിൽ വന്നുപോയ ദോഷവുമായി ഈ വൈറസ് കൂട്ടിമുട്ടിയപ്പോഴാണ് മരണത്തിലേക്ക് വലിച്ചിഴച്ചത്. എന്ന് പറഞ്ഞാൽ സ്വമേധയാ അവര് മദ്യപാനികളായിരുന്നു. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഞാൻ പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് പരിഗണന ഇല്ലാണ്ടാവുക, ശാസ്ത്രം പറയുന്നതാണ്. ഞാൻ സാധാരണ പറയാറുള്ളത് പോലെ റവാഹു മനോരമ എന്ന് പറഞ്ഞാൽ, റവാഹു മാതൃഭൂമി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയങ്കര വിശ്വാസമായി. റവാഹു ബുഖാരി, റവാഹു മുസ്ലിം എന്ന് പറഞ്ഞാൽ അത് ലൈഫാണോ എന്ന് പിന്നെയും അന്വേഷിക്കാൻ നിർബന്ധിതരാവും. അപ്പൊ ഏതായാലും ഇത് ആധുനിക ശാസ്ത്രം പറയുന്നതാണോ? ആധുനിക ശാസ്ത്രം. പ്രിയമുള്ളവരെ, മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ട് അവർ കണ്ടെത്തിയിരിക്കുന്നത് മദ്യപാനത്തിന് അഡിക്റ്റ് ആയിക്കൊണ്ട് അതുമായി ബന്ധപ്പെട്ട കരള് രോഗമോ മറ്റോ ഒക്കെയുള്ള ആളുകൾക്ക് ഈ വൈറസ് ബാധിച്ചപ്പോഴാണ് പെട്ടെന്ന് അവർ മരണത്തിന് അടിമപ്പെട്ടത്. അതുപോലെ പാക്കറ്റ് ഫുഡുകൾ ഉണ്ടല്ലോ,
പാക്കറ്റ് ഫുഡുകളുടെ അമിത ഉപയോഗത്തിന്റെ പേരിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ ശക്തിയുടെ താളം പിഴച്ചു പോയ സമൂഹത്തെ ഇത് ബാധിച്ചപ്പോഴാണ് ദോഷകരമായി ബാധിച്ചത്, അല്ലെങ്കിൽ അപകടകരമായി ബാധിച്ചത്. അതുപോലെ തന്നെ പാക്കറ്റുകളിൽ നമ്മുടെ സഹോദരങ്ങൾ ശീലമാക്കി പോയിരിക്കുന്ന മയക്കുമരുന്നുകളുടെ അമിതോപയോഗം, ആ ഉപയോഗമാണ് ഈ വൈറസിനെ മോശമായി ബാധിച്ചത്. യഥാർത്ഥത്തിൽ പ്രപഞ്ചത്തിന്റെ ഈശ്വരനായ പടച്ചവന്റെ തർത്തീബ് അനുസരിച്ച് പരിശോധിക്കുമ്പോൾ ഈ വൈറസ് ഭൂമിയിൽ വന്നത് അനുഗ്രഹമെന്നോണമാണ്. അത് ആരെങ്കിലും പിടിപെട്ടാൽ അവർ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ യാദൃച്ഛികമായിട്ടാണെങ്കിൽ പോലും സാന്ദർഭികമായ ഒരു വസ്തുത പറഞ്ഞു എന്നേ ഉള്ളൂ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരുമാറാകട്ടെ. അത്തരത്തിൽ എന്തെങ്കിലും വിഷമങ്ങളോ പ്രയാസങ്ങളോ രോഗങ്ങളോ ഒക്കെ അലട്ടുന്ന ആളുകൾ സ്വന്തമായി ആലോചിക്കേണ്ടത്, അത്തരം ആളുകളെ സമീപിക്കുമ്പോൾ നമ്മൾ നോക്കേണ്ടത്, നമുക്കൊരു പനിയല്ലേ ഉള്ളൂ, നോക്കിയേ തൊട്ടടുത്ത വീട്ടിൽ ഒരു മനുഷ്യൻ എത്ര നാളായി ക്യാൻസർ ബാധിച്ചു കിടക്കുന്നു, എത്ര നാളായി ബ്രെയിൻ ട്യൂമർ ബാധിച്ചു കിടക്കും, എത്ര നാളായി ആ മനുഷ്യന്റെ നട്ടെല്ലിന് ക്ഷതമേറ്റ് കിടക്കുന്നു, സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ് കിടക്കുന്നു, ഒന്ന് തിരിയാൻ കഴിയുന്നില്ല, മറിയാൻ കഴിയുന്നില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ രോഗിക്ക് ആത്മവിശ്വാസമാവും. അൽഹംദുലില്ലാഹ്, ശരിയല്ലേ പറഞ്ഞത്. ഒരു തുമ്മൽ വന്നപ്പോൾ, ഒരു മൂക്കിപ്പനി വന്നപ്പോൾ നമ്മൾ ഇങ്ങനെ നിരാശപ്പെട്ടാലോ? എത്ര രോഗികളാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഈ നിലയിൽ മറ്റൊരാൾ വിഷമിക്കുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധി ഉള്ളവരും അങ്ങനെ ആലോചിക്കുക, കടബാധ്യത ഉള്ളവരും അങ്ങനെ ആലോചിക്കുക. ഒരു പുരയെടുക്കാൻ ആശിച്ചുകൊണ്ട് എത്ര നാളായി ദുആ ചെയ്യുന്നു, ഇനിയും എന്റെ പുര പൂർത്തിയായിട്ടില്ലല്ലോ എന്ന് ആലോചിക്കുന്ന ആളുകൾ, വിഷമിക്കുന്ന ആളുകൾ ആലോചിക്കുക. നമ്മൾ വഴിയോരങ്ങളിലൂടെ നടന്നു നീങ്ങുമ്പോൾ എത്ര കുടുംബങ്ങളാണ് ഈ ഫുട്പാത്തിൽ അവരുടെ ജനനവും മരണവും പ്രത്യുൽപാദനവും ഒക്കെ നടത്തുന്നത്. അവരുടെ കിച്ചൺ അവിടെയാണ്, ബെഡ്റൂം അവിടെയാണ്, അവരുടെ എല്ലാം അവിടെ തന്നെയാണ്. അൽഹംദുലില്ലാഹ്, ഒന്നും അല്ലെങ്കിലും കയറി കിടക്കാൻ അമ്മോച്ചൻ തന്നതാണെങ്കിൽ ഒരു അറയുണ്ടല്ലോ എനിക്ക് എന്ന ആശ്വാസം ഉണ്ടാകുമ്പോൾ വിശ്വാസിക്കൊരു സമാധാനം, അല്ലേ? ഒരു സമാധാനം. നിങ്ങളെക്കാൾ താഴ്ന്നവരിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസമുണ്ടാകും. രോഗവും വിഷമവും ബുദ്ധിമുട്ടും പ്രയാസവും ഒക്കെ ഉണ്ടാകുമ്പോൾ, അതിനേക്കാൾ വലിയ വലിയ രോഗികളെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്ക് സമാധാനമുണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നിലയിൽ ആശ്വാസം കൊള്ളുന്ന മനസ്സായി നമ്മുടെ മനസ്സിനെ അല്ലാഹു ആക്കി തീർക്കുമാറാകട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു ചുമ്മാ തമാശ പറഞ്ഞേക്കാം, അല്ലേ? ഒരു തമാശയും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വന്നാലോ? പണ്ട് നമ്മുടെ നാട്ടിൽ സായിപ്പ് വാണിരുന്ന കാലഘട്ടത്തിൽ സായിപ്പിനെ കാണാൻ വേണ്ടിയിട്ട് രാജ്യത്തെ പ്രമുഖരായ രണ്ട് ആളുകൾ, ആളുകളുടെ പേര് ഞാൻ പറയുന്നില്ല, കാരണം എൻ്റെ പ്രസംഗം സീഡിയിലാക്കുന്നുണ്ട് എന്നുള്ള പേടി കൊണ്ട്. കാണാൻ വേണ്ടി പോയ രണ്ടാളുകളും നാട്ടിൽ ഒരു പ്രമുഖനായ അധികാരിയെ കാണാൻ വേണ്ടി പോകുമ്പോൾ അദ്ദേഹത്തിന് കൊണ്ടുപോകണ്ടേ എന്ന് ആലോചിച്ചു. എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ എന്ന് ആലോചിച്ചപ്പോൾ, പൊതുവെ ഇന്ത്യക്കാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ വിളയുന്ന തേങ്ങയും അടക്കയും ഒക്കെ നല്ല സാധനമെന്നാണ് പണ്ടൊക്കെ ഉള്ള വിശ്വാസം. ഇപ്പോൾ അതൊക്കെ പോയി. ഏതായിരുന്നാലും നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന നിലയിൽ തേങ്ങ കൊണ്ടുപോകാം, അടക്ക കൊണ്ടുപോകാം എന്ന് തീരുമാനിച്ചു. ഒരാൾ അടക്ക പാക്ക് ചെയ്തു, ഒരാൾ തേങ്ങയും പാക്ക് ചെയ്തു. നാട് ഭരിക്കുന്ന ബ്രിട്ടീഷിന്റെ അധിപനെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരുന്ന അവസരം ഒരുങ്ങിയപ്പോൾ അകത്തേക്ക് കയറിയിട്ട് ബഹുമാനത്തോടുകൂടി തിരുമുൽക്കാഴ്ച വെക്കുന്നത് പോലെ ആദ്യത്തെ ആൾ ഈ അടക്കയുടെ പൊതി വെച്ചു. സായിപ്പ് ആ അടക്കയുടെ പൊതി ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ ഇയാൾ വിചാരിച്ച ഏതാണ്ട് പുതിയ സാധനമാണെന്നാ. അടക്കയുടെ സാധനം കണ്ടപ്പോൾ അയാൾക്ക് ദേഷ്യം. എന്താടാ എനിക്ക് കൊണ്ടുവന്നിന് അടക്കേ? ദേഷ്യം വരും. ദേഷ്യത്തോടുകൂടി അയാൾ ആക്രോശിച്ചു, ശബ്ദം കയർത്തു. എന്നിട്ട് സാങ്കല്പികമായി ഞാൻ പറയുന്നതാണ് കേട്ടോ, അല്ലാതെ ഇത് കഥയാണ്, ഇതിനകത്ത് വേറെ വസ്തുതയൊന്നുമില്ല. ദേഷ്യത്തോടുകൂടി അയാൾ തൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഈ തിരുമുൽക്കാഴ്ചയിൽ വന്ന സാധനം ഈ കൊണ്ടുവന്നവൻ്റെ പൃഷ്ഠഭാഗത്ത് അടിച്ചു കയറ്റാൻ ഓർഡർ ഇട്ടു. കണ്ണൂർക്കാർക്ക് മനസ്സിലാവും എന്താ പൃഷ്ഠഭാഗം എന്ന് പറഞ്ഞത്. അത് മനസ്സിലാവണമെന്നൊന്നുമില്ല, ഞാൻ ആദ്യം പറഞ്ഞൊക്കെ മനസ്സിലായാൽ മതി. പൃഷ്ഠഭാഗത്ത് അടിച്ചു കയറ്റാൻ ഓർഡർ ഇട്ടു. നിർദ്ദേശപ്രകാരം രാജകൽപ്പന അനുസരിച്ചിട്ട് ഈ കൊണ്ടുവന്ന ആ ആളിനെയും അയാൾ കൊണ്ടുവന്ന സാധനത്തെയും ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് കൽപ്പന പ്രകാരം ശിക്ഷ അനുഭവിപ്പിക്കാൻ തുടങ്ങി. ഓരോന്നെടുത്ത് അദ്ദേഹത്തിന്റെ പൃഷ്ഠഭാഗത്ത് അടിച്ചു കയറ്റുമ്പോഴും അദ്ദേഹം ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ശുക്ർ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ഇത് കേട്ടപ്പം ആളുകൾക്കൊക്കെ അത്ഭുതമായി. സാധാരണ ഇങ്ങനെ ഒരു ശിക്ഷയ്ക്ക് വിധേയനാകുന്ന സമയത്ത് കരയല്ലേ വേണ്ടത്? പക്ഷെ ഇയാൾ ചിരിക്കുകയാണ്. ഇയാൾ ശുക്ർ അൽഹംദുലില്ലാഹ് എന്ന് പറയാണ്. അപ്പം ഇയാൾ എന്തോ ഒരു അത്ഭുത മനുഷ്യനാണെന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിനെ കൂട്ടിക്കൊണ്ടുവന്ന് സായിപ്പിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വിചാരണ നടത്തി. നീ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഈ ശിക്ഷയ്ക്ക് വിധേയനായപ്പോഴും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത്, ശുക്ർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സായിപ്പേ, എൻ്റെ തൊട്ടുപുറകിൽ എന്നെക്കാളും മുന്തിയ ഒരാൾ വരുന്നുണ്ട്. അയാൾ ഇതിനേക്കാളും വലിയ സാധനമാണ് കൊണ്ടിരുന്നത്, തേങ്ങയാണ് കൊണ്ടിരുന്നത്. ഞാൻ അതിൻ്റെ അതാബിങ്ങനെ ആലോചിച്ച് നോക്കിയപ്പോൾ ശുക്ർ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞാണ്. ഞാനെങ്ങാനും തേങ്ങ കൊണ്ടുവന്നിരുന്നെങ്കിലോ? അൽഹംദുലില്ലാഹ്. വാസ്തവത്തിൽ പ്രിയമുള്ള സഹോദരങ്ങൾ, നമ്മൾ ആലോചിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് ദുഃഖങ്ങളെക്കുറിച്ചിട്ട്, ഏത് വിഷമങ്ങളെക്കുറിച്ചും, ഏത് പ്രയാസങ്ങളെക്കുറിച്ചിട്ടും നമുക്ക് ഈ രൂപത്തിൽ തന്നെ ആലോചിക്കാം. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് തന്ന ദുഃഖങ്ങൾ, എനിക്ക് തന്ന വിഷമങ്ങൾ, എനിക്ക് തന്ന പ്രയാസങ്ങൾ എത്ര ചെറുതാണ്,
എന്നെക്കാളേറെ. അതുകൊണ്ടാണല്ലോ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു അവറുകൾ നേരത്തെ പറഞ്ഞ ആ സംഭവത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിൽ വന്നപ്പോൾ നബി തങ്ങൾ എന്താ മറുപടി കൊടുത്തത്? അത് പറഞ്ഞില്ലല്ലോ. എനിക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട്, ഒരു കാര്യം പറഞ്ഞിട്ട് അങ്ങ് പോയി എവിടെല്ലോ എത്തുകയാണ്. തങ്ങൾ മറുപടി കൊടുത്തപ്പോൾ തങ്ങൾ ഓതിയത് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവത്തെ സംബന്ധിച്ചിട്ടായിരുന്നു. അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖബ്ബാബ് ഓർക്കുക, കഴിഞ്ഞകാല ജീവിതത്തിൽ, കഴിഞ്ഞകാല ജനതയിൽ ആളുകൾ അള്ളാഹുവിന് വേണ്ടി അനുഭവിച്ച ത്യാഗങ്ങൾ എത്ര വലുതായിരുന്നു. വസ്സമാഇ ദാതിൽ ബുറൂജ് വൽയൗമിൽ മൗഊദ് വശാഹിദിൻ വമശ്ഹൂദ് ഖുതില അസ്ഹാബുൽ ഉഖ്ദൂദിൻ നാരി ദാതിൽ വഖൂദ് ഇദ് ഹും അലൈഹാ ഖുഊദ്. അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ടായിരുന്നു, ഒരു ജനത. അവരെ അള്ളാഹുൽ വിശ്വസിച്ചു എന്ന ഒറ്റ കാരണത്തിന്റെ പേരിൽ അന്നത്തെ കിങ്കരന്മാരായ രാജഭടന്മാര് വലിയ അഗ്നികുണ്ഡമുണ്ടാക്കി ആ അഗ്നികുണ്ഡത്തിലേക്ക് സ്വമേധയാ എടുത്തു ചാടാൻ വേണ്ടി കൽപ്പിക്കപ്പെടുകയും ചെയ്തു. കൊച്ചു കുഞ്ഞുങ്ങളെ തോളിലിരുത്തിക്കൊണ്ട് ഉമ്മമാര് ആ കുഞ്ഞുങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട്, ഞാൻ എരിഞ്ഞമരുന്നതിൽ എനിക്ക് വിരോധമില്ല പടച്ചവനെ, പക്ഷേ ഈ ഒന്നും അറിയാത്ത കൊച്ചു കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ഈ തീക്കുണ്ടത്തിലേക്ക് വീഴണമല്ലോ എന്ന് പറഞ്ഞ് വിലപിച്ച ആ സന്ദർഭമൊക്കെ ഓർക്കുക എന്ന് പടച്ചവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഞാൻ വിശദീകരിക്കുന്നില്ല, സമയം ഒരുപാടായി. നമ്മുടെ വിഷയത്തിലേക്ക് ഇതുവരെ എത്താനും കഴിഞ്ഞിട്ടില്ല. അല്ലാഹു തആല നമുക്ക് മനസ്സിലാക്കി തരുമാറാകട്ടെ. ചെറിയ തോതിൽ ചെറിയ വിഷമങ്ങളും പ്രയാസങ്ങളുമായി തങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ഒരു അനുയായിയോട് അതിനേക്കാൾ ഏറെ വിഷമങ്ങൾ അനുഭവിച്ച ആളുകളെ കുറിച്ചിട്ട് ആലോചിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായും നമുക്ക് ബോധ്യപ്പെടും, നമുക്ക് മനസ്സിലാകും, നമ്മൾ ഒരു പക്ഷേ അള്ളാഹുവിന്റെ സഹായത്താൽ ചെറിയ വിഷമത്തിലാണ് ഇപ്പോൾ ഉള്ളത്. അതിനേക്കാളും വലിയ ആളുകളുണ്ടല്ലോ. അള്ളാഹു നമ്മളെ കൈയൊഴിയൂല, അള്ളാഹു നമ്മളെ സഹായിക്കും, അള്ളാഹു നമ്മളെ കൈയൊഴിയൂല. രണ്ടാമതായി പ്രിയമുള്ളവരെ, നമ്മൾ ഏത് പ്രയാസ ഘട്ടങ്ങളിൽ എത്തി നിൽക്കുമ്പോഴും ഒരു പക്ഷേ നമുക്കത് പ്രയാസമായി തോന്നിയാലും, നേരത്തെ പറഞ്ഞതുപോലെ മൂസ അലൈഹിസ്സലാമയ്ക്ക് പ്രയാസമായി തോന്നുന്നത് ഖിളർ അലൈഹിസ്സലാമയ്ക്ക് പ്രയാസമായി തോന്നിയിട്ടില്ലാത്തതുപോലെ സമൂഹം നമ്മളെ സംബന്ധിച്ചിട്ട് ഏതെങ്കിലും തരത്തിൽ സഹതാപം രേഖപ്പെടുത്തുമ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനയുടെ പേരിൽ ഏതോ ഒരു ഉന്നതമായ സോപാനത്തിലേക്ക് പടച്ചവൻ നമ്മളെ കൊണ്ടെത്തിക്കുകയാണ് എന്ന വസ്തു നമ്മൾ മറക്കരുത്. സൂറത്ത് യാസീൻ നമുക്ക് സുപരിചിതമായ അധ്യായമാണ്. സൂറത്ത് യാസീൻ ഏറ്റവും സുപരിചിതമായ അധ്യായമാണ് മുസ്ലിം സമുദായത്തിന്. ആ അധ്യായത്തിൽ അല്ലാഹു തആല പറയുന്ന ഒരു സംഭവമുണ്ട്. ആ സംഭവം വിശദീകരിക്കാൻ നേരമില്ല, അതുകൊണ്ട് സംഭവം ഞാൻ പറയുന്നില്ല. ഖാല യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ഖാല യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. അല്ലാഹുവിന്റെ പേരിൽ അവനെ അനുസരിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടിയ ഒരടിമ, ഒരു ദാസൻ പടച്ചവനെ പറ്റി പറഞ്ഞു വന്ന പ്രബോധകന്മാർക്ക് സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്തിന്റെ പേരിൽ അകാരണമായി ആ മനുഷ്യനെ എറിഞ്ഞു കൊല്ലപ്പെടുകയാണ്. നമ്മുടെ സഹോദരങ്ങളുടെ കൂട്ടത്തിൽ ഒരു ന്യായവുമില്ലാതെ അന്യായത്തിന്റെ കോടതികൾ ജയിലിൽ വെച്ചിരിക്കുന്ന എത്ര പാവങ്ങളുണ്ട്. എന്തെങ്കിലും അബദ്ധത്തിന്റെ പേരിൽ കെണിഞ്ഞു പോയിട്ട് ജീവിതം ഇരുളടഞ്ഞു പോയ എത്ര സാധുക്കളുണ്ട്. അങ്ങനെ ജയിലിൽ അടയ്ക്കപ്പെട്ടവരോ അല്ലെങ്കിൽ അകാരണമായ നിലയിൽ പീഡനങ്ങൾക്കും ഉപദ്രവങ്ങൾക്കും വിധേയരാക്കപ്പെടുന്നവരോ ആയ നമ്മുടെ സുഹൃത്തുക്കളെയും സഹോദരങ്ങളെയും സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്ക് സഹതാപമുണ്ട്. അള്ളാഹു അങ്ങനെ വേദന അനുഭവിക്കുന്ന മുഴുവൻ ആളുകൾക്ക് മോചനം നൽകുമാറാകട്ടെ. ബുദ്ധിമുട്ടുകളിൽ നിന്നും അള്ളാഹു നമ്മളെ ഒക്കെ കരകയറ്റി തരുമാറാകട്ടെ. ആ നിലയിൽ ആരെയും ഉപദ്രവിച്ചതിന്റെ പേരിലല്ല, നല്ല കാര്യം പറഞ്ഞു വന്ന ആളുകളെ സപ്പോർട്ട് ചെയ്തു എന്ന കാരണത്തിന്റെ പേരിൽ പരസ്യമായ നിലയിൽ ഈ മനുഷ്യനെ എറിഞ്ഞു കൊല ചെയ്യപ്പെടുന്ന ഈ ആളോട് നമ്മളൊക്കെ എന്താ പറയുന്നത്? സഹദാ, പാവം, നല്ല മനുഷ്യനായിരുന്നു, അയാൾ ഒരു കുറ്റവും ചെയ്തില്ല, എന്തിനാണ് ഈ നാട്ടുകാർ അദ്ദേഹത്തെ ഇങ്ങനെ എറിഞ്ഞു കൊല്ലുന്നത് എന്ന് നമ്മളൊക്കെ സഹതാപത്തോടുകൂടി ദുഃഖം പ്രകടിപ്പിക്കുമ്പോൾ ആ മനുഷ്യന്റെ വാക്കായി അല്ലാഹു തആല നമ്മളോട് പറഞ്ഞു തരുന്നത് എന്താണെന്ന് അറിയുമോ? ഖാല യാ ലൈത ഖൗമി യഅലമൂൻ. ആളുകൾ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ സഹതാപം രേഖപ്പെടുത്തുകയാണല്ലേ, പക്ഷേ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന ഈ സന്തോഷം അവരറിയുന്നില്ലല്ലോ. ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, ഞാൻ അനുഭവിക്കുന്ന ആസ്വാദനം എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ലല്ലോ, ജനങ്ങൾ അറിയുന്നില്ലല്ലോ. യാ ലൈത ഖൗമി യഅലമൂൻ ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. എന്തുകൊണ്ടാണ് എന്റെ ഈ ചെറിയ അമലും ത്യാഗവും കാരണമായി എന്റെ പടച്ചവൻ എനിക്ക് പുറത്തു തന്ന ആ നല്ല അനുഭവമുണ്ടല്ലോ, ആ അനുഭവം നിങ്ങൾ ആരും മനസ്സിലാക്കുന്നില്ല, നിങ്ങൾക്ക് കാണാനും കഴിയുന്നില്ല. ഇത് തന്നെയാണ് യഥാർത്ഥത്തിൽ നാം ഓരോരുത്തരും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകളും വിഷമങ്ങളും നമുക്ക് താങ്ങാൻ കഴിയാത്ത ഒരു ഭാരമായി തോന്നുകയും അത് കണ്ടു നിൽക്കുന്ന ആളുകളുടെ മനസ്സിനെ തളർത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ മഹാനവറുകൾ പറഞ്ഞതുപോലെയാണ് വാസ്തവത്തിൽ യാ ലൈത ഖൗമി യഅലമൂന ബിമാ ഗഫറ ലി റബ്ബി വജഅലനി മിനൽ മുക്രമീൻ. ചിലപ്പോൾ എന്റെ ജീവിതത്തിലെ ഒരുപാട് ഉയർച്ചകൾക്ക് വേണ്ടിയിട്ട് ഒരു തുടക്കം എന്നോണം പടച്ചവൻ തരുന്ന പരീക്ഷണമാണിത് എന്ന് ജനങ്ങൾക്കറിയില്ലല്ലോ, എനിക്കും അറിയില്ലല്ലോ. എനിക്കറിയാത്തത് കൊണ്ടല്ലേ ഞാൻ ഇങ്ങനെ ആവലാതിപ്പെടുന്നത്.
പ്രിയമുള്ളവരെ, നമ്മളൊരു വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ആ വാഹനം ഉയർച്ചയിലേക്ക് അല്ല ദൂരത്തേക്ക് എത്തിപ്പെടണമെങ്കിൽ ചിലപ്പോൾ റോഡ് പല നിലയിലുള്ള പ്രയാസങ്ങളെയും താണ്ടേണ്ടി വരും, തരണം ചെയ്യേണ്ടി വരും. ഈ പ്രയാസങ്ങൾ താണ്ടി പോകുമ്പോൾ, ഈ പ്രയാസങ്ങൾ തരണം ചെയ്യുമ്പോൾ നമുക്ക് ദുർഘടമാണെന്ന് തോന്നിയാൽ പോലും അത് നമ്മൾ പോയി എത്തുന്ന സന്തോഷത്തെ സംബന്ധിച്ചുള്ള ചിന്ത ഇല്ലാതാക്കുന്നതാണ്. നമ്മൾ എവിടെ എത്താൻ പോകുന്നത്? ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ ലക്ഷ്യം പ്രാപിക്കുമ്പോൾ നമ്മുടെ ദുഃഖങ്ങളൊക്കെ നമ്മൾ മറക്കും. അതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ കട്ടറിൽ കടന്ന് കഷ്ടപ്പെടുമ്പോൾ, കയറ്റത്തിൽ ഇങ്ങനെ ചവിട്ടിയിട്ടും കയറാണ്ട് കൂന്ന് വലിക്കുമ്പോൾ ആളുകൾ പറയും, ഓ ഇയാൾ എത്ര നാളായി പടച്ചോനെ എന്ന് വിളിക്കുന്നു, ദുആ ചെയ്യുന്നു, അല്ലേ? ഇയാൾ എത്ര നാളായി പടച്ചോനെ എന്ന് വിളിക്കുന്നു, ദുആ ചെയ്യുന്നു, ഇപ്പോഴും രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാത്ത രൂപത്തിൽ കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലുമാണ്. പക്ഷേ അവരോട് നമുക്ക് പറയാനുള്ളത്, ഞാൻ ഈ കയറി എത്തുന്ന ആ സോപാനമുണ്ടല്ലോ, സുന്ദരമായ ലക്ഷ്യസ്ഥാനം, ആ ലക്ഷ്യസ്ഥാനത്ത് എത്തി നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുടെ നേരെ പല്ലിളിച്ച് കാട്ടും, അള്ളാഹു ആ നിലയിൽ എന്നെ എത്തിക്കും എന്ന ആത്മവിശ്വാസമാണ് സമൂഹത്തോട് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ ഖുർആനിന്റെ മുഴുവൻ അധ്യായങ്ങളുടെയും അവസാന ഭാഗത്തെത്തുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്തരം ആശ്വാസത്തിന്റെ വാക്കുകളിലൂടെ നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത്. ആ ആയത്ത് പറഞ്ഞിട്ട് എവിടെല്ലോ നമ്മൾ എത്തിപ്പോയി. എല്ലാ ആയത്തും പറയാനും കഴിഞ്ഞില്ല. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും. ഖുർആനിൽ സൂറത്ത് അഹ്ഖാഫിൽ അതിന്റെ അവസാന ആയത്തിൽ അല്ലാഹു തആല പറയുന്നത് ഫസ്ബിർ, നബിയെ അങ്ങ് ക്ഷമിക്കുക. കമാ സബറ ഉലുൽ അസ്ം, ഉലുൽ അസ്ം എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്? മനസ്സിന് ദാർഢ്യതയുള്ളവരായ, ജീവിതത്തിന്റെ ഒരുപാട് പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നേരിട്ടപ്പോഴും പതറാതെ പാളിപ്പോകാതെ ഉറച്ചു നിന്ന മഹാനുഭവന്മാരുണ്ടല്ലോ, ഉലുൽ അസ്മുകൾ. ആ ഉലുൽ അസ്മുകൾ ക്ഷമിച്ചതുപോലെ നബിയെ അങ്ങും ക്ഷമിക്കുക. നബിക്ക് ക്ഷമയില്ലാത്തത് കൊണ്ട് നബിയെ ക്ഷമ പഠിപ്പിക്കുകയല്ല, വാസ്തവത്തിൽ നബിയുടെ അനുയായികളായി ഈ വാക്യം വായിക്കുന്ന ഞാനും നിങ്ങളും ക്ഷമിക്കണമെന്ന് പടച്ചവൻ ബോധ്യപ്പെടുത്തുകയാണ്. അള്ളാഹു ക്ഷമ എന്ന ഗുണത്തെ നമുക്ക് തരുമാറാകട്ടെ. വലാ തസ്തഅജിൽ ലഹും, ആളുകളുടെ ആക്ഷേപത്തെയും ആളുകളുടെ പരിഹാസത്തെയും അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾ ധൃതി കൂട്ടണ്ട. അങ്ങനെ പെട്ടെന്ന് അങ്ങ് കാര്യങ്ങളൊക്കെ നടക്കുമെന്ന് വിചാരിക്കരുത്. വലാ തസ്തഅജിൽ ലഹും, അങ്ങനെ ധൃതി കൂട്ടണ്ട. ഉറങ്ങുന്നുണ്ടോ ആളുകൾ? മനഃപൂർവ്വം ഉറങ്ങുന്നതാണോ? എന്നെ കൊണ്ട് കഥയും സംഭവവും ചരിത്രവും ഒക്കെ പറയിപ്പിക്കാൻ വേണ്ടി ഉറങ്ങുന്നതാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്നെ കൊണ്ട് തമാശ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട്. പ്രിയമുള്ളവരെ, ഒരാള് വാഹനം ഓടിക്കുന്നു വിചാരിക്കാം. ഒരാൾ വാഹനം ഓടിക്കുകയാണ്, ബസ് ഓടിക്കാൻ വേണ്ടി ഡ്രൈവർ കയറിയിരുന്നു. അയാൾ വളരെ കഷ്ടപ്പെട്ട് ഇന്നത്തെ റോഡിൽ കൂടെ വളരെ മെനക്കെട്ട് ബസ് ഓടിച്ചുകൊണ്ടിരിക്കുന്നു. അതിനിടയ്ക്ക് കയറ്റം വന്നപ്പോൾ കയറാൻ വിഷമം, കട്ടർ വന്നപ്പോൾ ഒഴിഞ്ഞു പോകാൻ വിഷമം, പ്രയാസപ്പെടുകയാണ്. ഒരു ഗ്രാമീണനായ ഒരു സാധുവായ മനുഷ്യൻ ഡ്രൈവർ ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്തിരുന്ന് ഇതെല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ട്. അയാൾ ബസ്സുമായി യാത്ര ചെയ്യുന്നതിനിടയിൽ തൻ്റെ കയ്യിലുള്ള ഗിയർ എന്ന് പറയുന്ന സാധനം വളരെ കഷ്ടപ്പെട്ട് ഇങ്ങനെ മുമ്പോട്ടാക്കി, പിന്നെ കുറച്ച് കഴിഞ്ഞ് പിന്നെ പുറകോട്ടാക്കി, പിന്നെയും മുമ്പോട്ടാക്കി, പിന്നെയും പുറകോട്ടാക്കി. നമ്മൾ സാധാരണ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ അടി പറിച്ചെടുക്കാൻ വേണ്ടിയിട്ട്, പുഴുതെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുന്നത് പോലെ കുറേ നേരമായി ഇയാൾ സഹിക്കുന്നു. കണ്ണൂരിൽ നിന്ന് വിട്ട ബസ് പയ്യന്നൂർ എത്തുന്നത് വരെയും ഈ ഗ്രാമീണനായ മനുഷ്യന് ഈ ഡ്രൈവറുടെ കഷ്ടപ്പാട് നോക്കി കാണുകയാണ്. വല്ലാത്ത സഹതാപം തോന്നി. ഇയാൾ ഇത്രയും കഷ്ടപ്പെടുകയാണല്ലോ എന്നൊരു വിഷമം തോന്നി, ബുദ്ധിമുട്ട് തോന്നി. പയ്യന്നൂർ എത്തിയിട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഡ്രൈവറും ബാക്കിയുള്ളവരൊക്കെ ഇറങ്ങിപ്പോയി. ഈ നല്ല മനസ്സിൻ്റെ ഉടമയായ വക്രതയില്ലാത്ത ഗ്രാമീണനായ മനുഷ്യൻ വിചാരിച്ചു, ഈ ഡ്രൈവർ എത്ര നേരമായി കഷ്ടപ്പെടുന്നു, പ്രയാസപ്പെടുന്നു, അയാൾക്കൊരു ഉപകാരം ചെയ്തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് അയാളൊരു ഉപകാരം ചെയ്തു. എന്താ ഉപകാരം എന്നറിയോ? അയാളൊരു ഉപകാരം ചെയ്തു. ഈ ഡ്രൈവർ കുറേ നേരം ആയില്ലേ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പുഴുതെടുക്കാൻ വേണ്ടി പണിയെടുക്കുന്നു. അയാൾ കഷ്ടപ്പെട്ടത് പുഴുതെടുത്ത് കയ്യിൽ കൊടുത്തു. ഡ്രൈവർ ഭക്ഷണമൊക്കെ കഴിച്ച് കയറി വന്നപ്പോൾ ഇയാൾ വളരെ സന്തോഷത്തോട് ചാടി എണീച്ചിട്ട് പറഞ്ഞു, ഡ്രൈവർ സാറേ, എത്ര നേരമായി നിങ്ങൾ കഷ്ടപ്പെടുന്നു, എനിക്ക് നിങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് സഹികെട്ടില്ല, അതുകൊണ്ട് ഇതാ ഞാൻ പൂരിയെടുത്ത് നിങ്ങളുടെ കയ്യിൽ തന്നിരിക്കുക. നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ വാസ്തവത്തിൽ എങ്ങനെയാണ് നമ്മൾ അനുഭവിക്കുന്നത്? എന്തിനു വേണ്ടിയാണ് നമ്മൾ അനുഭവിക്കുന്നത്? എന്തിനാണ് അള്ളാഹു നമ്മളെ കൊണ്ട് അനുഭവിപ്പിക്കുന്നത്? ഈ സാധനം ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കഷ്ടപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കുക എന്നൊരു സമ്പ്രദായമില്ലെങ്കിൽ നമുക്ക് കയറ്റം കയറാൻ കഴിയില്ല. നമുക്ക് വേണ്ടി വരുമ്പോൾ സ്പീഡാക്കാനും വേണ്ടി വരുമ്പോൾ സ്പീഡ് കുറയ്ക്കാനുമുള്ള ഒരു സമ്പ്രദായമായി അല്ലെങ്കിൽ അതിനുള്ളൊരു ക്രമീകരണമായി പടച്ചവൻ നിശ്ചയിച്ചിരിക്കുകയാണ് ഇതൊക്കെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരട്ടെ, പ്രയാസങ്ങൾ വരട്ടെ, കഷ്ടപ്പാടുകൾ വരട്ടെ, ആ കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും മധ്യത്തിൽ നമ്മൾ പതറിപ്പോകണ്ട, നമ്മൾ മാനസികമായി നിരാശ പൂണ്ടുപോകണ്ട. നിരാശപ്പെടുക എന്നത് മുഅ്മിനീങ്ങൾക്ക് യോജിച്ചതേ അല്ല. അതുകൊണ്ട് നിരാശപ്പെടാതെ ഉറച്ചു നിൽക്കുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ നമുക്കൊരു മാർഗം തുറന്നു തരികയും ചെയ്യുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുക. ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി വലാ തസ്തഅജിൽ ലഹും. ഒരു കാരണവശാലും നിങ്ങൾ ധൃതി കൂട്ടരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകം പറഞ്ഞു.
كأنهم يوم يرون ما يوعدون لم يلبثوا إلا ساعة من نهار بلاغ فهل يهلك إلا القوم الفاسقون. എത്ര സുന്ദരമായ വചനമാണിത്, എത്ര സുന്ദരമായ വചനമാണ്. വിശാലമായ ഒരു ഇതിവൃത്തത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് കണ്ടിരുന്ന ആളുകളുടെ കണ്ണിന് ആനന്ദം പകർന്നുകൊണ്ട് സുന്ദരമായ ഒരു കാഴ്ച സമർപ്പിക്കുകയും ആ കാഴ്ചയുടെ പര്യാവസാനം എന്ന നിലയിൽ വളരെ പ്രസിദ്ധമായ പ്രസക്തമായ ഒരു പോയിന്റിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു ക്ലൈമാക്സിൽ നിർത്തുകയും ചെയ്യുന്നത് പോലെ പടച്ചവൻ നിർത്തുന്നു. ഫസ്ബിർ. ഇത്രയും പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ക്ഷമ അവലംബിക്കാൻ ശ്രമിക്കുക. കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുലി, ഏറ്റവും ഉത്കൃഷ്ടരായ അടിമകളുടെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠവാന്മാരായ ഉലുൽ അസ്മുകൾ എന്ന് പറയുന്ന പ്രവാചകന്മാരൊക്കെ ക്ഷമിച്ചില്ലേ? അവർക്കൊക്കെ ജീവിത പ്രയാസങ്ങൾ വന്നില്ലേ? അതുപോലെ ജീവിത പ്രയാസം നമുക്കും വരാം. നമ്മളും ക്ഷമിക്കണം, നമ്മളും സഹിക്കാൻ തയ്യാറാകണം. വലാ തസ്തഅജിൽ ലഹും, ധൃതി കൂട്ടണ്ട, തിരക്കാക്കണ്ട. ഇനിയും എന്തേ എന്റെ റബ്ബ് എന്നെ സഹായിക്കാത്തത് എന്ന് ആവലാതിപ്പെടണ്ട. വലാ തസ്തഅജിൽ ലഹും കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅത മിൻ നഹാർ. നമുക്ക് എതിരുപക്ഷത്ത് പടച്ചവനെ ഭയപ്പെടാത്തവരായി, അവനെ വെല്ലുവിളിക്കുന്നവരായി, നമ്മുടെ നാടൻ മലയാള ഭാഷയിൽ പറഞ്ഞാൽ പല്ല് പൊളിക്കുന്നവരൊക്കെ പടച്ചവനാൽ അനുഗ്രഹിക്കപ്പെടുന്നതായി കണ്ടുകൊണ്ടിരിക്കുന്നു. പള്ളി പണിയാൻ മണക്കിടുന്നവർക്കൊക്കെ ഇപ്പോഴും എരപ്പും തൊഴിൽ മാത്രമാണ്, അല്ലേ? ഒരു ഭാഗത്ത് പടച്ചവനെ വെല്ലുവിളിക്കുകയും അവന്റെ കൽപ്പനകളെ ധിക്കരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് അനുഗ്രഹങ്ങൾ കിട്ടിയതുപോലെ തോന്നുന്നു, അവർ സുന്ദരമായി ജീവിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്നു. ഇവിടെ പള്ളിയുടെ മൂലയിൽ ഒതുങ്ങിക്കൊണ്ട് പടച്ചവനെ വിളിച്ച് കഴിഞ്ഞുകൂടുന്ന പാവങ്ങൾക്ക് പിന്നെയും പിന്നെയും പരീക്ഷണമാണല്ലോ എന്ന് തോന്നുന്നു. അങ്ങനെ നിങ്ങൾ വിചാരിക്കണ്ട. കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅത മിൻ നഹാർ. സുഖലോലുപന്മാരായി കഴിഞ്ഞുകൂടിക്കൊണ്ട് സാധുക്കളായ മുസ്ലിം ഉമ്മത്തിന്റെ നേരെ പല്ലിളിച്ച് കാട്ടുന്ന ഈ ഭീമന്മാരുണ്ടല്ലോ, ഭയങ്കരന്മാരുണ്ടല്ലോ, അവര് നാളെ ഒരു ദിവസം ആഗതരാകുന്ന സന്ദർഭത്തിൽ അവർക്ക് ബോധ്യപ്പെടുന്ന ഒരു പരമാർത്ഥമുണ്ട്. ലം യൽബസു ഇല്ലാ സഅത മിൻ നഹാർ. പലപ്പോഴും ഇതിന്റെ അർത്ഥം നമുക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാവുകയില്ല. ഇവർക്ക് നാളെ പരലോകത്തെത്തുമ്പോൾ ബോധ്യമാകും, ഞങ്ങൾ അടിച്ചു പൊളിച്ച് ഈ ആളുകളൊക്കെ അടക്കി ഭരിച്ച് അധർമ്മമായ നിലയിൽ അവരുടെ മേലെ ആധിപത്യം ചൊലുത്തി ഞങ്ങൾ സുഖിമാന്മാരായി കഴിഞ്ഞുകൂടിയിരുന്ന ആ കാലഘട്ടത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒരു ദിവസത്തിന്റെ അല്പം നിമിഷം മാത്രമേ ഉള്ളല്ലോ, ഒരു ദിവസത്തിന്റെ അല്പം നിമിഷം മാത്രമേ ഉള്ളല്ലോ എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ ബോധ്യമായി. എന്നാൽ ഈ പാവങ്ങൾ അന്ന് 60 വയസ്സുണ്ടെങ്കിൽ 60ാമത്തെ വയസ്സ് വരെയും പടച്ചവനെ കടബാധ്യത തീർത്തു തരണേ എന്ന് ദുആ ചെയ്തു, പടച്ചവനെ രോഗം ശിഫാക്കണേ എന്ന് ദുആ ചെയ്തു. 63ാമത്തെ വയസ്സിൽ ദുആ ചെയ്തപ്പോഴും പട്ടിണി മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. അവര് ആ നിലയിൽ അവസാനം വരെ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് നേടിയെടുത്ത ഈ സ്വർഗലോകത്തെ ഞങ്ങൾ കണ്ടപ്പോൾ ഇതാ കാലാകാലത്തെ സുഖത്തിന് വേണ്ടി, കാലാകാലത്തെ സന്തോഷത്തിന് വേണ്ടി രോഗം തളർത്തിയ മേനിയിൽ നിന്നും ഒരു ചെറിയ പീസ് ഓപ്പറേഷൻ എന്ന് പറയുന്ന ക്രിയയിലൂടെ മുറിച്ചു മാറ്റുന്നതിന്റെ ഒരു വേദന ഉണ്ടല്ലോ. എന്തിനാ നമ്മൾ ഓപ്പറേഷൻ ചെയ്യുന്നത്? ഓപ്പറേഷൻ ചെയ്യുന്നത് എന്തിനാണ്? ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമായ ഒരു കർമ്മമാണ്, നമ്മൾ ആരും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അനസ്തേഷ്യ കൊടുത്തിട്ട് നമ്മളെ ബോധം കെടുത്തി കിടക്കുന്നു. ബോധത്തോടുകൂടി നമ്മൾ ആരും സമ്മതിക്കൂല. ബോധത്തോടുകൂടി ഒരു മനുഷ്യനും സമ്മതിക്കാത്ത ഒരു കർമ്മത്തിന് നമ്മളെ വിധേയനാക്കുന്നത് നമ്മളോടുള്ള ദേഷ്യം കൊണ്ടല്ല, പിന്നെയോ നമ്മളോടുള്ള സ്നേഹം കൊണ്ടാണ്. ബോധം കെടുത്തി കടത്തിയിട്ട് നമ്മുടെ ശരീരത്തിൽ ദോഷകരമായിട്ടുള്ള ആ അവയവത്തിന്റെ അംശത്തെ മെല്ലെ മുറിച്ചു മാറ്റുന്നു, മരുന്ന് വെക്കുന്നു, ഉണക്കുന്നു. 2 ആഴ്ചയോ മറ്റോ റെസ്റ്റ് എടുത്തിട്ട് പുറത്തിറങ്ങിയാൽ സന്തോഷമായി, ഇപ്പൊ എങ്ങനെയുണ്ട്, ഇപ്പൊ അൽഹംദുലില്ലാഹ് നല്ല സമാധാനമുണ്ട്, എന്തോ ഒരു വിഷമായിരുന്നു, എന്തോ ഒരു പ്രശ്നമായിരുന്നു. വാസ്തവത്തിൽ കഅന്നഹും നാളെ പരലോകത്തെത്തുമ്പോൾ ഓരോ അവിശ്വാസി വിഭാഗവും ഇത് ബോധ്യപ്പെടും, മനസ്സിലാക്കും. പടച്ചവനെ ദുനിയാവിൽ വെച്ചിട്ട് ഈ പാവങ്ങൾ കുറെ പ്രയാസപ്പെട്ടു, കഷ്ടപ്പെട്ടു. ഇന്ന് അതിന്റെ അനുഭവത്തിൽ അതിന്റെ ഗുണത്തെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്, നന്മയെ നേട്ടത്തെ അവരനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് ഉള്ള രോഗവും പേറി നടന്നു, രോഗം എന്താണെന്ന് തിരിച്ചറിഞ്ഞില്ല, ഉള്ളിടത്തോളം അടിച്ചു പൊളിച്ച് ജീവിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ നമ്മുടെ ചില സഹോദരങ്ങളെ മദ്യപാനം പോലെയുള്ള ദുസ്വഭാവത്തിന് അടിമപ്പെട്ടവരാണെന്ന് അറിഞ്ഞുകൊണ്ട് അവരെ സമീപിച്ച് നല്ലത് പറഞ്ഞ് തിരുത്താമെന്ന് വിചാരിച്ച് അവരുടെ തോളിൽ കൈവച്ചുകൊണ്ട്, പൊന്നുമോനെ എന്തിനാ നീ നിന്റെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമായ നിലയിൽ ഈ കർമ്മദോഷത്തിലേക്ക് പോകുന്നത്? എന്തിനാണ് നിനക്ക് നിന്റെ വ്യക്തിത്വത്തിന് ദോഷകരമായ നിലയിൽ നീ പോകുന്നത്? നിനക്കറിയില്ലേ അതിന്റെ മീതെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആരോഗ്യത്തിന് ഹാനികരമാണ്, ഇത് കഴിച്ചാൽ, ഇത് കുടിച്ചാൽ, ഇത് ശീലമായാൽ കരള് പോയി പോവും, നീ ചത്തുപോവും എന്നൊക്കെ പറഞ്ഞാൽ അത് കേൾക്കുന്ന അത്തരം ദുസ്വഭാവിയുടെ മനസ്സ് മന്ത്രിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ടോ പ്രിയമുള്ളവരെ? പലപ്പോഴും അവർ പറയുന്നത്, ഞാൻ ആശിക്കുന്നത് ഏതായാലും ഇങ്ങനെയൊക്കെ ആയിപ്പോയി, കുടിച്ച് അങ്ങ് മരിക്കട്ടെ എന്നാണ് ഞാൻ ആശിക്കുന്നത്. കുടിച്ച് മരിക്കാൻ ആശിക്കുന്നു. വാസ്തവത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയും നമ്മുടെ സമുദായത്തെയും നേരായ മാർഗത്തിലേക്ക് വഴിതെളിയിച്ച് വിടുമാറാകട്ടെ.
ഒരു പക്ഷേ അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താൽക്കാലികമായ സുഖത്തിന്റെ മധ്യത്തിൽ അതിന് പിന്നിൽ വരാൻ പോകുന്ന ദോഷത്തെ സംബന്ധിച്ചവർക്ക് ബോധ്യമുണ്ടാവില്ല. അതുകൊണ്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ ആളുകളൊക്കെ ഇഷ്ടപ്പെടുന്നു. ലേശം കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് ത്യാഗം ചെയ്ത് സ്വർഗത്തെ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് ഉറച്ചു നിൽക്കാൻ പലപ്പോഴും നമ്മൾ തയ്യാറാകുന്നില്ല. അവിടെയാണ് അല്ലാഹു തആല നമുക്ക് നൽകുന്ന ദർശനം, ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ വലാ തസ്തഅജിൽ ലഹും കഅന്നഹും യൗമ യറൗന മാ യുഅദൂന ലം യൽബസു ഇല്ലാ സഅതൻ മിൻ നഹാർ എന്ന് പറഞ്ഞു നിർത്തിയിട്ട് പ്രിയമുള്ളവരെ, ബലാഗ് ഇതൊരു എത്തിക്കലാണ്, ഇതൊരു പ്രബോധനമാണ്, ഇതൊരു അറിയിപ്പാണ്. അറിഞ്ഞവരൊക്കെ അറിഞ്ഞോളുക, മനസ്സിലായവരൊക്കെ മനസ്സിലാക്കിക്കൊള്ളുക, നേരായ മാർഗത്തിൽ നടക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നടന്നോളുക. പറയാനുള്ളത് ഞാൻ പറഞ്ഞു, ബലാഗ് പറയാനുള്ളതൊക്കെ പറയലാണിത്. വേണമെങ്കിൽ കേൾക്കാം, വേണമെങ്കിൽ തള്ളാം. ബലാഗ് ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. അത്യന്തികമായി ആലോചിക്കുമ്പോൾ നശിപ്പിക്കപ്പെടുന്നത്, ഇല്ലായ്മ ചെയ്യപ്പെടുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള പ്രയാസങ്ങളിൽ അവസാനമായി അടിച്ചമർത്തപ്പെടുന്നത് തീർച്ചയായും ഫാസിഖീങ്ങൾ മാത്രമാണ്, വൃത്തികെട്ടവർ മാത്രമാണ്. നല്ലവരായ ആളുകൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് അവരെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, അവരെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി നന്മയിലേക്ക് കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ടാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഫഹൽ യുഹ്ലകു ഇല്ലൽ ഖൗമുൽ ഫാസിഖൂൻ. അല്ലാഹു മനസ്സിലാക്കാൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. റമദാനിന്റെ വിശുദ്ധ മാസത്തിൽ നമ്മൾ ശീലമാക്കേണ്ട സബർ എന്ന് പറയുന്ന ഗുണം വളരെ പ്രധാനപ്പെട്ട ഗുണമാണ്. ആ സബർ നമുക്കുണ്ടാകുന്ന ജീവിത പ്രയാസങ്ങളിൽ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുക എന്ന നിലയിൽ പ്രകടിപ്പിക്കണം. അതൊരു സബറാണ്. രണ്ടാമത്തേത്, നമ്മളുടെ നഫ്സിന്റെ ഇച്ഛകളും ഇംഗിതങ്ങളും നമ്മളെ സമ്മർദ്ദത്തിൽ ആഴ്ത്തും. പടച്ചവന്റെ പൊരുത്തത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത്തരം ദുഷിപ്പുകളിലേക്ക് കടന്നു ചെല്ലാതെ, അത്തരം വേണ്ടാധീനങ്ങളിലേക്ക് കടന്നു ചെല്ലാതെ നമ്മുടെ ശരീരത്തിന്റെ ഇച്ഛകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്ഷമ അവലംബിക്കലുണ്ട്. ആ ക്ഷമ രണ്ടാമത്തെ ക്ഷമയാണ്. മൂന്നാമത്തേത്, നമുക്ക് മനസ്സിനിണങ്ങാത്ത രൂപത്തിൽ ആളുകൾ എന്തെങ്കിലും നമ്മളോട് പെരുമാറിയാൽ, എങ്ങോട്ടെന്തെങ്കിലും പെരുമാറിയാൽ അതിനെ അതേ അളവിലും തൂക്കത്തിലും തിരിച്ചു പെരുമാറുന്നത് തെറ്റാണ്, മോശമാണ്. ആ പെരുമാറുന്നതിൽ നമ്മൾ ക്ഷമ അവലംബിക്കണം. ഈ 3 ക്ഷമയാണ് സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞത്. അത് പറയാനാണ് ഞാൻ വിചാരിച്ചത്, പക്ഷേ വിശദമായി പറയാൻ കഴിഞ്ഞിട്ടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജീവിതത്തെ നന്നാക്കി തീർക്കുമാറാകട്ടെ, സംസ്കരിച്ചു തരുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നമ്മളുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗങ്ങൾ അനുഭവിക്കുന്ന സാധുക്കളുണ്ട്, കടബാധ്യതകൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പേറി നടക്കുന്ന സഹോദരന്മാരുണ്ട്. കുടുംബ പ്രശ്നങ്ങളിൽ, വിവാഹ ബന്ധങ്ങളിലൊക്കെ പ്രതിസന്ധികൾ തരണം ചെയ്യുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരുടെ ഒക്കെ ഇടയിൽ നമുക്ക് ഈ നിലയിലുള്ള ഒരു സമാധാനത്തിന്റെ സന്ദേശം പങ്കുവെക്കാൻ സാധിക്കണം. വതവാസോ ബിൽ ഹഖ് വതവാസോ ബിസ് സബ്ർ. നമ്മൾ തമ്മിൽ കാണുമ്പോൾ ആശ്വാസത്തിന്റെ പരസ്പരമുള്ള ഈ വാക്കുകളിലൂടെ അവനെ ഒരു അത്താണിയാകാൻ ശ്രമിക്കണം, അല്ലെങ്കിൽ അവനൊരു താങ്ങും തണലുമായി തീരാൻ ശ്രമിക്കണം. അതോടൊപ്പം നമ്മളുടെ സഹോദരങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ പരമാവധി നമ്മൾ സഹായികളാകണം. ആരെങ്കിലും ആരെങ്കിലും ഒരു സഹോദരനെ സഹായിക്കുന്ന ജോലിയിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാഹു അവനെ സഹായിക്കുന്ന ജോലിയിലായിരിക്കും. ഞാൻ എൻ്റെ സഹോദരനെ സഹായിക്കുമ്പോൾ അള്ളാഹു എന്നെ സഹായിക്കുന്ന ജോലിയിലായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. മൂന്നാമതായി, നമ്മൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യുന്നത് പോലെ നമ്മുടെ മുഴുവൻ സഹോദരങ്ങൾക്ക് വേണ്ടി നമ്മൾ എപ്പോഴും ദുആ ചെയ്യണം. മുഴുവൻ ഉമ്മത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നിലയിൽ നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ നമുക്ക് തൗഫീഖ് തരുമാറാകട്ടെ. ഇങ്ങനെ നമ്മൾ പുലർത്തേണ്ട എല്ലാ നന്മകളെയും പുലർത്തുകയും പാലിക്കേണ്ട എല്ലാ മര്യാദകളെയും പാലിക്കുകയും അതിനനുസൃതമായി സൽഗുണത്തെ ആർജിച്ചെടുക്കുകയും ചെയ്യുന്നതിന് വേണ്ടി ഈ വിശുദ്ധ റമദാനിന്റെ നല്ല നാളുകളെ ഉപയോഗപ്പെടുത്താൻ കഴിയണം. അള്ളാഹു എനിക്ക് നിങ്ങൾക്കും അതിന് തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.